അപ്പോൾ പ്രോ ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് പല ഡെഫിനേഷൻസ് ഉണ്ട്. ചെറിഷ്, പ്രൊമോട്ട്, പ്രൊട്ടക്ട് ലൈഫ് ടു ഇറ്റ്സ് ഫുൾനെസ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. പ്രൊട്ടക്ടിങ് ലൈഫ് ഫ്രം വൂംബ് ടു ടൂംബ്, ഫ്രം ദ മൊമെന്റ് ഓഫ് കൺസെപ്ഷൻ മുതൽ, അതായത് ജനനം മുതൽ സ്വാഭാവിക മരണം വരെയുള്ള ലൈഫിന്റെ പ്രൊട്ടക്ഷനാണ് പ്രോ ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രോ ലൈഫ് സാറിന് എല്ലാവരും അബോർഷൻ എന്ന പേരിലാണ് ആഗോളതലത്തിൽ ഇത് അറിയപ്പെടുന്നത്. പക്ഷേ പ്രോ ലൈഫ് അബോർഷൻ മാത്രമല്ല, ജീവന്റെ മൂല്യത്തിലുള്ള പല ഏരിയാസിലും പ്രോ ലൈഫ് ടച്ച് ചെയ്യും. ഓക്കെ, അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഓക്കെ, ഞാൻ പ്രോ ലൈഫിൽ കുറച്ച് വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ അബോർഷൻ, ഒരുപാട് അബോർഷൻ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്തിരുന്നു. ഓക്കെ, ഇന്ത്യയിലെ ഇപ്പോൾ അബോർഷൻ MTP ആക്ട് നമുക്ക് ഇല്ലീഗലാക്കണം. ഞങ്ങളിപ്പോൾ ഇന്നലെ തൃശ്ശൂർ വെച്ച് മിനിഞ്ഞാന്ന് സാറ്റർഡേ ഒരു നാഷണൽ മാർച്ച് ഫോർ ലൈഫ് ഉണ്ടായിരുന്നു. ഏകദേശം 7500ഓളം പേര് തൃശ്ശൂർ നഗരത്തിലൂടെ ഒരു 1.5 എനിക്കൊരു 3 കിലോമീറ്ററോളം ചുറ്റി ഭയങ്കര വലിയ പ്രഘോഷണമൊക്കെ ചെയ്ത് നമ്മൾ അബോർഷനെതിരെ ഒരു വലിയ മാർച്ച് ഉണ്ടായിരുന്നു. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വലിയ പരിപാടിയായിരുന്നു. വളരെ തൃശ്ശൂർ ഡയസീസ് ആണ് അത് ഏറ്റെടുത്ത് നടത്തിയത്. വളരെ മനോഹരമായ പരിപാടിയായിരുന്നു. ഓക്കെ, അപ്പം നമ്മൾ ചിലപ്പോൾ നമുക്ക് ഇതുകൊണ്ട് അബോർഷൻ, ഇതുകൊണ്ടെന്നല്ല, ചിലപ്പോൾ നമുക്കൊരു അബോർഷൻ ലോ നമുക്ക് മാറ്റാൻ പറ്റുമായിരിക്കാം. ഓക്കെ, അബോർഷൻ ഇല്ലീഗലാക്കിയാൽ അബോർഷൻ നമുക്ക് നിർത്താൻ പറ്റുമോ? എന്നെ ചോദിപ്പിച്ചൊരു ചോദ്യമാണിത്. ഞാൻ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്. ഓക്കെ, നമ്മൾ അബോർഷൻ ഇല്ലീഗലാക്കിയാൽ അബോർഷൻ നമുക്ക് നിർത്താൻ പറ്റുമോ? വാട്ട് ഡു യു തിങ്ക്? ഇല്ല, കംപ്ലീറ്റ്ലി നിർത്താൻ പറ്റില്ല, ബട്ട് മേ ബി നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. കറക്റ്റ്. ഓക്കെ, അപ്പം അതിന്റെ അർത്ഥം എന്താണ്? എവിടെയാണ് അതിന്റെ റൂട്ട് ഇഷ്യൂ കിടക്കുന്നത്? മെന്റലി പ്രിപ്പയർഡ് അല്ലാത്തതുകൊണ്ടാണല്ലോ അപേക്ഷ നടത്തുന്നത്. അതല്ലേ അൺവാണ്ടഡ് സിറ്റുവേഷൻസ്, ഇപ്പൊ കുട്ടിയുടെ ആരോഗ്യം അല്ലെങ്കിൽ അമ്മയുടെ ആരോഗ്യം വെച്ചിട്ട് അപേക്ഷ നടക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ മെന്റലി പ്രിപ്പയർഡ് അല്ലാത്തതുകൊണ്ടാണ്. ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ ഒരു ചെറിയ ശതമാനം മാത്രമാണ് ആക്ച്വലി, ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, മോസ്റ്റ്ലി ഏറ്റവും കൂടുതൽ അബോർഷൻ നടക്കുക. പറഞ്ഞോ. കറക്റ്റ് നോളജ് ഇല്ലാത്തതുകൊണ്ട് ഇതിനെ കുറിച്ച്. ഓക്കെ, അതൊരു കാര്യമാണ്. ഓക്കെ, സത്യം പറഞ്ഞാൽ ഓക്കെ, ഇതെല്ലാം ഓരോ ചെറിയ ചെറിയ കാരണങ്ങളാണ്. ശരിക്കും ഇതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാല് നമുക്ക് ലൈംഗികത വിശുദ്ധി ഇല്ലാത്തതാണ്. സെക്ഷുവൽ ഇമ്മൊറാലിറ്റി. നമ്മളുടെ മാക്സിമം അബോർഷൻ കേസ് നടക്കുന്നതും അൺമാരീഡ് പ്രഗ്നൻസീസിലാണ്. ഓക്കെ, അപ്പം ലൈംഗിക വിശുദ്ധി അതായത് ചാസ്റ്റിറ്റി, ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ചാസ്റ്റിറ്റി എന്ന് പറയും. നമുക്ക് ചാസ്റ്റിറ്റി അല്ലെങ്കിൽ ലൈംഗിക വിശുദ്ധി മനുഷ്യരുടെ ഇടയിൽ കൊണ്ടുവരാതെ നമുക്ക് ഒരിക്കലും അബോർഷൻ നിർത്താൻ പറ്റത്തില്ല. നമ്മൾ ഈ അബോർഷൻ നിർത്താൻ നോക്കുന്നത് അതിന്റെ എഫക്റ്റ് ആണ്. ഓക്കെ, അതിന്റെ റൂട്ട് കിടക്കുന്ന വേറൊരു സ്ഥലത്താണ്. ആ റൂട്ടിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ എഫക്റ്റ് വരുന്നത്. അതായത് നമ്മൾ പറയാറുണ്ടല്ലോ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ, അല്ലേ? നമ്മളിവിടെ ക്യൂറാ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പക്ഷെ നമ്മൾ പ്രിവെൻഷൻ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ലോകത്തിലേക്ക്, നമ്മുടെ മക്കളിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഈ പ്രിവെൻഷൻ, അതായത് ജീവന്റെ മൂല്യം, ലൈംഗിക വിശുദ്ധി, ഇതൊക്കെ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമുക്ക് അബോർഷൻ ഒരു പരിധി വരെ നിർത്താൻ സാധിക്കത്തുള്ളൂ. നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഇപ്പം എത്രയോ നമ്മുടെ മക്കളാണ് സെക്സ് ബിഫോർ മാരേജ് കാരണം അബോർഷൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അവര് കല്യാണത്തിന് പ്രഗ്നന്റ് ആകുന്നു. നമ്മുടെ സമൂഹത്തെ വലിയ ഒരു മോശം കാര്യമായിട്ട് കാണുന്നു. മോശമാണ്, പക്ഷെ അത് സമൂഹം കുറച്ചും കൂടെ ഭയങ്കര മോശമായിട്ട് കാണിക്കുന്നു. അവരത് സ്വന്തം പേര് രക്ഷിക്കാനായിട്ട് പോയി അബോർഷൻ ചെയ്യുന്നു. ഓക്കെ, അപ്പം നമ്മുടെ കുട്ടികൾക്ക് ഈ ഒരു ബോധ്യം ലഭിച്ചിരുന്നെങ്കിൽ, ലൈംഗിക വിശുദ്ധി കാത്തിരുന്നെങ്കിൽ, അവർ ഈ സിറ്റുവേഷനിൽ എത്തിപ്പെടത്തില്ലായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ പ്രോ ലൈഫ് മിനിസ്ട്രി വി അണ്ടർസ്റ്റുഡ് വി കനോട്ട് വർക്ക് ജസ്റ്റ് ഓൺ അബോർഷൻ. നമ്മൾ ജീവന്റെ എല്ലാ മേഖലയിലും വർക്ക് ചെയ്യണം. ഓക്കെ, അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളതൊരു ടീൻസ് മുതൽ, ഓക്കെ, പിള്ളേർക്ക് അപ്രോപ്രിയേറ്റ് കൊടുക്കണം, പക്ഷെ അറ്റ്ലീസ്റ്റ് ടീൻസ് മുതൽ നമ്മൾ വളരെ ശക്തമായിട്ട് തന്നെ നമ്മുടെ ടീനേജ് പിള്ളേർക്ക് വളരെ ശക്തമായിട്ട് തന്നെ അവർക്ക് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കണം. അവിടുന്ന് യൂത്ത് അങ്ങനെ ആകുമ്പോഴത്തേക്ക് അവർ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിപ്പെടത്തില്ല. ഓക്കെ, അപ്പം
അപ്പൊ ഞാൻ എൻ്റെ അടുത്തൊരു ഇതിലേക്ക് ഇത് ആദ്യത്തെ കുറച്ച് സ്ലൈഡ് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുള്ളതായിരിക്കാം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ലോകം പഠിപ്പിക്കുന്ന കാര്യമുണ്ട്. കൾച്ചർ ഓഫ് ഡെത്ത് വെച്ചസ് കൾച്ചർ ഓഫ് ലൈഫ്. ലോകം പഠിപ്പിക്കുകയാണ് പോണോഗ്രഫി, ഓക്കെ, LGBTQ, സെയിം സെക്സ് റിലേഷൻഷിപ്സ്, പിന്നെ പ്രീമാരിറ്റൽ സെക്സ്, ഓക്കെ, കോൺട്രസെപ്ഷൻ, സ്റ്റെറിലൈസേഷൻ, അബോർഷൻ, മാസ്റ്റർബേഷൻ, സ്വയംഭോഗം ചെയ്യുക, അഡിക്ഷൻസ്, ഓക്കെ, അത് പുകവലിയായിരിക്കാം, മദ്യപാനായിരിക്കാം, അഡൽട്ടറി, അതായത് സെക്സ് ഔട്ട്സൈഡ് ഓഫ് മാരേജ്, യുത്തനേഷ്യ, മേഴ്സി കില്ലിങ്, IVF, ഇതെല്ലാം വളരെ ഇതിൽ പലതും ഇതൊക്കെ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിലൊന്നും ഒരു കുഴപ്പമില്ല എന്നാണ് നമ്മുടെ ലോകം നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പം സ്വയംഭോഗം ചെയ്യുക, അപ്പം നമ്മളുടെ ചിലപ്പം നമ്മുടെ ടീനേജ് പിള്ളേരുടെ അടുത്തൊക്കെ ഫ്രണ്ട്സ് ചോദിക്കും, എടാ നീ സ്വയംഭോഗം മാസ്റ്റർബേഷൻ ചെയ്യാറില്ലേ? നമ്മുടെ മക്കൾ പറയുകയാണ്, ഇല്ല. നീ എന്തൊരു മനുഷ്യനാ, നീയൊക്കെ ഒരു ആണാണോ? ഇതൊക്കെ വളരെ നോർമലാണ്. ചില സയൻസ് പറയുന്നുണ്ട് ആരോഗ്യത്തിന് നല്ലതാണ് എന്നൊക്കെ പറയുന്നത് നോർമലൈസ് ചെയ്യാണ് കൾച്ചർ. ഓക്കെ, അപ്പം പക്ഷെ ഇതൊന്നും അല്ല സത്യം. സഭ, നമ്മുടെ ക്രിസ്തീയ സഭ, ഞാൻ പഠിപ്പിക്കുന്നതെല്ലാം നമ്മുടെ ക്രിസ്തീയ സഭയുടെ ടീച്ചിങ്സ് ആണ്. മാത്രമല്ല സയൻസും ലോജിക്കും അതിനകത്തുണ്ട്. സഭ പഠിപ്പിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞത് റിലേറ്റിവിസം, അബ്സല്യൂട്ട് ട്രൂത്ത്. റിലേറ്റിവിസം എന്ന് പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിൽ ഓരോരുത്തരുടെ ശരിയും തെറ്റും തീരുമാനിക്കാം. സഭ പഠിപ്പിക്കുന്ന സത്യമായ കാര്യങ്ങളാണ്. അതായത് അബ്സല്യൂട്ട് ട്രൂത്ത്. അത് നിങ്ങൾ ഏത് രാജ്യത്താണെങ്കിലും റീജിയനിലാണെങ്കിലും സൊസൈറ്റിയിലാണെങ്കിലും അതിന്റെ പഠനങ്ങൾ മാറ്റാൻ പറ്റത്തില്ല. ഓക്കെ, അതാണ് സഭ പഠിപ്പിക്കുന്നത്. ഓക്കെ, വാട്ട് ഈസ് ലവ് ഞാൻ നേരത്തെ ക്ലാസ്സിൽ എടുത്തിരുന്നു. നമ്മുടെ യൂത്തിന് ഞങ്ങൾ കൊടുക്കുന്ന ഡേറ്റിംഗ് റിലേഷൻഷിപ്പിന്റെ കോർ കോൺസെപ്റ്റ് ആണ് ഈ ഒരു ഡെഫിനേഷൻ, വാട്ട് ഈസ് ലവ്. ഈ ഒരൊറ്റ ഡെഫിനേഷൻ കൊണ്ട് നമുക്ക് പല യൂത്തിനെയും അവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റിൽ നമുക്ക് വിടുതൽ കൊടുക്കാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ വാട്ട് ഈസ് ലവ്? ലവിന്റെ ഡെഫിനേഷൻ എന്താ? 2 പ്രാവശ്യം നിങ്ങളെ പഠിപ്പിച്ചിരുന്നു. പറയാം, വാട്ട് ഈസ് ലവ്? സ്നേഹം എന്തെല്ലാം എന്താകുന്നു? പല ഡെഫിനേഷൻസ് ഉണ്ട്. ഞാൻ സ്പെസിഫിക്കലി ഒരു ഡെഫിനേഷനാണ് ഞാൻ എടുത്ത് പറഞ്ഞിരുന്നത്. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഫെയ്ത്ത്ഫുൾ, ഫ്രൂട്ട്ഫുൾ. അത് ഒരു സെക്ഷുവാലിറ്റിയുടെ സഭയുടെ ടീച്ചിങ്. അതായത് യു ഷുഡ് ലവ് യുവർ സ്പൗസ് ലൈക്ക് ക്രൈസ്റ്റ് ലവ്ഡ് ദി ചർച്ച് എന്ന് പറഞ്ഞ സാക്രമെന്റ് ഓഫ് മാരേജിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ്. വാട്ട് ഈസ് ലവ് എന്ന് ഞാൻ വേറെ ഡെഫിനേഷനാണ് പറഞ്ഞിരുന്നത്. ഞാനിതിന് മുമ്പ് ഏതാ? ലൈക്ക് ഇതിന് മുമ്പ് ക്ലാസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു, ബട്ട് ക്യാൻ ഐ ഗിവ് ഇറ്റ് എ ട്രൈ ഓൺ ദ ഡെഫിനിഷൻ? ട്രൈ. It is sacrificial wanting of goodness of the other without expecting anything back. Maybe. Okay. It has some of the answers. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉത്തരം പറയത്തിൽ സന്തോഷമുണ്ട്. കാരണം അങ്ങനെയാണെങ്കിൽ ഇത് അറ്റൻഡ് ചെയ്യുന്ന പലരും അന്ന് അറ്റൻഡ് ചെയ്യാത്തവരായിരിക്കും. അപ്പോൾ നല്ല കാര്യമല്ലേ, നിങ്ങൾക്ക് ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും. എനിവേ, അപ്പം ലവിന്റെ പല ഡെഫിനേഷൻസ് ഉണ്ട്. യെസ്, അപ്പൊ ശ്രീജോ പറഞ്ഞു ഗുഡ് ഓഫ് അതേഴ്സ്. കറക്റ്റ്, അതാണ്. സെന്റ് തോമസ് അക്വിനാസ് പറയുന്നുണ്ട് ലവ് ഇസ് എഫക്റ്റീവ് വില്ലിംഗ് ദ ഗുഡ് ഓഫ് അനദർ. അതായത് സ്നേഹം എന്ന് പറഞ്ഞാൽ മറ്റൊരു വ്യക്തിയുടെ നന്മയെ കാക്ഷിക്കുന്ന എൻ്റെ ഡിസിഷനാണ്, എൻ്റെ പ്രവൃത്തിയാണ്. അതൊരു ഫീലിംഗ് അല്ല, ഒരു ഇമോഷൻ അല്ല, അതെന്റെ തീരുമാനമാണ്. ഞാൻ മറ്റൊരു വ്യക്തിക്ക് നന്മ മാത്രമേ ചെയ്യത്തുള്ളൂ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എക്സ്പ്ലനേഷൻ. ഞാനത് കല്യാണം കഴിഞ്ഞൊരു 7 വർഷമൊക്കെ ആയപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു, ചുമ്മാ ഇരുന്ന് ആലോചിക്കായിരുന്നു, ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നുണ്ടോ? ഓക്കെ, നമ്മൾ വിശ്വസിക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ടെന്ന്, പക്ഷെ അതിന് പ്രൂഫ് എല്ലാം ഉണ്ടോ? എൻ്റെ തോന്നലായിരിക്കാമല്ലോ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജീസസ് യൂത്തിൽ ഞങ്ങൾക്ക് ഫോർമേഷൻ കോഴ്സുകളുണ്ട്. അപ്പൊ ഫോർമേഷൻ എമാവൂസ് എന്ന് പറഞ്ഞ ഫോർമേഷൻ കോഴ്സിൽ ഞാൻ ഈ ഒരു കോൺസെപ്റ്റ് പഠിച്ചത്. അപ്പൊ എനിക്കത് ഭയങ്കര, കാരണം ഞാൻ എൻ്റെ ഭാര്യയുടെ നന്മയാണ് എല്ലാം ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പം ഐ ഡു ലവ് ഹെർ എന്നൊരു ബോധ്യം എനിക്ക് ആഴമായിട്ട് എൻ്റെ മനസ്സിലേക്ക് വന്നു. ഓക്കെ, ഇപ്പൊ നമുക്ക് ഈ ഒരു ഡെഫിനേഷന്റെ ബേസിലാണ് നമ്മൾ ഇനി ഇപ്പൊ നമ്മുടെ യൂത്തിന്റെ എല്ലാവരുടെയും പലൊരു ചോദ്യമാണ് ഡേറ്റിംഗ് റിലേഷൻഷിപ്സ് തെറ്റാണോ ശരിയാണോ? ഓക്കെ, ഞാൻ യൂഷ്വലി യൂത്തിന് ക്ലാസ് എടുക്കുമ്പോഴത്തേക്ക് ഞാൻ അവരെ ഗ്രൂപ്പായിട്ട് തിരിച്ച് അവർക്ക് ഈ ചോദ്യം കൊടുത്ത് അവർ ഉത്തരം പറയും. വളരെ ഇൻട്രസ്റ്റിംഗ് ആണത്. ഓക്കെ, അപ്പൊ നിങ്ങളോട് ചോദിക്കാം, ഒരു ഡേറ്റിംഗ് അല്ലെങ്കിൽ ഒരു ലവ് റിലേഷൻഷിപ്പ് തെറ്റാണോ ശരിയാണോ? നിങ്ങൾ ഉത്തരം പറയാമോ? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇപ്പൊ യൂത്ത് ആണെങ്കിൽ അവരെല്ലാരും പറയും ശരിയാണ്. യൂത്ത് ആരും തെറ്റാന്ന് പറയുന്നത് സമാധാനം കളയുന്ന ഏർപ്പാടാ. ഓക്കെ, അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല. പറഞ്ഞു. എന്ന് പറഞ്ഞ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അത് നല്ല രീതിയിലാണെങ്കിൽ എന്നുള്ള അഭിപ്രായമാണ്. നല്ല രീതിയിലാണെങ്കിൽ ഓക്കെ, ഉറപ്പുണ്ടോ നല്ല രീതിയിലായിരിക്കുന്നത്?
ഓക്കെ. അല്ല അല്ല പേഴ്സണലി ചോദിച്ചത് ചോദിച്ചതേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. റോങ് ആണെന്ന് റോസ്ലിൻ പറയുന്നു. നിങ്ങൾ പടപടയെന്ന് പറയാം. യെസ്, ഗുഡ് ഓർ ബാഡ്, അത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടല്ലേ. ടേക്കൺ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ലീഡിങ് ടു മാരേജ് വിത്തൗട്ട് സെക്ഷൽ ഇമ്മോറാലിറ്റി. ഓക്കെ ഫ്രാൻസിസ്, then it is good. ഓക്കെ, നൈസ്. അപ്പൊ ഞാൻ യൂത്ത് ക്ലാസ് എടുക്കുമ്പോൾ അവരോട് ചോദിക്കും എങ്ങനെ ശരിയാണോ? ഓക്കെ, നിങ്ങളുടെ പറ, ശരിയാണോ തെറ്റാണോ പറഞ്ഞോ പെട്ടെന്ന്. അക്കോർഡിംഗ് ടു ദ ഇന്റൻഷൻ ആൻഡ് തെറ്റാണ്. ഓക്കെ. വിശുദ്ധിയോടെയുള്ള പ്രേമം കുഴപ്പമില്ലല്ലോ. ഒരു കുഴപ്പമില്ല, നല്ല കാര്യം. വളരെ നല്ല കാര്യം. വിശുദ്ധിയുടെ ആയിരിക്കണം എന്നുള്ള, പക്ഷെ അതാണ് എല്ലാരും വിശുദ്ധിയില്ല തുടങ്ങുന്നത്, പിന്നെ അവിശുദ്ധിയായിട്ട് മാറുന്നേ ഉള്ളു. പറഞ്ഞു റോങ് വേ. ഓക്കെ ഫൈൻ. അപ്പൊ നമ്മൾ യൂത്തിൽ എടുക്കുമ്പോൾ അവർ പലരും, ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്. അപ്പം രണ്ടാമത്തെ ചോദ്യം, ശരി, നമ്മൾ യൂത്തിനോട് ചോദിക്കും, അവർ നോർമലി ഉത്തരം പറയുന്നത് ഇഫ് ഗോഡ് ഈസ് ഫസ്റ്റ് ഇൻ റിലേഷൻഷിപ്പ് ദെൻ ഇറ്റ് ഈസ് ഗുഡ്. ഓക്കെ ഓക്കെ. ജേക്കബ് ലവ്ഡ് ലിയ. ഓക്കെ, ജേക്കബ് ലവ്ഡ് ലിയ ബിഫോർ മാരേജ് ആൻഡ് വാസ് പേഷ്യന്റ്ലി വെയിറ്റിംഗ് ടു മാരി ഹെർ. ഓക്കെ ഫൈൻ, ശരി. കൊള്ളാം. അപ്പം അവരെല്ലാരും പറയും വളരെ റെയർ ആയിട്ട്, ഞാനിപ്പോ ഒരു അറ്റ്ലീസ്റ്റ് ഓർ എ പീരീഡ് ഓഫ് മെനി ഇയേഴ്സ്, ഒരു 10,000 യൂത്തിനടുത്തെങ്കിലും ഈ സെഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, പല സമയങ്ങളിലായിട്ട്, ഓർ എ പീരീഡ് ഓഫ് പല വർഷങ്ങളായിട്ട്. ഇതില് ഒരു വിരലുള്ള ഒരു 10-20 ആൾക്കാരെ മാത്രമേ പറഞ്ഞിട്ടുള്ളത് തെറ്റാന്നുള്ളൂ. ബാക്കി എല്ലാവരും അത് യൂത്ത് വിശ്വസിക്കുന്നത് ശരിയാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്കിത് ശരിയാണെന്നിരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ശരിയാണെന്നൊരു ഉത്തരം ഇരിക്കട്ടെ. ഓക്കെ, ഞാൻ ഉത്തരാന്നല്ല പറയുന്നത്, അങ്ങ് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇത് എപ്പോ തുടങ്ങാം, അതാണ് അടുത്ത മെയിൻ ചോദ്യം. ശരിയാണെന്നാണ് നമ്മളൊരു ഉത്തരം ഇപ്പൊ തൽക്കാലം പറയുന്നതെങ്കിൽ, ഈ ഒരു ഡേറ്റിംഗിലെ ലവ് റിലേഷൻഷിപ്പ് എപ്പോ തുടങ്ങാം? അടുത്ത ചോദ്യം. സ്വന്തമായിട്ടൊരു ജീവിതം മെച്ചപ്പെടുത്തി എടുക്കാൻ പറ്റുമെന്നുള്ള പക്വതയും പാകതയും അതിനുള്ള പാങ്ങും വന്നു കഴിയുമ്പോൾ തുടങ്ങാം. ഓക്കെ, കൊള്ളാം. ഓക്കെ, സ്വന്തമായിട്ട് ജീവിതം നിൽക്കാനുള്ള കെൽപ്പുള്ളപ്പോ തുടങ്ങാം. ഓക്കെ, കുറച്ച് താമസമുണ്ട്, കുഴപ്പമില്ല. പിന്നെ വേറെ എപ്പോ തുടങ്ങാം? നമുക്ക് ജീവിതത്തിലൊരു തുണ വേണമെന്ന് തോന്നുമ്പോ നമുക്ക് തുണ വേണമെന്ന് തോന്നിയില്ലേ കുഴപ്പമില്ല. ഓക്കെ. ആഫ്റ്റർ മാരേജ്, എൻ്റെ അമ്മോ. ഓക്കെ, ആഫ്റ്റർ മാരേജ്. ഓക്കെ, ഞാൻ പേര് പറയുന്നില്ല, എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. ഒരു വ്യക്തി അയച്ചാണ് ആഫ്റ്റർ മാരേജ് നമുക്ക് സ്നേഹം തുടങ്ങാം. ഓക്കെ. വേറെ ഇപ്പൊ ഇതിൽ യൂത്ത് കുറവാന്ന് വിചാരിക്കുന്നു. യൂത്ത് ഉണ്ടായിരുന്ന അവരുടെ ഉത്തരം എന്നൊക്കെയാണെന്നറിയാവോ? സ്നേഹം എന്നാ ബ്ലൈൻഡ് ആണ്, അതെപ്പോ വേണോ തുടങ്ങാം. ഇത് നമുക്ക് പറയാൻ പറ്റത്തില്ല, അത് അങ്ങ് തുടങ്ങുകയാണ്. ഓക്കെ, അത് ഇപ്പൊ ഒരു മച്യൂരിറ്റി എത്തുമ്പോൾ തുടങ്ങാം. നോർമലി കേൾക്കുന്ന ഉത്തരം മച്യൂരിറ്റി എത്തുമ്പോൾ തുടങ്ങാം, 18 വയസ്സ് ആകുമ്പോൾ തുടങ്ങാം. അങ്ങനെ പല ഉത്തരങ്ങൾ നമുക്ക് കിട്ടും. ഡിസിഷൻ എടുത്തു കഴിഞ്ഞ്. ഓക്കെ ഓക്കെ ഫൈൻ. ഓക്കെ, ശരി. ശരി, വേറൊരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ. ഈ നമുക്ക് ഒരു സോൾമേറ്റ് ഉണ്ടെന്ന, സോൾമേറ്റ് അല്ലേ, എൻ്റെ ഭാര്യ എൻ്റെ സോൾമേറ്റ് ആണ് അല്ലേ. അപ്പം നമുക്ക് ഈ സോൾമേറ്റിനെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? അതൊരു വലിയ ചോദ്യമാണ്. നമ്മുടെ ഈ സോൾമേറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? മാറിപ്പോയി പണി കിട്ടും അല്ലേ. അപ്പൊ നമ്മൾ ഈ സോൾമേറ്റിനെ എങ്ങനെ കണ്ടുപിടിക്കും? അങ്ങനെ ഒരു ടിപ്സ് ട്രിക്ക് എല്ലാം ഉണ്ടോ? നമ്മുടെ സോൾമേറ്റ് ചിലപ്പോൾ ആഫ്രിക്കയിലായിരിക്കും, ഉഗാണ്ടയിലേക്ക്, നമ്മൾ എങ്ങനെ അറിയുന്ന സംഭവം? നമ്മൾ ഈ സോൾമേറ്റിനെ പല യൂത്തും ചോദിക്കുന്ന ചോദ്യമാണ്, എങ്ങനെയാണ് സോൾമേറ്റ്, ചേട്ടാ ഈ സോൾമേറ്റ് നമ്മൾ എങ്ങനെ, നമുക്ക് കറക്റ്റ് സോൾമേറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? അതിനുത്തരം പറയാമോ? പ്രയർ. ഓക്കെ, സോൾമേറ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ക്രിസ്ത്യാനിറ്റിയിൽ ഉണ്ടോ? ക്രിസ്ത്യാനിറ്റിയിൽ ഉണ്ടോ? ഓക്കെ, അത് ചോദ്യമാണ്. ഓക്കെ, ഞാൻ അതിലേക്ക് പിന്നെ വരാം. നമുക്ക് തൽക്കാലം സോൾമേറ്റ്, ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. ഉണ്ടോ എന്നുള്ള ചോദ്യം നമുക്ക് അഡ്രസ് ചെയ്യാം. അല്ല, സോൾമേറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ശരിക്കും പറഞ്ഞ ഒരു ഇമാജിനറി കോൺസെപ്റ്റ് അല്ലേ. ഇപ്പൊ ആണോ? ഒരു ഓക്കെ. റിലേഷൻഷിപ്പ്, അതിനെ ബേസ് എനിക്ക് തോന്നിയ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. റെസ്പെക്ട് ദ ഡിഫറൻസ് ആൻഡ് അക്സെപ്റ്റ് റെസ്പെക്ട് ദ ഡിഫറൻസ് ആൻഡ് അക്സെപ്റ്റ് അതായത് തുല്യതകൾ ഉള്ളതിനെ അംഗീകരിക്കുകയും വിരോധാഭാസം ഉള്ളതിനെ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് പോകാം എന്നുള്ളതല്ലേ. അതിനൊരു പർട്ടിക്കുലർ സോൾമേറ്റിന്റെ ഒരു കോൺസെപ്റ്റ് വേണം എന്നുള്ളതാണ്. നല്ല. ഓക്കെ, അതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞേക്കാം. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നോക്കട്ടെ. എന്നോട് പേഴ്സണലി അയച്ചാൽ നോക്കിക്കോട്ടെ. സോൾമേറ്റ് ഈസ് എ ട്രെൻഡ് സെറ്റിംഗ് വേർഡ്. ഐ തിങ്ക് ആദിയിൽ നമുക്ക് വേണ്ടി ദൈവം ഒരാളെ സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ. ഉണ്ട്. ഓക്കെ ഓക്കെ, ശരി. ഓക്കെ, അപ്പം ശരിക്കും പറഞ്ഞാല് സോൾമേറ്റ് എന്നൊരു കോൺസെപ്റ്റ് ഇല്ല, അതാണ് എൻ്റെ സത്യം. ഓക്കെ, നമ്മള് പ്രാർത്ഥനാപൂർവം
ആരെ വിവാഹം കഴിക്കുന്നു ആ വ്യക്തിനെ ദൈവം നമ്മുടെ സോൾമേറ്റ് ആക്കും. അതാണ് അതിന്റെ സത്യം. ഓക്കെ, അങ്ങോട്ട് നമ്മൾ കഷ്ടപ്പെട്ട് സോൾമേറ്റിനെ കണ്ടുപിടിക്കാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ പ്രാർത്ഥനാപൂർവ്വം പ്രാർത്ഥിച്ച് ഒരുങ്ങി ആരെ വിവാഹം കഴിക്കുന്നു ദൈവം ആ വ്യക്തിനെ നമ്മുടെ സോൾമേറ്റ് ആക്കും. ഓക്കെ, പിന്നെ അപ്പം ഇനി നമുക്ക് ഈ ലവിന്റെ കോൺസെപ്റ്റിലേക്ക് വരാം. അപ്പം നമുക്ക് ഇപ്പം പല യൂത്ത് എടുക്കുമ്പോൾ അവർ പറയുന്നതാണ് അവർക്ക് കോളേജിൽ തുടങ്ങാം അല്ല സ്കൂളിൽ തുടങ്ങാം. അപ്പൊ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യങ്ങൾ ചോദിക്കാം. ഈ ഡെഫിനേഷൻ നിങ്ങൾ എഗ്രി ചെയ്യുന്നു? എല്ലാവരും ഡെഫിനേഷൻ എഗ്രി ചെയ്യുന്നു. അതായത് സ്നേഹം എന്ന് പറയുന്നത് മറ്റൊരു വ്യക്തിയുടെ നന്മയെ കാംക്ഷിക്കുന്നതാണ്. ഓക്കെ, അതാണ് സ്നേഹം. ഓക്കെ, ഓക്കെ, അപ്പം നമ്മളെ പ്രവൃത്തിയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ആ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ സാറിന് ഒരു പ്രേമബന്ധം തുടങ്ങുന്നത് സ്കൂളിലായിരിക്കാം അല്ലെ കോളേജിലായിരിക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു എക്സ്പ്ലനേഷന്റെ ബേസിസിൽ ആ ഒരു ബന്ധത്തെ നമുക്ക് വിശകലനം ചെയ്യാം. ഓക്കെ, ഞാൻ പറയുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ പിള്ളേർക്കും ബാക്കിയുള്ള യൂത്തിനും പഠിപ്പിക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ഓക്കെ, അപ്പം ആദ്യത്തെ ചോദ്യം, നമ്മളൊരു പ്രേമബന്ധത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുമോ? നോ. ഓക്കെ, പറ്റും. ഓക്കെ, പഠിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഏതാ? പറ്റും. ഓക്കെ, ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ചിലർ പറയുന്നതാണ്, ചേട്ടാ എനിക്ക് എൻ്റെ കോളേജിൽ ഇന്ന ഒരു കപ്പിളുണ്ട്, അവര് വർഷങ്ങളായിട്ട് വളരെ ചാസ്റ്റിറ്റിയിലും പ്യൂരിറ്റിയിലും സ്നേഹിച്ച് നന്നായിട്ട് ജീവിക്കുന്നു. സത്യമായിരിക്കാം. നമ്മളൊരു കോൺസെപ്റ്റ് ലോകത്തിൽ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ആ കോൺസെപ്റ്റ് മജോറിറ്റി ഔട്ട്കം എടുത്തിട്ടാണ് കോൺസെപ്റ്റ് പഠിപ്പിക്കുന്നത്. ഒരു മൈനോറിറ്റി ഔട്ട്കം എടുത്തിട്ട് ഞാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പണി വാളും. ഓക്കെ, അപ്പൊ നമ്മൾ മജോറിറ്റി ഔട്ട്കം എടുത്തിട്ടാണ് കോൺസെപ്റ്റ് പഠിപ്പിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ചുറ്റുവട്ടമെല്ലാം നോക്കുക. നിങ്ങൾ കണ്ടിട്ടുള്ള മജോറിറ്റി ആൾക്കാർക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട് പ്രേമബന്ധത്തില്? ഇല്ല. അതാണ് സത്യം. നന്നായിട്ട് പഠിക്കാൻ പറ്റത്തില്ല. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, ഒരു പ്രേമബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ചിലരൊക്കെ പ്രാർത്ഥിച്ച് വിശുദ്ധിയിൽ കാണുമെന്ന് പറഞ്ഞാണ് ഇറങ്ങുന്നത്. ഓക്കെ, ശരിയാണ്. എത്ര പേർക്ക് വിശുദ്ധി അവസാനം വരെ കാത്തു സൂക്ഷിക്കാൻ പറ്റുന്നുണ്ട്? അല്ലെങ്കിൽ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് അല്ലെ ഒരു ഫിസിക്കൽ ഇന്റിമസിയിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണോ അല്ലയോ? ഞാൻ പറഞ്ഞ അഗൈൻ ഡിപ്പെൻസ് ഓൺ പേഴ്സൺ പറയുമ്പോൾ ഞാനിപ്പോ ചോദിക്കുന്നത് നിങ്ങളുടെ കാര്യമല്ല, മജോറിറ്റി എന്താണ് സംഭവിക്കുന്നതാണ് ഞാൻ ചോദിക്കുന്നത്. ഓഫ് കോഴ്സ് കൂടുതലാണ്, വളരെ കൂടുതലാണ്. നമ്മൾ കാണുന്ന മജോറിറ്റി ആൾക്കാർ സെക്ഷൽ റിലേഷൻഷിപ്പിലേക്ക് ഏർപ്പെടും. ഓക്കെ, ഓഫ് കോഴ്സ് അത് കൂടുതലാണ്. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം, നമ്മൾ പ്രേമിക്കുമ്പോൾ നമ്മളെ വീട്ടിലൊക്കെ പറഞ്ഞ് പെർമിഷൻ വാങ്ങിച്ചിട്ടാണോ പ്രേമിക്കുന്നത്, അതോ ഒളിച്ചും പാത്തും നിങ്ങളാണ് പ്രേമിക്കുന്നത്? രണ്ടു തരമുണ്ട്. മജോറിറ്റി അഗൈൻ മജോറിറ്റിയാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ മൈനോറിറ്റി എടുക്കില്ലേ? Exactly the first one. ഓഫ് കോഴ്സ് ഒളിച്ചും പാത്തും പതുങ്ങിയാണ് പ്രേമിക്കുന്നത്. ഓക്കെ, ആരും പറയത്തില്ല. ഓക്കെ, നാലാമത്തെ ചോദ്യം, ഈ ഒരു പ്രേമത്തിൽ കയറി കഴിഞ്ഞാൽ ഒരു തകർച്ച അല്ലെങ്കിൽ ഹാർട്ട് ടേക്ക്, ഒരു ബ്രോക്കൺനെസ് വരാനുള്ള ചാൻസ് കൂടുതലാണോ കുറവാണോ? കൂടുതലാണ്. എന്തോരം നല്ല കാര്യങ്ങളാണ് നടക്കുന്നത് പ്രേമത്തില്. പഠിക്കാൻ പറ്റത്തില്ല, സെക്ഷൽ റിലേഷൻഷിപ്പിലേക്ക് പോകും, വീട്ടിൽ പറയത്തില്ല, ഒളിച്ചും പാത്തും പതുങ്ങി ചെയ്യും. പിന്നെ എൻ്റെ ഒരു ആത്മീയ തകർച്ച അല്ലെങ്കിൽ ഒരു ബ്രോക്കൺനെസ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. സോ മെനി ഗുഡ് തിങ്സ് ഹാപ്പനിങ് ഇൻ ദ നെയിം ഓഫ് ലവ്, വെർ വി അഗ്രീഡ് ദ ഡെഫിനേഷൻ ഓഫ് ലവ് ഇസ് ഡൂയിങ് ദ ഗുഡ് ഫോർ അതർ. മറ്റുള്ള വ്യക്തിക്ക് അല്ലെ എനിക്ക് നന്മ ചെയ്യുന്നത് കാംക്ഷിക്കുന്നതാണ് സ്നേഹം. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് നന്മയാ വരുന്നത്? അപ്പൊ ശരിക്കും നന്മയാണ് കാംക്ഷ. അപ്പം ഇത്രയും തിന്മ അല്ലെങ്കിൽ നെഗറ്റിവിറ്റി ഈ ഒരു ബന്ധത്തിൽ നിന്ന് വരികയാണെങ്കിൽ അതിനെ നമുക്ക് ലവ് അല്ല സ്നേഹം എന്ന് വിളിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഒരിക്കലും പറ്റത്തില്ല. കുറെയൊക്കെ ലസ്റ്റ് ആയിരിക്കാം, സെൽഫിഷ്നെസ് ആയിരിക്കാം. ഓക്കെ, ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞ് സ്നേഹിക്കുന്നത് തെറ്റാണെന്നാണ് ഞാൻ പറയുന്നത്? ഒരിക്കലുമല്ല. ഓക്കെ, ഞാൻ പറയുന്നത് നമ്മള് കല്യാണത്തിന്റെ കോണ്ടെക്സ്റ്റിലായിരിക്കുമ്പോൾ, ഞാനിപ്പോ ജോലി കിട്ടി,
എനിക്ക് ജോലി കിട്ടണം നിർബന്ധമില്ല. അപ്പൊ എനിക്ക് എന്റെ വീട്ടിൽ സാമ്പത്തികം കൊണ്ട് ഞാൻ കല്യാണപ്രായം എത്തി, അല്ലെങ്കിൽ നമ്മുടെ നോർമൽ സർക്കംസ്റ്റാൻസ് ഞാൻ പറയുമ്പോൾ എനിക്ക് ജോലി കിട്ടി, വിവാഹപ്രായം എത്തി, എനിക്ക് കല്യാണം കഴിക്കാൻ സമയം എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഓഫീസിലുള്ളൊരു അല്ല എൻ്റെ പള്ളിയിലുള്ള ഒരു പെങ്കൊച്ചിനെ കണ്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഞാൻ വീട്ടുകാരോട് എനിക്ക് പെണ്ണെ ഒന്ന് ഇഷ്ടപ്പെട്ടു, ഞങ്ങളൊന്ന് കുറച്ചാളോട് സംസാരിക്കാൻ പോവാണ്. ഞാൻ വിതിൻ ദ ഫിസിക്കൽ ബൗണ്ടറീസ്. ഓക്കെ, അതായത് ഒരു ഫിസിക്കൽ ഇന്റിമസി ഒന്നും ഇല്ലാതെ അല്പകാലത്തേക്ക് മേ ബി ഒരുപാട് ഞാൻ പറഞ്ഞത് 6 മാസമൊക്കെ നമ്മൾ ഒരു ബൗണ്ടറി ഇട്ട് ആ വ്യക്തിനെ കാണാൻ മനസ്സിലാക്കാനായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നതിൽ തെറ്റില്ല. ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പൊ അല്പകാലത്തേക്ക് നമുക്ക് വിവാഹം കഴിക്കാൻ പറ്റുന്ന വ്യക്തിയാണോ എന്നറിയാൻ വേണ്ടി ഒരു 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 ഡേറ്റിംഗ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലേക്ക് ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷെ അവിടെയും റിസ്ക് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതൊരു കമ്പാരിറ്റീവ്ലി ലോവർ റിസ്ക് ആണ്. ഓക്കെ, നമ്മൾ കുറച്ചുകൂടെ മെച്ചുവേർഡ് ആണ്. അപ്പൊ അങ്ങനെ പ്രേമിച്ചു കിട്ടണമെന്നല്ല ഞാൻ പറഞ്ഞത്. എൻ്റെ ഒരു അറേഞ്ച് മാരേജ് ആയിരുന്നു. ഓക്കെ, അപ്പം ഞാൻ അതിന് പക്ഷെ അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ലെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഓക്കെ, അപ്പം ആൾക്കാരോട് ചോദിക്കും, എൻ്റെ യൂത്ത് ചോദിക്കാറുണ്ട്, ചേട്ടാ ഈ ഫിസിക്കൽ ഇന്റിമസി നമുക്ക് ഹൗ ഫാർ വി ക്യാൻ ഗോ, നമുക്ക് അത് എന്തുവരെ പോകാം, അതാണല്ലോ അടുത്ത പ്രശ്നം. ഓക്കെ, ചോദിക്കും ചേട്ടാ കിസ് ചെയ്യാമെന്ന് ചോദിക്കും. എൻ്റെ പോലെ കിസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, വി കൻ നോട്ട് ഡു എനിത്തിങ് വിച്ച് ക്രിയേറ്റ്സ് എ സെക്ഷൽ എറോസൽ. ഒരു ലൈംഗിക എറോസൽ ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയും ചെയ്യാൻ പറ്റത്തില്ല. സിമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ഒരു നല്ല ഫ്രണ്ടുമായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാമോ അങ്ങനത്തൊക്കെ നിങ്ങൾ ചെയ്തു. നല്ലൊരു സുഹൃത്തായിട്ട് ഇപ്പൊ നിങ്ങളൊന്ന് ഒന്ന് കൈ പിടിച്ച് നടന്നു, അല്ലെങ്കിൽ ഓക്കെ അങ്ങനെ പറയുമല്ല, ഒരു നല്ല സുഹൃത്തായിട്ട് എന്തൊക്കെ നിങ്ങൾ നോർമലി ചെയ്യാൻ പറ്റുന്നുണ്ടോ അതൊന്നും ചെയ്തതിന് കുഴപ്പമില്ല. പിന്നെ പ്രൈവറ്റ് ഒക്കേഷൻസ് അവോയ്ഡ് ചെയ്യുക. ഓക്കെ, അങ്ങനത്തെ പിന്നെ ഒരു സെക്ഷൽ അല്ല, ഓപ്പർച്യൂണിറ്റീസ് ടു സിൻ നമ്മൾ അവോയ്ഡ് ചെയ്യുക. അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. ഫിസിക്കൽ ബൗണ്ടറി കീപ്പ് ചെയ്യുക. ഒത്തിരി കാലത്തേക്ക് നീണ്ടുപോകുന്നു നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അല്പകാലം, അത് ശരിയോ തെറ്റോ എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ പറയുന്ന പല കാര്യങ്ങളും ആ റിസ്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറയുന്നതാണ് അല്പകാലത്തേക്ക്. ഓക്കെ, അപ്പൊ അങ്ങനെ അല്പകാലത്തേക്ക് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ കയറുന്നതിൽ തെറ്റുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാനുള്ള ചോദിക്കാം. ഇപ്പൊ അല്ല, പിന്നെ വേണേൽ ചോദിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഇനി അടുത്തത് എന്നാ ഈ ഒരു ഓക്കെ, ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ സമയം നമ്മൾ പോകുമ്പോൾ നമുക്ക് അതിനകത്ത് ഒരു ഫിയറിന്റെ ആവശ്യമില്ല. ഇനി നമ്മളിപ്പം ഒരു ഫിസിക്കൽ അല്ല സെക്ഷൽ റിലേഷൻഷിപ്പിലേക്ക് വരികയാണ്, അതിന്റെ ഇമ്പാക്ട് എന്താ നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് നിങ്ങൾ അപ്പനോടാണോ അമ്മയോടാണോ കൂടുതൽ ഒരു അറ്റാച്ച്മെന്റ് ബോണ്ടിങ് ഉള്ളത്? ആരോടാണ്? അമ്മയോടും അമ്മയോട് ആൺകുട്ടികൾക്ക് അമ്മയോടും പെൺകുട്ടികൾക്ക് അച്ഛനോടും ആയിരിക്കണം. ഞാൻ നിങ്ങളുടെ കാര്യം ചോദിച്ചുള്ളൂ, ബാക്കിയുള്ള കാര്യം പറയണ്ട. ഓക്കെ, നിങ്ങളുടെ കാര്യം പറഞ്ഞു. നിങ്ങൾക്ക് ആരോടെന്ന് പറഞ്ഞാൽ മതി. അമ്മയോട്. അമ്മച്ചി. അമ്മയോട്. ഓക്കെ, അമ്മയോട്. അപ്പൊ ഈ നിങ്ങൾക്ക് എന്താണ് ഈ അമ്മയോട് മജോറിറ്റി ആൾക്കാർക്ക് ഒരു അറ്റാച്ച്മെന്റ് തോന്നാൻ കാരണം? അതിന്റെ കാരണം തന്നെ ആലോചിച്ചിട്ടുണ്ടോ? ചോദിച്ചതിന് ഒരു നോ കൂടുതലും കിട്ടാത്ത അമ്മയുടെ അടുത്ത് നിന്നായിരിക്കും. ഓക്കെ, ലിൻഡ ആൻസർ പറഞ്ഞു. അത് ചുമ്മാ ഒന്നുമല്ല. ചിലർ പറയും അമ്മ ഭയങ്കര സോഫ്റ്റ് ആണ്, അമ്മ നന്നായിട്ട് സംസാരിക്കും. ഞാൻ വയ്ക്കും അമ്മ ഇപ്പോഴും വീട്ടിലുണ്ട്. ഞാൻ വയ്ക്കും പാവം അപ്പൻ വീട് നോക്കാനായിട്ട് വെളിയിൽ പോയി ജോലി ചെയ്യുന്നത്, മക്കള് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ സംഗതി അതൊന്നുമല്ല. സംഗതി ഈ പറഞ്ഞ സാധനമാണ് ഓക്സിറ്റോസിൻ. ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞ ഒരു ഹോർമോൺ ഉണ്ട്. അത് തെറ്റെങ്കിലും ഉണ്ട്, എന്റെ പറഞ്ഞ കറക്റ്റ് ഉത്തരം. ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞ ഹോർമോൺ പ്രഗ്നൻസിയിൽ റിലീസ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ്. ഓക്കെ, ആ ഹോർമോൺ എന്ന് പറഞ്ഞാൽ ബോണ്ടിങ് അല്ല, ലവ് ഹോർമോൺ എന്നാണ് പറയുന്നത്. ഇത് അമ്മയുടെയും കുഞ്ഞിന്റെയും ബ്രെയിനിൽ റിലീസ് ആവും. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഹോർമോൺ ആൾക്കാരെ തമ്മിൽ ബോണ്ട് ചെയ്യിക്കുന്നത്. അപ്പൊ ആ ഹോർമോണിന്റെ ഇമ്പാക്ട് കാരണമാണ് അമ്മയും കുഞ്ഞും തമ്മിൽ എപ്പോഴും ഒരു ബന്ധം കൂടുതൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഈ സെയിം ഹോർമോൺ ഒരു സെക്ഷൽ ആക്ടിലും റിലീസ് ആവും. ആരൊക്കെ തമ്മിൽ ഒരു ഫിസിക്കൽ ഇന്റിമസി, ഒരു ഓർഗാസം, സെക്ഷൽ ആക്ടിവിറ്റിയിലേക്ക് പോകുന്നു, അവർ തമ്മിൽ ഈ ഒരു ഹോർമോൺ റിലീസ് ആവും. ഓക്കെ, അപ്പോഴത്തേക്ക് ഒരു സെക്കൻഡ്.
സോറി മോള് ഫുട്ബോൾ ഉണ്ടാക്കി. ഓക്കെ ഓക്കെ. അപ്പൊ ഈ ഹോർമോണിന്റെ റിലീസിലാണ് അപ്പൊ ഈ സെയിം ഹോർമോൺ സെക്ഷൽ ആക്ടിവിറ്റിയിലും റിലീസ് ആവും. അങ്ങനെ ലവ് ഹോർമോൺ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഹോർമോൺ അറിയത്തില്ല ഞാൻ സെക്സ് ചെയ്യുന്ന വ്യക്തി എന്റെ ഭാര്യയാണ് ഭർത്താവാണെന്നുള്ളൂ. നമ്മൾ ആരായിട്ട് സെക്സ് ചെയ്താലും ഈ ഹോർമോൺ കയറി ബോണ്ട് ചെയ്യും. ഓക്കെ. അപ്പോഴത്തേക്ക് ഇപ്പൊ ഞാനിപ്പം എനിക്കിപ്പോ ഒരു ഫോർ എക്സാമ്പിൾ ഞാനൊരു സെല്ലോ ടേപ്പ് എടുത്തു, ഒരു പുതിയ സെല്ലോ ടേപ്പ് എടുത്ത് ഞാൻ എൻ്റെ ഈ ഒരു ഫിംഗറിൽ ഇടുകയാണ്. ഓക്കെ. അപ്പൊ ഇട്ട് കഴിഞ്ഞാൽ അവിടെ അതിന്റെ പശ കൂടുതലാണ്, അപ്പൊ അതിന്റെ ഗ്ലൂ സ്ട്രോങ് ആണ്. ഞാനത് ഉരുമിച്ചിരി വേദന എടുക്കും, കുറച്ച് പാടാണ്. അടുത്ത എൻ്റെ വിരലിലേക്ക് ഇട്ടു, കുറച്ചും കൂടെ പശ കുറവാണ്. ഒരു 3-4 വിരൽ കഴിയുമ്പോൾ അതിനകത്ത് വലിയ പശയൊന്നും കാണത്തില്ല അല്ലേ? സെക്സ് ഇതുപോലെ തന്നെയാണ്. എനിക്കൊരു 3-4 ഗേൾഫ്രണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, ഒരു 20% ബോണ്ടിങ് ഒരു പെണ്ണായിട്ട്, 30% വേറൊരു പെണ്ണായിട്ട്, 40% വേറെ പെണ്ണായിട്ട്. അപ്പൊ ഇങ്ങനെ അവസരം കല്യാണം കഴിക്കുന്ന സ്ത്രീയായിട്ട് എനിക്ക് വലിയ ബോണ്ടിങ് ഒന്നും കാണത്തില്ല. ഓക്കെ. അപ്പൊ നമ്മൾ ഈ അമേരിക്കയിലൊക്കെ നോക്കുകയാണെങ്കിൽ അമേരിക്കയിലൊക്കെ അവരുടെ എന്ത് മാരേജ് സിസ്റ്റം ആണ്? അറേഞ്ച് മാരേജ്, ലിവ് ഇൻ റിലേഷൻ, എന്താണ് ലവ് റിലേഷൻ, എന്താണ് അവരുടെ നോർമൽ മാരേജ് സിസ്റ്റം? ലിവിംഗ് റിലേഷൻ. കറക്റ്റ്, ലിവ് ഇൻ റിലേഷൻഷിപ്പ് ആണ്. അപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ അവരായ്മ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യും. ടെസ്റ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ അവരാദ്യം ഒരു വ്യക്തിയായിട്ട് ലിവ് ഇൻ ചെയ്ത് എല്ലാം ഫിസിക്കൽ ഇന്റിമസി ഒക്കെ നോക്കിയിട്ട് കുറച്ചൊരു 5-6 മാസം കഴിയുമ്പോൾ അടുത്ത ആളുടെ അടുത്ത് പോകും. അങ്ങനെ 2-3 വർഷം കഴിയുമ്പോഴത്തേക്ക് കുറെ ആൾക്കാരൊക്കെ മാറി അവസാനം ഒരു വ്യക്തിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അവരെ കല്യാണം മൈ ലവ് എന്നൊക്കെ പറഞ്ഞ് കല്യാണം കഴിക്കും. 1 വർഷം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഡിവോഴ്സ്. ഡിവോഴ്സ്. കറക്റ്റ്. ഞാൻ ഇന്നാളെ പഠിച്ച സ്റ്റാറ്റിസ്റ്റിക്സിൽ 50% അവിടുത്തെ ഡിവോഴ്സ് റേറ്റ്. ഓക്കെ. അപ്പൊ എന്താ കാരണം? പ്രശ്നം എന്താ? ഈ ബോണ്ടിങ് ഇല്ല. ബോണ്ടിങ് ഒക്കെ പണ്ടേ പോയി കിടക്കുക. ഓക്കെ. അപ്പം ചില വിദ്വാന്മാരുണ്ട്, ചില വിദ്വാന്മാർ ചോദിക്കും നമ്മളോട്, ചേട്ടാ അങ്ങനെയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് സെക്സ് ചെയ്ത എന്റെ ഗേൾ ഫ്രണ്ടിനെ തന്നെ ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ നല്ല ബോണ്ടിങ് ഉണ്ടാവുമല്ലോ, അപ്പൊ കുഴപ്പമുണ്ടോ? നല്ല ചോദ്യമാണ്. ഓക്കെ. അപ്പം 2 ഉത്തരങ്ങളാണുള്ളത്. ഒന്ന്, ആയിക്കോട്ടെ, നീ ഒരു പെണ്ണിന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ട് സെക്സ് ചെയ്തു, നീ കല്യാണം കിട്ടുന്നതിന് വരെ ജീവിച്ചിരിക്കുന്നതിനൊക്കെ എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഒരു ഉറപ്പില്ല. ഓക്കെ. നീ മരിച്ചുവോ അല്ല പെണ്ണ് മരിച്ചുവോ അത് ഇമ്പാക്ട് ആണ്. ഒന്നാമത്തെ കാര്യം, അത് ലീവിച്ച്. രണ്ടാമത്തെ പ്രശ്നം, നമ്മുടെ ഫസ്റ്റ് സെക്ഷൽ ഇന്റിമസി നമ്മുടെ മനസ്സിൽ ഒരു ഡീപ്പ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ. അപ്പൊ ആ ഡീപ്പ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ കല്യാണം കഴിഞ്ഞാലും നമ്മൾ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മുടെ സെക്സിനെ നമ്മൾ കാണാൻ നോക്കുന്നത്. അപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ശരിക്കും നടന്നൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മുടെ നാട്ടിലൊരു ധ്യാനകേന്ദ്രത്തിലൊരു കപ്പിള് ഒരു പ്രാവശ്യം ഒരു കൗൺസിലിങ്ങിന് വന്നു. കപ്പിളുടെ പ്രശ്നം ഇതാണ്, ഭർത്താവിന് ഈ നന്നായിട്ട് സെക്സ് ചെയ്യണമെങ്കിൽ ഈ മുറിയൊക്കെ ഭയങ്കര അൺടൈഡി, നീറ്റ് അല്ലാതെ കിടക്കണം, അൺടൈഡി ആയിരിക്കണം. ഇത് ഭയങ്കര തമാശയാണല്ലോ. നമ്മളൊക്കെ സാറിന് എല്ലാം വളരെ നീറ്റായിട്ട് നല്ല എൻവയറമെന്റിലാണ് നമുക്കൊരു നല്ലൊരു ഇന്റിമസിയൊക്കെ വരാൻ നോക്കുന്നത്. ഈ പുള്ളിക്ക് നേരെ തിരിച്ചാണ്. അപ്പൊ ഇവര് അന്വേഷിച്ച് കൗൺസിൽ ചെയ്യുമ്പോൾ മനസ്സിലായെന്ന് വെച്ചാൽ ഈ വ്യക്തിയുടെ ആദ്യത്തെ സെക്ഷൽ ആക്ടിവിറ്റി ഉണ്ടാകുന്നത് പുള്ളി ഒരു റബ്ബർ ഗോഡൌണിൽ വർക്ക് ചെയ്തപ്പോൾ അവിടുത്തെ ഒരു റബ്ബർ എംപ്ലോയി ആയിട്ടാണ്. പുള്ളി എന്നാ ചെയ്യുന്നത്? പുള്ളി കല്യാണം കഴിഞ്ഞിട്ടും വേറെ ഭാര്യയായിട്ട് കല്യാണം കഴിച്ചിട്ടും പുള്ളി ഈ റബ്ബർ ഗോഡൌണിന്റെ എൻവയോൺമെന്റ് അല്ലെങ്കിൽ ആ ഒരു മണം അല്ല പുള്ളി റീക്രിയേറ്റ് ചെയ്ത് നോക്കുക പുള്ളിക്ക് എൻജോയ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ വിവാഹത്തിന് മുമ്പ് സെക്സ് ചെയ്യുമ്പോഴത്തേക്ക് ആ കോണ്ടെക്സ്റ്റ് നോക്കണം. അത് സ്നേഹത്തിൽ നിന്നാണോ? ഒരിക്കലും അല്ല. അത് പ്യൂർലി ഔട്ട് ഓഫ് ലസ്റ്റ് ആണ്. ഞാൻ സെക്സ് ചെയ്യുന്ന എന്റെ ഭാര്യയായിട്ടാണോ? അല്ല, ഗേൾഫ്രണ്ട്, ലേഡി, അത്രേ ഉള്ളൂ. ഓക്കെ. അതൊരു ഓപ്പൺ അക്സെപ്റ്റബിൾ എൻവയറമെന്റ് ആണോ? അപ്പം ഞാൻ കല്യാണം കഴിഞ്ഞ ഭാര്യയും ഭർത്താവും സെക്സ് ചെയ്യുന്നു, അതൊരു ഓപ്പൺ, എല്ലാവരും കാണുന്നല്ല ഉദ്ദേശിച്ചത്, എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. അത് അക്സെപ്റ്റബിൾ എൻവയറമെന്റ് ആണ്. പക്ഷെ വിവാഹത്തിന് മുമ്പ് എങ്ങനെയാണ്? ഒളിച്ചും പാത്തും പതുങ്ങി എവിടെയെങ്കിലും ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. എന്നാ പ്രശ്നം എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞാലും നമ്മൾ ഈ ഒരു കോണ്ടെക്സ്റ്റ് റീക്രിയേറ്റ് ചെയ്യാൻ നോക്കും പലരും, നമുക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ. ഓക്കെ. അത് നമ്മുടെ വിവാഹ ജീവിതത്തെ ഇമ്പാക്ട് ചെയ്യാം. ഓക്കെ. അപ്പം പിന്നെ അടുത്തൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, അപ്പം ഇപ്പൊ ഞാനിപ്പോ ഒരു സെക്സ് ബിഫോർ മാരേജിന്റെ ഒരു ഇമ്പാക്ട് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ. ഇനിയിപ്പോ ഒരു സർവേ നടത്തിയിരുന്നു അക്രോസ് ദ വേൾഡ് അമംഗ്സ് 20,000 വിമൺ. ഓക്കെ. അപ്പം ആ സർവേയിൽ അത് സെക്സ് ബിഫോർ മാരേജിന്റെ ഇമ്പാക്ട് 20,000 സ്ത്രീകളിൽ ചെയ്തതാണ് അക്രോസ് ദ വേൾഡ്. അതിൽ പല കാരണങ്ങൾ അവർ പറഞ്ഞിരുന്നു. അതിൽ 2 മെയിൻ കാരണങ്ങളാണ് ഞാൻ പറയുന്നത്.
ഫോർ എക്സാമ്പിൾ പറയാം. അപ്പം നമ്മുടെ ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ വേറെ ഞാൻ വീഡിയോ കാണുന്ന ആരെങ്കിലും എടുക്കാം. ഒരു സെക്കൻഡ്. ഇപ്പം നിബിന് നല്ല ഇഷ്ടമുള്ള ഫുഡ് എന്താ? ബിരിയാണി. ബിരിയാണി. ഓക്കെ, ശരി, നല്ല കാര്യം. ഓക്കെ, എനിക്ക് ഇഷ്ടമാണ്. നിബിൻ കഴിച്ച ഏറ്റവും നല്ല ബിരിയാണി എടുത്തേ? വീടിനടുത്തുള്ള ഒരു നല്ല റെസ്റ്റോറന്റ്. ഓക്കെ. ആ റെസ്റ്റോറന്റിന്റെ പേരെന്നാ? ഹലൈസ് എന്ന് പറയും. ഹലൈസ്. അപ്പൊ അവിടുത്തെ ബിരിയാണിയാണ് നിബിന്റെ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടത്. നിബിന്റെ അമ്മയും ബിരിയാണി ഉണ്ടാക്കുവോ? ഇല്ല. ഇല്ല, ശരി. ഓക്കെ, അമ്മ ഉണ്ടാക്കിയെന്നിരിക്കട്ടെ, അന്ന് ആലോചിക്കാം. വീട്ടിൽ ആരെങ്കിലും ഉണ്ടാക്കുവോ? അമ്മയും അപ്പനും ഉണ്ട്. അല്ല, ആരെങ്കിലും ഉണ്ടാക്കുമെന്ന് ചോദിച്ചത്. ആരെങ്കിലും വീട്ടില്? ഫാദർ ഉണ്ടാക്കും. ഫാദർ ഉണ്ടാക്കും. ഓക്കെ, ഫൈൻ. ഫാദർ ഉണ്ടാക്കി ബിരിയാണി. ഓക്കെ. അപ്പം നിബിൻ ഈ ഹലായിസ് എന്ന് പറഞ്ഞ ബിരിയാണി കഴിച്ചു. ഓക്കെ. ഇത് വീട്ടില് ഫാദർ ഉണ്ടാക്കി ബിരിയാണി കഴിച്ചു. എന്താ പ്രശ്നം? ഫാദറിന്റെ ബിരിയാണി ഇഷ്ടപ്പെടുവോ? ആദ്യം അവിടുന്ന് കഴിച്ചത് കാരണം കുറച്ചുകൂടെ ഒരു അല്ല, ഹലായിസ് ഓൾറെഡി ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞോ? അത് സൂപ്പർ ടേസ്റ്റ് ആണ് അല്ലേ? അതെ. ഇനിയിപ്പോ വീട്ടിൽ നിന്ന് അപ്പം ബിരിയാണി ഉണ്ടാക്കി, നീ അപ്പന്റെ ബിരിയാണി ഇഷ്ടപ്പെടുവോ? സാധ്യത കുറവാണ്. അത് തന്നെയാണ് സെക്സിന്റെ പ്രശ്നം. അപ്പൊ നമുക്ക് 2-3 ഗേൾഫ്രണ്ട് എനിക്കിപ്പോ 2-3 ഗേൾഫ്രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ അതിൽ എൻ്റെ ഒരു സെക്കൻഡ് ഗേൾഫ്രണ്ട് സെക്ഷലി ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു, ഭയങ്കര മിടുക്കിയായിരുന്നു. ഞാനത് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ. ഇപ്പൊ അത് എന്റെ ഭാര്യ അത്ര ആക്റ്റീവ് അല്ല. എന്താ പ്രശ്നം? എനിക്ക് എന്റെ ഭാര്യയായിട്ട് സെക്സ് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ. കാരണം ഞാൻ ഓൾറെഡി വേറൊരു നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു എൻജോയ്മെന്റ് എന്റെ സെക്ഷൽ ലൈഫ് കിട്ടത്തില്ല. ഞാൻ ഐ വിൽ ബി ഡിപ്രസ്ഡ് ഇൻ മൈ സെക്ഷുവാലിറ്റി ഇൻ മാരേജ്. ഓക്കെ. അതേ സമയത്ത് ഇപ്പൊ നിബിൻ അപ്പൻ ഉണ്ടാക്കിയ ബിരിയാണി മാത്രമേ ജീവിതത്തിൽ കഴിച്ചിട്ടുള്ളൂ എന്നിരിക്കട്ടെ, അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പന്റെ ബിരിയാണി എന്നും ഇഷ്ടപ്പെടും അല്ലേ? കാരണം വേറെ ടേസ്റ്റ് കിട്ടിയിട്ടില്ല. ആ സെക്സ് അതുപോലെ തന്നെ. അപ്പൊ നമ്മളുടെ ഫസ്റ്റ് സെക്ഷൽ ആക്ടിവിറ്റി നമ്മുടെ ഭാര്യയോ ഭർത്താവോ ആയിട്ടാണെങ്കിൽ അത് എത്ര മോശമാണെങ്കിലും ദാറ്റ് ഈസ് ദ ബെസ്റ്റ് വി എവർ ഗോട്ട്. അപ്പൊ നമുക്ക് അതിനകത്ത് എൻജോയ് ചെയ്യാൻ പറ്റും, നമ്മൾ അതിൽ സന്തുഷ്ടരായിരിക്കും. വേറൊരു എക്സ്പീരിയൻസ് വരുമ്പോഴാണ് നമുക്ക് കമ്പാരിസൺ വരുന്നത്. അനദർ ഇമ്പാക്ട് ഓഫ് സെക്സ് ബിഫോർ മാരേജ്. ഇത് ഞാൻ പറഞ്ഞതല്ല, വളരെ ലോജിക്കലാണ്. 20,000 സ്ത്രീകൾ സർവേ നടത്തിയപ്പം അവര് പറഞ്ഞ ഉത്തരവാണത്. ഓക്കെ. പിന്നെ വേറൊരു ഉത്തരവ് പറഞ്ഞിട്ടുണ്ട്, ഇതുവരെ ആരും നോബഡി ഹാസ് എവർ റിഗ്രറ്റഡ് വെയിറ്റിംഗ് ടിൽ മാരേജ് ഫോർ സെക്സ്. ആരും ഇതുവരെ കരഞ്ഞിട്ടില്ല, അയ്യോ എനിക്ക് സെക്സ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ പല ആൾക്കാരും സെക്സ് ഫോർ മാരേജ് ചെയ്ത് റിഗ്രറ്റ് ചെയ്തിട്ടുണ്ട്, വിഷമിച്ചിട്ടുണ്ട്. എനിക്ക് തെറ്റ് പറ്റി പോയില്ല വിഷമിച്ചിട്ടുണ്ട്. ഓക്കെ. ഓക്കെ. ഇനിയിപ്പോ നമ്മള് ഈ ഒരു സർക്കിൾ ഓഫ് ബ്രോക്കൺനെസ് കൊണ്ട് കോൺസെപ്റ്റിലേക്ക് വേണം. അതായത് നമ്മളിപ്പോ ഇതെല്ലാം തുടങ്ങുന്ന ഒരു ഫ്രണ്ട്ഷിപ്പിലാണ്. നമ്മളെ യൂത്ത്, നമ്മുടെ ബോയ്സ് ഗേൾസ് ഫ്രണ്ട്സ് ആകുന്നു. ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് നമ്മൾ പതുക്കെ റിലേഷൻഷിപ്പിലേക്ക് കിടക്കുന്നു. ഓക്കെ. റിലേഷൻഷിപ്പിൽ നിന്ന് നമ്മൾ സെക്ഷൽ അബ്യൂസ്. അപ്പൊ നമ്മളത് പരസ്പര സമൂഹത്തോടെ ആണെങ്കിലും അതിനെ നമ്മൾ ആ ഒരു പ്രായത്തിൽ സെക്ഷൽ അബ്യൂസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. നമ്മുടെ ഇന്ത്യൻ ലോ നിങ്ങൾക്ക് അറിയാവോ? ഇന്ത്യൻ ലോ സെക്സ് ചെയ്യാനുള്ള ലീഗൽ ഏജ് എത്രയെന്ന് അറിയാമോ? 18 ആണ്. 18 വയസ്സിന് മുമ്പ് ഒരു സ്ത്രീയായിട്ട് അല്ലെങ്കിൽ ഒരു പെങ്കൊച്ചായിട്ട് സെക്ഷൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെടുകയാണെങ്കിൽ അതിന് പോക്സോ കേസ് എന്ന് പറയും, ജയിലിൽ പോവും. ആണ് ഇന്ത്യൻ നിയമം. ഓക്കെ. അപ്പം ഇത് നമ്മൾ ലോ പറഞ്ഞോളൂ. അത് സെക്ഷൽ അബ്യൂസ്. പിന്നെ ഈ ഒരു നോർമലി ഒരു സെക്ഷൽ ആക്ടിവിറ്റി നടന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർ തമ്മിലുള്ള ബന്ധം അങ്ങ് തകരും. നോർമലി എല്ലാ ആണുങ്ങളും അങ്ങനെയല്ല, പക്ഷെ ഞാൻ കണ്ടതിൽ ആണുങ്ങൾ സാറിന് ഒരു സെക്ഷൽ ഇവന്റ് കഴിഞ്ഞാൽ അവർ ഇട്ടിട്ട് പോകും, അടുത്ത ആളിലേക്ക് പോകും. ഓക്കെ. അപ്പൊ ഒരു ബ്രേക്കപ്പ് ഉണ്ടാവും. അപ്പൊ ബ്രേക്കപ്പ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടുപേർക്കും വിഷമമുണ്ടാവും. എന്നാലും പെണ്ണുങ്ങളായിരിക്കും കൂടുതൽ വിഷമിക്കുന്നത്. അവർക്ക് ഭയങ്കര ഒരു മാനസിക ബുദ്ധി, ഒരു അസ്വസ്ഥതയും സങ്കടമൊക്കെ വരും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വേറൊരു ഫ്രണ്ട് സംസാരിക്കാൻ വരുന്നത്. പോട്ടറി കുഴപ്പമില്ല, അവൻ നിന്നിട്ട് എനിക്ക് മനസ്സിലായി, നീ വിഷമിക്കണ്ട. അപ്പം പെങ്കൊച്ചു കേൾക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ തകർന്നിരിക്കുമ്പോഴാണ് നല്ല ആശ്വാസം. ഒരാൾ വന്ന് ഇങ്ങനെ ഷെയർ ചെയ്യുന്നു, എന്തൊരു ആശ്വാസമാണ്, ഭയങ്കര സമാധാനം. ഈ പെങ്കൊച്ചിനെ എടുക്കും. ഈ പെങ്കൊച്ച് ആ ഷെയറിങ്ങിൽ ആ പെയിനായിട്ട് ഫ്രണ്ട്ഷിപ്പിലേക്ക് അറ്റാച്ച്മെന്റിലേക്ക് പോകും. അവർ തമ്മിൽ റിലേഷൻഷിപ്പ് ആവും. അവർ തമ്മിൽ പിന്നെ സെക്ഷൽ അബ്യൂസ് നടക്കും. പിന്നെ അതും ബ്രേക്കപ്പ് ആവും. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ട് ഇതിനാണ് സർക്കിൾ ഓഫ് ബ്രോക്കൺനെസ് അല്ലെങ്കിൽ റീബൗണ്ട് റിലേഷൻഷിപ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഞാൻ ഓൾറെഡി പറഞ്ഞു. പിന്നെ നമ്മളുടെ
പിള്ളേരുടെ ഇടയ്ക്കുള്ള വേറൊരു സംഭവമാണ്. ഇത് പിള്ളേരുടെ മാത്രമല്ല കേട്ടോ, അഡൽസിന് ഇടയ്ക്കുള്ള പ്രശ്നമാണ്. അത് സെക്സ്റ്റിംഗ്. സെക്സ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നൂഡ് വീഡിയോ കോൾസ് ഒന്ന് ചാറ്റ് ചെയ്യും, ഓക്കെ, സെക്സ് ചാറ്റ് ചെയ്യും. 2 നമ്മുടെ നഗ്നമായ ചിത്രങ്ങൾ അയച്ചു കൊടുക്കുക, ഓക്കെ. വാട്സാപ്പ് നൂഡ് വീഡിയോ കോൾസ് ചെയ്യുക. അങ്ങനെ ഭയങ്കര ഒരു സങ്കടകരമായ കാര്യമാണത്. കാരണം നിങ്ങൾ പല ആൾക്കാരും ഈ എല്ലാവരെയും വിശ്വസിച്ച് എല്ലാം നമ്മുടെ അങ്ങനത്തെ ഒരു പ്രവർത്തിയിലേക്ക് പോകും. അത് ഭയങ്കര ഡേഞ്ചറസ് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഇന്റർനെറ്റിലേക്ക് ഒരു ഇമേജ് പോയി കഴിഞ്ഞാൽ അത് പിന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ ഇന്നൊരു പ്രോ ലൈഫിന്റെ കോർഡിനേറ്റർ ആണ്, ഓക്കെ. അപ്പോഴത്തേക്ക് ഞാനിപ്പോൾ പ്രോ ലൈഫിന്റെ കോർഡിനേറ്റർ ആണ്. അപ്പോഴത്തേക്ക് ഞാൻ ഒരു 10 വർഷം മുമ്പ് ഞാൻ ഇങ്ങനെ എന്തെങ്കിലും അയച്ചു തന്നിരിക്കട്ടെ, എൻ്റെ മോൻ വന്ന് പറയണം, അപ്പയുടെ ഒരു ഫോട്ടോ ഇന്റർനെറ്റിൽ കണ്ടു എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഞാൻ ഞെട്ടിപ്പോവും, ഓക്കെ. അപ്പൊ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ സ്ത്രീകള്, പുരുഷന്മാർ, എസ്പെഷ്യലി സ്ത്രീകള്, നിങ്ങൾ ദയവ് ചെയ്ത് ഇങ്ങനെ ഒരു മണ്ടത്തരത്തിലേക്ക് പോയി ചാടരുത്. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ലൈംഗിക ചിത്രങ്ങളോ ഒന്നും ആർക്കും അയച്ചു കൊടുക്കുക. അത് വളരെ വലിയ തെറ്റാണ്. ഒരിക്കലും ചെയ്യാനും പാടില്ല. കാരണം നിങ്ങളുടെ ചിത്രങ്ങൾ അല്ലെ വീഡിയോ കോൾ ചോദിക്കുന്ന ഒരു വ്യക്തി ഉറപ്പായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നില്ല. കാരണം നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അത് വലിയൊരു നിങ്ങളുടെ ലൈഫിന് തന്നെ ത്രെട്ടൺ ആയിട്ടുള്ള ഒരു സംഭവമാണ് അവർ ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തി ഈസ് ലസ്റ്റിംഗ് ഓൺ യു, നോട്ട് ലവിങ് യു. ഒരു ഇംഗ്ലീഷ് വീഡിയോ ആണ്, ജസ്റ്റ് ആ വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം. അത് ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആണ്. ഒരു സെക്കൻഡ്. എന്റെ ഓഡിയോ കേൾക്കാന്ന് പറയണേ. സൗണ്ട് കേൾക്കാവോ? You can imagine my excitement when in high school I was asked out by one of the most popular, athletic, and attractive guys in school. As I laid in bed that night after our date, he did something that no other guy ever did before. He texted and asked me for a picture of myself. Back then, I innocently thought he wanted me to send a cute selfie of my smiling face. And when I share that story with other women, they giggle to themselves because they seem to know exactly what he was looking for. He was looking for a sext. I know your struggle to be seen, noticed, and desired. I've felt the confusion of not wanting to send a naked picture, but wanting to keep a guy interested in me. I felt the sting of pain when I said no, and he walked away without so much of a look my direction in the hallway that next day at school. I feel the confusion when Twitter seems to be flooded with female celebrities who strip down to nothing because it makes them feel empowered. I too have felt the temptation to bear all for the sake of gaining the attention that I desire so much. But dear sister, sexting does not empower us. It's actually harmful. Sexting will only captivate the attention of a man who is incapable of truly loving you. You are made for so much better. So please don't send that sext. Sexting gives a guy control that does not belong to him. The idea that you need to send a picture to keep a guy might be true for the men that don't really desire to love you and aren't worth your time. The truth is, no matter what he says or how often he tells you that he loves you, the man that asks for a sext is seeking his own pleasure by taking something that does not belong to him. And once that picture is sent, you lose control over where that image goes and who uses it for their own sexual pleasure. This is not love, and you do not deserve this kind of pain and disrespect. Sexting uses your body as a form of pornography. Any woman's body who is passed around as a means of sexual pleasure is disrespectful to all women. The sole purpose of a sext is to bring about sexual arousal in another person. This arousal is completely divorced from love, and it's the epitome of seeking sexual arousal for selfish reasons. This isn't to point fingers or to blame anyone, but to expose the reality of a lifestyle that many people find themselves in. You deserve to be loved and not lusted after. I have looked with amazement at the men in my life who are committed to loving me in purity. The truth is, a man who really wants to love you would never ask for a picture. Sure, he might be captivated by your beauty, but he's too busy learning to love you for your whole person and not using your body. Saying no to a sext invites men to fight lust and heroically love through sacrifice. ഓക്കെ, നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ,
വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഓക്കെ, അപ്പൊ അടുത്തൊരു ഇത് നമുക്ക് ഈ എന്നാ നമുക്ക് ഏതൊരു പ്രായത്തിലാണ് എന്നാ ഈ ഒരു എന്നാ സെക്ഷൽ ഒരു ഇൻട്രസ്റ്റ് ഒരു എറോസലൊക്കെ നമുക്ക് ഉണ്ടാകുന്നത് സാധാരണ ഏത് പ്രായത്തിലാണ്? ടീനേജിലാണ്, കറക്റ്റ്. നമുക്ക് ശരിക്കും അത് കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രായം ഏതാണ് യൂഷ്വലി? നല്ലൊരു കോണ്ടെക്സ്റ്റ് എപ്പോഴാണ്? കറക്റ്റ്, നമ്മളൊരു പ്രായം കഴിയുമ്പോഴാണ് നമുക്കിത് പറ്റുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് ഭയങ്കര ഒരു കഷ്ടമാണല്ലോ. ടീനേജിൽ നിന്നൊരു കല്യാണം കഴിക്കുന്ന ഒരു 10-15 വർഷം അല്ലേ? അത്രയും നാൾ നമ്മളിത് വെയിറ്റ് ചെയ്തിരിക്കണ്ടേ? എന്തിനാണ് ദേവി ഇങ്ങനത്തെ പരിപാടി ഒപ്പിച്ചത്? ആർക്കെങ്കിലും ഉത്തരം പറയാം? അതാ ദൈവം നമുക്ക് എല്ലാം ഇതൊക്കെ തന്നു, എല്ലാ അട്രാക്ഷനും ഫീലിങ്ങും എല്ലാം തന്നു, എന്നിട്ട് പറഞ്ഞു വെയിറ്റ് 10 വർഷം നീ വെയിറ്റ് ചെയ്യണം. 10 വർഷം നമ്മുടെ ഇന്ത്യൻ കൾച്ചറിലാണ് ഞാൻ പറഞ്ഞാലും എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്യണം കുറച്ച്. എന്തിനാണ് ഈ ഒരു വെയിറ്റിംഗ് പീരീഡ്? Teach us patience, self-control, preparation and pray. Okay. ഓക്കെ, ശരി. അതിന് പല ഉത്തരങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ ഒരു ഉത്തരമുണ്ട്, നല്ല ഉത്തരമാണ്, പക്ഷെ അത് ഇച്ചിരി പാടാ പറഞ്ഞ് മനസ്സിലാക്കിക്കാനായിട്ട്. ഞാൻ ട്രൈ ചെയ്യാം. ഓക്കെ ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഉത്തരങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ഈ ലോകത്ത് ഏറ്റവും സ്വാർത്ഥമായ വ്യക്തി ആരാണ്? വേറെ ചോദിക്കാം, ഈ ലോകത്തെ ഏറ്റവും സ്വാർത്ഥമായ ഒരു വ്യക്തി ആരാണ്? ഒരു തമാശയുള്ള ചോദ്യമാണ്, എന്നാലത് ശരിയുമാണ്. സ്വാർത്ഥതയുള്ള വ്യക്തിയാണ് ഏറ്റവും സ്വാർത്ഥതയുള്ള വ്യക്തി. നമ്മൾ തന്നെയല്ലേ? നമ്മൾ തന്നെ. ഞാൻ അതിൽ ഉദ്ദേശിച്ചത് നമ്മളുടെ അല്ലേ, വേറെ ആരും ഉദ്ദേശിച്ചത്. ഓക്കെ, ഏറ്റവും സ്വാർത്ഥമായ വ്യക്തി എന്ന് പറഞ്ഞാല് ഒരു കുഞ്ഞാണ്. ജനിച്ചാണ് കുഞ്ഞ്. കാരണം ആ കുഞ്ഞ് ഉണ്ടായ കൊച്ചിന് ഇപ്പൊ പാല് കുടിക്കണം. അപ്പന് അസുഖമാണ്, അമ്മയ്ക്ക് അസുഖമാണ്, ഒന്നും കുഞ്ഞ് നോക്കത്തില്ല. കുഞ്ഞ് കിടന്ന കാര്യം അതിന് പാല് കൊടുത്തേ പറ്റത്തുള്ളൂ അല്ലേ? നമ്മുടെ കോണ്ടാക്ട് സിറ്റുവേഷൻ ഒന്നും കുഞ്ഞ് തരേണ്ട ആവശ്യമില്ല. കൊച്ചിന് കിട്ടണ കാര്യം കിട്ടണം. അത് ഞാൻ പറഞ്ഞൊരു അപ്പൊ കൊച്ച് അതിന് എനിക്ക് വേണം. അപ്പൊ കൊച്ച്, അതാണ് അതിന്റെ നേച്ചർ. പക്ഷെ കൊച്ച് വളർന്നു വരുമ്പോഴത്തേക്ക് അത് അപ്പന്റെ സ്നേഹം, അമ്മയുടെ സ്നേഹം, പിന്നെ സിബ്ലിങ്സ്, സഹോദരങ്ങളെ കണ്ട് അത് ആ ഒരു സെൽഫിഷ് നേച്ചറിൽ നിന്ന് അതിന് മനസ്സിലാവും സെൽഫിഷ്നെസ് അല്ല നല്ലത്, സെൽഫ്ലെസ് ആറ്റിറ്റ്യൂഡ് ഓഫ് ലവ് ആണ് നല്ലതെന്നുള്ളത്. അങ്ങനെ വളർന്ന കുഞ്ഞ് ഒരു പക്വതയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ഈ ഒരു സമയത്തിൽ നിന്ന് നമ്മൾ ആ ഒരു അട്രാക്ഷൻ ഫീലിംഗ് ഒക്കെ നമ്മൾ പല റിലേഷൻഷിപ്പിൽ നല്ല റിലേഷൻഷിപ്പ്, തെറ്റെന്നല്ല പറഞ്ഞത്, നമ്മളുടെ ഫ്രണ്ട്ഷിപ്പ്, നമ്മുടെ സിബ്ലിങ്സ്, നമ്മുടെ കസിൻസ്, നമ്മൾ ആ ഒരു പക്വതയിലേക്ക് നമ്മളിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പം അപ്പൊ വേറൊരു മെയിൻ കാര്യമുള്ളത് എന്നാ, ദൈവം ഞാൻ അല്ലെങ്കിൽ എങ്ങനെ പറയണമെന്നുള്ളത് ഒരു സെക്കൻഡ്. നമുക്കൊരു സെക്സിലേക്ക് ഏർപ്പെടണോ വേണ്ടയോ എന്നുള്ളത് ആരുടെ തീരുമാനമാണ്? ആരുടെ തീരുമാനമാണ്? നമ്മുടെ തീരുമാനമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ തീരുമാനം എടുക്കാനുള്ള അവകാശം അല്ലെ കഴിവ് എങ്ങനെയാ വന്നത്? അല്ല, അത് ദൈവം നമുക്ക് തന്ന ഫ്രീ വിൽ അല്ലേ? ദൈവം നമുക്ക് ഫ്രീ വില്ല് തന്നിട്ടുണ്ട്, സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള കഴിവ്. അപ്പൊ നമുക്ക് ആലോചിക്കായിരുന്നു, ഈ ദൈവം എന്താ പരിപാടി കാണിച്ച്, നമുക്കൊക്കെ വിശുദ്ധിയിൽ ജീവിക്കാൻ ആഗ്രഹമുണ്ട് അല്ലേ? എന്നാ പിന്നെ ഈ ഫ്രീ വില്ലിങ് എടുത്തിട്ട് ദൈവത്തിന് നിങ്ങള് നിന്റെ ഭാര്യയെ മാത്രമേ സ്നേഹിക്കാവുള്ളൂ, അവളോട് മാത്രമേ സെക്സ് ചെയ്യാവുള്ളൂ എന്ന രീതിയിലേക്ക് ആക്കിയാൽ പോരായിരുന്നു? പ്രശ്നം തീർന്നില്ലേ? ആ രീതിയിലേക്ക് ദൈവം നമ്മളെന്നും മാറ്റുമായിരുന്നെങ്കിൽ നമുക്ക് തെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലായിരുന്നു? നല്ലതല്ലായിരുന്നോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഫ്രീ വിൽ അല്ലാതെ നമുക്ക് സ്നേഹിക്കാൻ പറ്റില്ല, ബിക്കോസ് യു വുഡ് ബി നോ ഡിഫറെന്റ് ദാൻ റോബോട്ട്സ് അല്ലേ? ആരാ പറഞ്ഞത്? ഫ്രാൻസിസ് ആണ്.
ഫ്രാൻസിസ്, ഓ ഫ്രാൻസിസ് അമേസിങ്. ഓക്കെ, വിവേക്. വെരി ഗുഡ്. അതൊരു യമണ്ടൻ ഉത്തരം കേട്ടോ. യെസ്, ദാറ്റ് ഇസ് ആൻസർ. നമുക്ക് യെസ്, വെരി ഗുഡ് ഫ്രാൻസിസ്, ഐ എം വെരി ഇംപ്രസ്ഡ്. നമുക്ക് ഫ്രീ വിൽ ഇല്ലെങ്കിൽ നമുക്ക് സ്നേഹം അറിയത്തില്ല. ദർ ഇസ് നോ നീഡ് ഓഫ് ലവ്. നമ്മളൊരു റോബോട്ടായിട്ട് മാറും. ദൈവം മനുഷ്യന് ഫ്രീ വിൽ തന്നിരിക്കുന്നത് സ്നേഹം മനസ്സിലാക്കാനായിട്ടാണ്. ഞാനിപ്പം വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരണമെങ്കിൽ, ഇപ്പൊ ഞാൻ ഈ റോട്ടിൽ കൂടെ ഒരു അപ്പച്ചൻ പോകുന്നു. ഈ അപ്പച്ചനെ ഒന്ന് ക്രോസ് ചെയ്യിക്കാനായിട്ട് എൻ്റെ ഫ്രീ വില്ലാണ് അപ്പച്ചനെ ക്രോസ് ചെയ്യിക്കണോ വേണ്ടയോ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അത് എൻ്റെ ഫ്രീ വില്ല് എന്തിന്റെ ബേസിസിലാണ് ഞാൻ ആ തീരുമാനം എടുക്കുന്നത്, ഹെൽപ്പ് ചെയ്യണോ വേണ്ടെന്നുള്ള എനിക്ക് അപ്പച്ചനോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. അപ്പൊ എനിക്ക് ഫ്രീ വിൽ ഇല്ലെങ്കിൽ എന്താ സ്നേഹം എന്നുള്ള എനിക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഫ്രീ വിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്നേഹത്തിൽ നിന്ന് ഡിസിഷൻസ് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് കോൺസെപ്റ്റ് ആണ്, പക്ഷെ പറഞ്ഞ് മനസ്സിലാക്കണം ഭയങ്കര ബ്യൂട്ടിഫുൾ അത്. നമുക്ക് ഫ്രീ വിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലവ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ദൈവം ഫ്രീ വിൽ തന്നിരിക്കുന്നത് മനുഷ്യന് സ്നേഹിക്കാനായിട്ടാണ്, സ്നേഹം മനസ്സിലാക്കാനായിട്ടാണ്. അപ്പം നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ അതൊന്നെങ്കിൽ സ്നേഹത്തിൽ നിന്നായിരിക്കാം, അല്ലെ തിന്മയിൽ നിന്നായിരിക്കാം. അപ്പൊ പക്ഷെ ഫ്രീ വിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ സ്നേഹത്തിന് തീരുമാനം എടുക്കാൻ പറ്റത്തുള്ളൂ, തിന്മയിൽ നിന്ന് തീരുമാനം എടുക്കാൻ പറ്റത്തുള്ളൂ. ആ സ്നേഹത്തിൽ നിന്ന് തീരുമാനം എടുക്കാനായിട്ടാണ് ദൈവം നമുക്ക് ഫ്രീ വിൽ തന്നിരിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഓക്കെ. അപ്പൊ ഞാൻ വേറെ ചോദ്യം ചോദിക്കാം. ഞാനിപ്പം പറയാനുള്ള പൂജ മിൽട്ടൺ, പൂജ ചോദ്യം ചോദിക്കാം. പൂജയ്ക്ക് ഞാനൊരു 5000 കോടി രൂപ തരുക, പൂജ ഹാപ്പി ആവുമോ? ഹാപ്പി ആയിരിക്കും. ഹാപ്പി ആയിരിക്കും. അപ്പൊ ഞാനും ഹാപ്പി ആയിരിക്കും. ഓക്കെ, ഞാൻ പൂജയോട് വേറെ ചോദിക്കാം. പൂജയ്ക്ക് 5000 കോടി രൂപയും ഈ ലോകത്ത് പൂജ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല, ഹാപ്പി ആയിരിക്കുമോ? നോ 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 നോ. നോ നോ നോ. ഓക്കെ, അപ്പം എന്താണ് ഹാപ്പിനെസ്? എല്ലാരും നമ്മുടെ കൂടെ ഉള്ളത് തന്നെയാണ് ഹാപ്പിനെസ്. ഒറ്റയ്ക്കായി പോയ ഹാപ്പിനെസ് ആയിരിക്കില്ല. അതിന്റെ അർത്ഥം മറ്റുള്ളവരുടെ സന്തോഷത്തിൽ നിന്നാണ് പൂജയ്ക്ക് സന്തോഷം കിട്ടുന്നത്, അല്ലേ? അതെ. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഹാപ്പിനെസ് ഈസ് നോട്ട് വാട്ട് വി ഹാവ്, ഹാപ്പിനെസ് ഈസ് ബീങ് എ ഗിഫ്റ്റ് ടു ദ അതർ പേഴ്സൺ. നമ്മൾ മറ്റൊരു വ്യക്തിക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് മാറുമ്പോൾ ആ വ്യക്തിയുടെ സന്തോഷത്തിൽ നിന്ന് നമുക്ക് സന്തോഷം കിട്ടുന്നത്. അപ്പൊ അതാണ് 5000 കോടി ഉണ്ടായിട്ട് ഒരു കാര്യമില്ല, ആർക്ക് വേണ്ടി കൊടുക്കാനായിട്ട്. അപ്പൊ നമ്മൾ ചിലവാക്കി നമ്മുടെ കുടുംബം, നമ്മുടെ ബാക്കിയുള്ളവർക്ക് സന്തോഷം കിട്ടുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത്. അപ്പം ലവ്, സോ വി ഷുഡ് ബി എ ഗിഫ്റ്റ് ഓഫ് ലവ് ടു അനദർ പേഴ്സൺ. അതിൽ നിന്നാണ് നമുക്ക് സന്തോഷം കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഷുഡ് ബി എ ഗിഫ്റ്റ് ഓഫ് ലവ് ടു അവർ സ്പൗസ്. നമ്മൾ സ്നേഹത്തിന്റെ ഒരു ഗിഫ്റ്റ് ആയിരിക്കണം നമ്മുടെ ഭർത്താവിനോ ഭാര്യയ്ക്കോ. അപ്പം ഈ ഒരു കാര്യം മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്ത് പഠിച്ച്, അപ്പം ഇപ്പൊ ഈ സ്നേഹത്തിന്റെ ഗിഫ്റ്റ്, ഓക്കെ, ഞാനിപ്പം അഗൈൻ കുറച്ചുകൂടെ എന്റെ കോൺസെപ്റ്റ് എൻഡിലേക്ക് വരുവാണ്. ഞാനിപ്പോ കല്യാണം കഴിക്കാൻ പോവാ എന്നിരിക്കട്ടെ. എന്റെ ഫ്രണ്ടിൽ 2 പെണ്ണുങ്ങളാണുള്ളത്. ഒരു പെങ്കൊച്ച് അവളുടെ ഇഷ്ടമുള്ള രീതി ജീവിക്കുന്നു, അവളുടെ ഇഷ്ടം പോലെ ആൾക്കാരായിട്ട് സെക്സ് ചെയ്യുന്നു, കള്ളു കുടിക്കുന്നു, എന്തൊക്കെ ജീവിക്കുന്നു. ഓക്കെ, അവള് ഈ ഒരു അവളുടെ ഫ്രീ വില്ലിനെ അവൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉപയോഗിച്ചു. അതിൽ അവൾക്ക് കൺട്രോൾ ഒന്നുമില്ല. ഓക്കെ, ഗേൾ നമ്പർ എ. രണ്ടാമത്തെ ഗേൾ നമ്പർ ബി ഭയങ്കര കഷ്ടപ്പെട്ട് അവളെ സ്നേഹത്തിൽ നിന്ന്, ആരോടുള്ള സ്നേഹത്തെ, ഭാവിയിലുള്ള ഭർത്താവിനെ പ്രതി, ദൈവത്തെ പ്രതി ഉള്ള സ്നേഹത്തെ പ്രതി അവൾ ആ ടെംപ്ടേഷൻസ് ഒക്കെ ഓവർകം ചെയ്ത് അവളുടെ ചാസ്റ്റിറ്റി കീപ്പ് ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ട് നിൽക്കുന്ന പെണ്ണ്. ഈ 2 പെണ്ണുങ്ങൾ ആർക്കായിരിക്കും എനിക്ക് കൂടുതൽ വാല്യൂ ഉള്ളത്, ഗേൾ എ ഓർ ബി? ബി. ഓഫ് കോഴ്സ് ബി. കാരണം ആർക്കും കൊടുക്കാത്ത ഒരു സംഭവം എനിക്ക് വേണ്ടി മാത്രം സ്നേഹത്തിൽ നിന്ന് ആ പെണ്ണ് സൂക്ഷിച്ചു വെച്ചു, അല്ലേ? മറ്റേ പെണ്ണെടുത്ത് എന്തെങ്കിലും സൂക്ഷിച്ചു, ഒന്നുമില്ല. എന്ത് വാല്യൂ അതിനകത്തുള്ളത്? ഒന്നുമില്ല. എല്ലാവർക്കും കൊടുത്ത സാധനം എനിക്കും തരുന്നത്. ഞാൻ മോശമാക്കി പറയല്ലോ, ഞാനത് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാ. ഓക്കെ, അപ്പം ഈ നമ്മുടെ ഭർത്താവിനോ ഭാര്യയ്ക്കോ നമ്മളെ തന്നെ പ്രിപ്പയർ ചെയ്ത് ഗിഫ്റ്റ് ആയിട്ട് സൂക്ഷിച്ചു വെച്ച് ആ ഫ്രീ വിൽ നിന്ന് സ്നേഹത്തിൽ പ്രിപ്പയർ ചെയ്യുമ്പോണ്ടല്ലോ, അത് ഭയങ്കര ഒരു സംഭവമാണ്. നമ്മൾ വലിയ അനുഗ്രഹമായിട്ട് മാറും കുടുംബത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു പ്രോസസ്സിലൂടെ നമ്മളെ പഠിപ്പിക്കാനും പ്രിപ്പയർ ചെയ്യാനായിട്ട് വേണ്ടിയിട്ടാണ് കർത്താവ് നമുക്ക് ഈ ഒരു ഗ്യാപ്പ് തന്നിരിക്കുന്നത്. അതായത് എനിക്ക് ഫീലിങ്സ് ഉണ്ടാകുന്നു, ഞാനത് മനസ്സിലാക്കി പഠിച്ച് എൻ്റെ ചാസ്റ്റിറ്റി കീപ്പ് ചെയ്ത് എൻ്റെ വില കാത്തു സൂക്ഷിച്ച് സ്നേഹത്തിൽ നിന്ന്, എൻ്റെ ഭർത്താവിനെ പ്രതിയുള്ള സ്നേഹത്തെ, എൻ്റെ ദൈവത്തെ പ്രതി സ്നേഹത്തെ പ്രതി
ഞാൻ എന്നെ തന്നെ കാത്തു എൻ്റെ ഭർത്താവിന് മാത്രം ഞാനൊരു ഗിഫ്റ്റായിട്ട് എന്നെ സമർപ്പിക്കുന്നു, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് മാത്രം എൻ്റെ ഗിഫ്റ്റായിട്ട് എന്നെ സമർപ്പിക്കുന്നു. ഓക്കെ, അപ്പം ഇത് വേറെ കോൺസെപ്റ്റ് ആണ്. കൊണ്ടുവന്ന സമയം നോക്കട്ടെ. ഓക്കെ, ഫൈൻ. നമ്മൾ ഗ്രാഫ്റ്റിംഗ് കേട്ടിട്ടുണ്ടോ? ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ചെടി ഉള്ള സ്റ്റെമ്മ് കട്ട് ചെയ്ത് വേറൊരു ചെടിയെ മുകളിൽ പിടിപ്പിച്ച് ആ ചെടി വന്ന് ഫ്രൂട്ട് ഉണ്ടാകുന്ന ഒരു മെത്തഡോളജിയാണ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പം നമ്മളിപ്പം ഒരു ഒരു കാട്ടുറോസയ്ക്ക് നല്ല വേരാ, സ്ട്രോങ് ആ. ഓക്കെ, പക്ഷെ അതിന്റെ പൂവിന് വലിയ സുഖമൊന്നുമില്ല. അത് നല്ല വേറൊരു റോസപ്പൂ, നല്ല മണമുള്ള നല്ല സുന്ദര റോസപ്പൂ. ഇവരുടെ ചെയ്യുന്നത് ആ കാട്ടുറോസയുടെ റൂട്ടും സ്റ്റെമ്മും എടുക്കും, അതവിടെ തന്നെ വെക്കും. ഓക്കെ, ആ സ്റ്റെമ്മ് കെട്ടിയിട്ട് നല്ല റോസപ്പൂവിന് അത്ര വേരില്ല, ആ നല്ല റോസപ്പൂവിന്റെ സ്റ്റെമ്മ് ഈ കാട്ടുറോസയുടെ സ്റ്റെമ്മെ കൂട്ടിമുച്ച് കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഈ നല്ല കാട്ടുറോസയുടെ ശക്തിയിൽ ഈ നല്ല റോസപ്പൂ വളരാൻ തുടങ്ങും. ആണ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ സെക്ഷുവാലിറ്റി എങ്ങനെ ആയിരിക്കണം? അതായത് നമുക്ക് എല്ലാവർക്കും ടെംപ്ടേഷൻസും ഇൻക്ലിനേഷൻസ് ഒക്കെ ഉണ്ടോ സെക്സിനോട് അല്ലെങ്കിൽ അട്രാക്ഷനോട്? നമ്മുടെ പ്യൂബർട്ടി മുതൽ എല്ലാവർക്കും ഉണ്ട് അല്ലേ? അത് നമ്മളൊരു പ്യൂബർട്ടി മുതൽ ടീനേജ് നമുക്ക് എല്ലാവർക്കും അട്രാക്ഷൻസ് ഫീലിങ്സ് ഉണ്ട്. അതില്ലെങ്കിൽ നമുക്ക് എന്തോ കുഴപ്പമുണ്ട്. ഓക്കെ, എല്ലാവർക്കും അതുണ്ട്. ഓക്കെ, അപ്പം പക്ഷെ അത് എടുത്തുപിടി നമുക്ക് തോന്നിയ പോലെ പ്രവർത്തിക്കുകയാണ് വേണ്ടത്? അല്ല. നമ്മൾ ഈ ഒരു ഭയങ്കര സ്ട്രോങ് അട്രാക്ഷൻ ടു ഓപ്പോസിറ്റ് സെക്സ് ഒക്കെ നമ്മുടെ എനിക്കൊരു പെങ്കൊച്ചിനോട് അല്ലെ ഒരു പെങ്കൊച്ചിന് എന്നോട് ഭയങ്കര അട്രാക്ഷൻ ഫീലിംഗ് ആണ് ഉള്ളത്, അത് നമ്മളെടുത്ത് അപ്പൊ തന്നെ എടുത്ത് പ്രവർത്തിക്കുകയല്ല ചെയ്യുന്നത്. പക്ഷേ അതിനെ ഞാൻ ചാസ്റ്റിറ്റിയിൽ ഗ്രാഫ്റ്റ് ചെയ്യും. ചാസ്റ്റിറ്റി എന്ന ലൈംഗിക വിശുദ്ധി. അപ്പൊ അത് എന്റെ റൂട്ടിനാണ് ഭയങ്കര സ്ട്രോങ് അട്രാക്ഷൻ ഓഫ് ലവ്, മേ ബി ഫിസിക്കൽ ഇന്റിമസി ടു അൻ ഓപ്പോസിറ്റ് സെക്സ്. അത് ഒരു എന്റെ എല്ലാവർക്കും ഉള്ള ഇതാണ് ഒരു അട്രാക്ഷൻ, ഒരു ഓപ്പോസിറ്റ് സെക്സ്. ഓക്കെ, അത് അതിന്റെ മുകളിൽ ഞാൻ ലൈംഗിക വിശുദ്ധി കൊണ്ട് ഗ്രാഫ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പം ഈ പവർഫുൾ ഇൻക്ലിനേഷൻ ഓഫ് അട്രാക്ഷൻ ടു മൈ ഓപ്പോസിറ്റ് സെക്സ് വിത്ത് ദ ചാസ്റ്റിറ്റി ഓൺ ടോപ്പ്, ലൈംഗിക വിശുദ്ധി മുകളിൽ കൊണ്ട് വെക്കുമ്പോൾ ഉണ്ടല്ലോ, അതങ്ങ് വളർന്നു വന്ന് കല്യാണത്തേക്ക് പോകുന്നുണ്ടല്ലോ, ഭയങ്കര പവർഫുൾ ഒരു വിവാഹ ബന്ധത്തിലേക്ക് നമ്മൾ പോകുന്നത്. ഒരു ബ്യൂട്ടിഫുൾ ഫ്രൂട്ട് ആയിരിക്കും അതിന്റെ ഔട്ട്കം ആയിട്ട് വരുന്നത്. അപ്പൊ ദൈവം തന്നിരിക്കുന്ന ഭയങ്കര സ്ട്രോങ് ഇൻക്ലിനേഷൻ ടു ഓപ്പോസിറ്റ് സെക്സ് നമ്മൾ വിശുദ്ധിയിൽ വളർത്തി വെളിയിൽ കല്യാണത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് അവിടെ ഭയങ്കര പവർഫുൾ ആവും. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്തൊരു ടോപ്പിക്കാണ് പോണോഗ്രഫി. പോണോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ന്യൂഡായിട്ടുള്ള പിക്ചേഴ്സ് കാണുക, വായിക്കുക, പടങ്ങൾ കാണുക. ഇത് ഭയങ്കര ഞാൻ കണ്ടിട്ടുള്ളത് വെച്ചിട്ട് എൻ്റെ എക്സ്പീരിയൻസിൽ നമ്മുടെ യൂത്ത്, നമ്മുടെ ടീനേജേഴ്സ്, യൂത്ത്, ഫാമിലീസ്, അഡൽട്സ്, സീനിയേഴ്സ് എല്ലാവരെയും ഇമ്പാക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് പോണോഗ്രഫി. അത് ആണുങ്ങളല്ല പെണ്ണുങ്ങളും കാണാറുണ്ട്. കൂടുതലും കാണുന്ന ആണുങ്ങളാണ്, പെണ്ണുങ്ങളും കുറെ കാണാറുണ്ട്. ഭയങ്കര വലിയ പ്രശ്നമാണ് പോണോഗ്രഫി. ഓക്കെ, ഇത് നമ്മുടെ ജീവിതം മൊത്തം കൊള്ളാക്കും. പോണോഗ്രഫിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു കാണാൻ കൊള്ളാത്ത ബോഡി സ്ട്രക്ചേഴ്സുള്ള പെണ്ണാരും പോണോഗ്രഫി കാണിക്കാറില്ല. വളരെ വടിവത്ത നല്ല ശരീരമുള്ള ഒരു യങ് ലേഡി അല്ലെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ ലേഡിനെ പോണോഗ്രഫി കാണിക്കുന്നത്. ഞാൻ ഫോൺ കണ്ടുവരുമ്പോഴത്തേക്ക് ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ഭാര്യയും ഇതുപോലെ ആയിരിക്കും. ഫസ്റ്റ് നൈറ്റിൽ എൻ്റെ ഭാര്യയുടെ ബോഡി കാണുമ്പോഴേക്ക് ഞാൻ വിചാരിക്കുന്നത് അയ്യോ എന്ത് ഇവളെന്നെ എങ്ങനെ ഇരിക്കുന്നതെന്ന്. ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഭാര്യയുടെ പോണോഗ്രഫി ആക്ട്രസ് പോലെ ആയിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഫോൺ കാണുന്ന വ്യക്തി എന്ത് ചെയ്യും? മാസ്റ്റർബേഷൻ ചെയ്യും, സ്വയംഭോഗം ചെയ്യും. ഓക്കെ, അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ നേരത്തെ സെക്ഷൽ ഹോർമോണിന്റെ പേരെന്തായിരുന്നു? ഏത് ഹോർമോൺ ഞാൻ പറഞ്ഞേ? ക്രിയേറ്റിംഗ് ബോണ്ടിങ് ഓർ അട്രാക്ഷൻ? ഓക്സിറ്റോസിൻ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഈ ഫോൺ കാണുമ്പോഴും ഞാൻ സെക്ഷൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെടുന്നു, ഞാൻ മാസ്റ്റർബേഷൻ സംഭോഗം ചെയ്യുന്നു, ഓക്സിറ്റോസിൻ റിലീസ് ആകുന്നു. പക്ഷെ അവിടെ ബോണ്ടിങ് ഉണ്ടാകുന്ന ആരായിട്ടാ? ഒരു വ്യക്തിയായിട്ടല്ല, ഈ പിക്ചർ അല്ല ഇമേജ് ആയിട്ടാണ്. അപ്പൊ ഞാൻ വർഷങ്ങളായിട്ട് ഫോൺ കണ്ട് മാസ്റ്റർബേറ്റ് ചെയ്ത് ബോണ്ടിങ് എൻ്റെ മനസ്സിനെ ഞാൻ പഠിപ്പിക്കുകയാണ്. എനിക്കൊരു സെക്ഷൽ എറോസൽ ഉണ്ടാകുന്നത് ഒരു ശരിക്കുള്ള സ്ത്രീയെ കാണുമ്പോഴല്ല, ഞാൻ ഈ പിക്ചറിലെ ഇമേജ് കാണുമ്പോഴാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ കുറെ വർഷങ്ങൾക്ക് ശേഷം കല്യാണം കഴിക്കുമ്പോഴത്തേക്ക് എൻ്റെ ഫസ്റ്റ് നൈറ്റിൽ എൻ്റെ ഭാര്യയെ കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നു എനിക്ക് എറോസൽ ഇല്ല. പിന്നെ ഭാര്യയോട് പറയേണ്ട ഒരു ഒന്ന് വെയിറ്റ് ചെയ്യണം, ഞാൻ ആ മാഗസിനിൽ നിന്ന് എടുത്തുകൊണ്ട് വരട്ടെ എന്ന് പറഞ്ഞ് വളരെ നാണങ്ങട്ടായിരിക്കും പിന്നെ സെക്സിലേക്ക് ഇറക്കേണ്ടി വരുന്നത്. കാരണം എന്താ പറയുന്നത്, എൻ്റെ ബ്രെയിനിനെ ഞാൻ പഠിപ്പിച്ചിരിക്കുന്നത് എനിക്ക് എറോസൽ ഉണ്ടത് ഇങ്ങനെ കാണുമ്പോൾ അല്ല. എല്ലാവർക്കും ഉണ്ടാകുന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ ഇങ്ങനെ ഉണ്ടാകുന്ന എറക്ടൈൽ
എറോസൽ അല്ല എറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉള്ള വ്യക്തികളുണ്ട്. ഓക്കെ, എറക്ടൈൽ ഡിസ്ഫങ്ഷൻ, പ്രീമച്ചർ ഇജാക്കുലേഷൻ, പോൺ നമ്മുടെ ബ്രെയിനിനെ ഇമ്പാക്ട് ചെയ്യും. അതായത് നമുക്ക് ഫുഡ് കഴിക്കാൻ തോന്നുന്നുണ്ടല്ലോ, നമുക്ക് നല്ല ഫുഡ് കണ്ടാൽ നമുക്ക് കഴിക്കാൻ തോന്നും അല്ലേ? എന്തുകൊണ്ടാണ്? ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ആവും, ഡോപ്പമിൻ എന്ന് പറഞ്ഞ ന്യൂറോ ട്രാൻസ്മിറ്റർ. ആ ഡോപ്പമിൻ എന്ന് പറഞ്ഞ ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് നമുക്കൊരു ഒരു പ്ലഷർ ഹൈ, ഒരു സുഖം തരുന്ന ഹോർമോൺ. അത് ന്യൂറോ ട്രാൻസ്മിറ്റർ, ഹോർമോൺ അല്ല, ന്യൂറോ ട്രാൻസ്മിറ്റർ. അതുകൊണ്ടാണ് നമുക്ക് പിന്നെയും ഭക്ഷണം കഴിക്കാൻ തോന്നുന്നത്. ഈ സെക്സ് ചെയ്യുമ്പോഴും നമുക്ക് അതിനോട് അട്രാക്ഷൻ തോന്നാൻ കാരണം എന്താണ്? ഈ ഡോപ്പമിൻ റിലീസ് ആവും. എല്ലാ സെക്ഷൽ ആക്ടിവിറ്റിയിലും ഡോപ്പമിൻ റിലീസ് ആവാൻ നമുക്കൊരു പ്ലഷർ കിട്ടും. ഓക്കെ, അപ്പോൾ സെക്ഷൽ ആക്ടിവിറ്റി എല്ലാം ടൈം ലിമിറ്റഡ് ആണ്. ഓക്കെ, പക്ഷേ പോൺ കാണുന്നത് അതൊരിക്കലും ടൈം ലിമിറ്റഡ് അല്ല. പോൺ ഇങ്ങനെ മണിക്കൂറുകളോളം ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കും. എന്താ പറ്റുന്നത്? എൻ്റെ ബ്രെയിൻ ഞാൻ പോൺ കാണുന്ന അത്രയും നേരം ഡോപ്പമിൻ റിലീസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ബ്രെയിനിന് മനസ്സിലാവും ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. ബ്രെയിനടക്കം ഈ ഡോപ്പമിൻ റിസപ്റ്റേഴ്സിനെ അതങ്ങ് ക്ലോസ് ചെയ്യും. നമ്മൾ ഒരു ബഗ് അടിച്ചു, കിക്ക് കിട്ടി. ഒരു മാസം ഒരു ബഗ് അടിച്ചാൽ കിക്ക് കിട്ടത്തില്ല. പിന്നെ ആ കിക്ക് കിട്ടണമെങ്കിൽ 2 ബഗ് അടിക്കണം. അത് കഴിഞ്ഞ് പിന്നെ 3 മാസം 3 ബഗ് അടിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഞാൻ സോഫ്റ്റ് പോണോഗ്രഫിയിൽ നിന്ന് കിക്ക് കിട്ടി തുടങ്ങി. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ഡോപ്പമിൻ റിസപ്റ്റേഴ്സ് ഷട്ട് ആയതുകൊണ്ട് എനിക്ക് കിക്ക് കിട്ടുന്നില്ല, ആ പ്ലഷർ കിട്ടുന്നില്ല. ഞാനിപ്പം സോഫ്റ്റ് പോണിൽ നിന്ന് ഹാർഡ് കോർ പോണിലേക്ക് പോകണം. അത് കൂടുതൽ ഡോപ്പമിൻ റിലീസ് ചെയ്യും. അത് കുറച്ച് അതിൽ നിന്നും സുഖം കിട്ടത്തില്ല. പിന്നെ റേപ്പ് പോണോഗ്രഫിയിലേക്ക് പോകണം. അതിൽ നിന്നും കുറച്ച് സുഖം കിട്ടത്തില്ല. പിന്നെ എന്ത് ചെയ്യണം? പിന്നെ വേറെ ഒന്നുമില്ല ചെയ്യാൻ, ശരിക്കുള്ള റേപ്പ് അല്ലെ മൊളസ്റ്റേഷൻ ചെയ്യണം. എനിക്ക് ഉറപ്പാണ് നമ്മുടെ രാജ്യത്ത് കിടക്കുന്ന 99% റേപ്പ് കേസിന്റെ പിറകിലും ഒരു പോൺ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഐ ആം വെരി ഷുവർ അബൌട്ട് ഇറ്റ്. ഓക്കെ, അപ്പം ചിലർ വിചാരിക്കും ഇത് ആരും അറിയുന്നില്ല, ഒന്നും കാണുന്നില്ല, ഞാനിത് കഴിഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞാൽ എല്ലാം ശരിയാകും. വെറുതെയാ, ഒന്നും ശരിയാവില്ല. കല്യാണം കഴിഞ്ഞാൽ നമ്മളിത് തന്നെ കണ്ടിന്യൂ ചെയ്യും. അത് നമ്മുടെ കുടുംബ ജീവിതം തകർക്കും. എനിക്കറിയാവുന്ന ഒരു വ്യക്തിയുണ്ട്. ഓക്കെ, ആ വ്യക്തി ഭർത്താവായിട്ട് ഫോൺ കാണുമായിരുന്നു. പുള്ളിക്കാരത്തി ഫോൺ നോക്കിയപ്പോഴത്തേക്ക് ഫോണിലൊക്കെ ഭയങ്കര നല്ല സെക്ഷൽ ആക്ടിവിറ്റിയും വളരെ പ്ലഷർഫുൾ ആയിട്ട് കാര്യങ്ങൾ നടക്കുന്നു. പുള്ളിക്കാരത്തിക്ക് മാത്രം ഇതൊന്നും ഈ എക്സ്പീരിയൻസ് ഒന്നും കിട്ടുന്നില്ല. ഓക്കെ, പുള്ളിക്കാരത്തി തന്നെ എടുത്തു. പുള്ളിക്കാരത്തി വിചാരിച്ചു ഓക്കെ എൻ്റെ എന്തോ കുഴപ്പമുണ്ട്, ഞാനൊന്ന് വെളിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അങ്ങനെ പുള്ളിക്കാരത്തി ഈ ഒരു ഫോൺ കണ്ടിട്ട് പുള്ളിക്കാരത്തിക്ക് എക്സ്പീരിയൻസ് കിട്ടാത്തത് കൊണ്ട് വെളിയിൽ ട്രൈ ചെയ്യാൻ പോയി. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. ഏത് ലെവലിലാണ് ഇത് നമ്മുടെ കുടുംബജീവിതത്തെ ഇമ്പാക്ട് ചെയ്യുന്ന ആലോചിച്ച് നോക്കണം. ഇതെല്ലാവരും എഫക്ട് ചെയ്യുന്നതായിരുന്നു. നിങ്ങൾ ആരെങ്കിലും ഫോൺ കാണുന്നുണ്ട്, ദയവ് ചെയ്ത് നിങ്ങൾ എത്രയും പെട്ടെന്ന് നിർത്തണം. ഇല്ല നിങ്ങളുടെ കുടുംബ ജീവിതം ഇതൊരു മാരക പാപമാണ്. മാത്രമല്ല നിങ്ങളുടെ കുടുംബ ജീവിതം തകരും. ഇന്ന് പതുക്കെ തകർന്നുകൊണ്ടിരിക്കുക. അല്ലെ കല്യാണം കഴിക്കാത്തവരാണെങ്കിൽ നിങ്ങൾ വിചാരിക്കും നാളെ കല്യാണം കഴിയുമ്പോൾ നിർത്തും. വെറുതെ നിർത്താൻ പറ്റത്തില്ല. നിങ്ങൾ പ്രാർത്ഥിച്ച് ഒരുങ്ങി കുമ്പസാരിച്ച് ടെക്നിക്ക് ഇന്ന് തന്നെ നിർത്താൻ നോക്കുക. ഓക്കെ, ഇതൊരു ഡ്രഗ് അഡിക്റ്റിന്റെ ബ്രെയിൻ ആണ്, ഇമേജ് ആണ്. റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡ് ഒരു ഹെൽത്തി ബ്രെയിൻ ആണ്. പോൺ അഡിക്റ്റിന്റെയും ഇതുപോലെ ബ്രെയിൻ ഡാമേജ് വരുന്നതാണ് പറയുന്നത്. പോൺ അഡിക്ട്സിന് ഫ്രണ്ടൽ ലോബ്സ് ഓഫ് ബ്രെയിൻ ഇമ്പാക്റ്റഡ് ആവും. അവർക്ക് ഡിസിഷൻ മേക്കിംഗ് ഇമ്പാക്റ്റഡ് ആവും. റിലേഷൻഷിപ്പ് ബിൽഡിംഗ്, ആൾക്കാർ റിലേഷൻഷിപ്പ് ബിൽഡിംഗ് ഇമ്പാക്റ്റഡ് ആവും. ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി, ഇതൊക്കെ അവരിൽ ഉണ്ടാകുന്ന ഒരു നോർമൽ സിംറ്റംസ് ആണ്. സ്വയംഭോഗം അതുപോലെ തന്നെ. സ്വയംഭോഗം ഈക്വലി പോണായിട്ട് ഹാൻഡ് ഇൻ ഹാൻഡ് പോകുന്നതാണ്. നമ്മൾ വിചാരിക്കും സ്വയംഭോഗം കണ്ട് നമ്മൾ ചെയ്യുന്ന ആരും ഇമ്പാക്ട് ചെയ്യുന്നില്ല, വെറുതെയാണ്. അത് ഇമ്പാക്ട് ചെയ്യും, നിങ്ങളുടെ കുടുംബജീവിതത്തെ തകർക്കും, നിങ്ങളുടെ വിവാഹ ജീവിതം തകരും. ദയവ് നിങ്ങൾ സ്വയംഭോഗത്തിന് അടിമകളാകരുത്. അതുകൊണ്ട് ഒരു മെഡിക്കൽ ബെനിഫിറ്റും ഇല്ല. പല തിയറീസ് അങ്ങനെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും പ്രൂവൺ ആയിട്ടുള്ള തിയറീസ് അല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഓരോ സെക്ഷൽ പെർവേഷൻസ് നമ്മൾ സമ്മതിക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരുപാട് സെക്ഷൽ പെർവേഷൻസ് നമ്മൾ സമ്മതിക്കേണ്ടി വരും. ബീസ്റ്റിയാലിറ്റി, മൃഗങ്ങളായിട്ടുള്ള സെക്സ് നമ്മൾ ലീഗലാക്കേണ്ടി വരും. പെഡോഫിലിയ തന്നെ കുട്ടികളായിട്ടുള്ള സെക്സ് നമ്മൾ ലീഗലാക്കേണ്ടി വരും. മാസ്റ്റർബേഷൻ, പബ്ലിക് മാസ്റ്റർബേഷൻ ലീഗലാക്കേണ്ടി വരും. പബ്ലിക് സെക്സ് ലീഗലാക്കേണ്ടി വരും. പബ്ലിക് ന്യൂഡിറ്റി ലീഗലാക്കേണ്ടി വരും. ലിവ് ഇൻ റിലേഷൻഷിപ്പ് ലീഗലാക്കേണ്ടി വരും. അങ്ങനെ പല പ്രശ്നങ്ങളിലേക്ക് നമ്മൾ പോകും. ഇതൊക്കെ ആർക്കെങ്കിലും ദൈവം നമുക്ക് ഫ്രീ വിൽ തന്നിട്ടുണ്ട്, ശരിയും തെറ്റും. നമ്മൾ ഏത് പാത്താണ് ചൂസ് ചെയ്യുന്നത് അതായിരിക്കും നമ്മുടെ ഡെസ്റ്റിനേഷൻ. നമുക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ നമ്മൾ റൈറ്റ് വേ തന്നെ ചൂസ് ചെയ്യണം. അത് ഇച്ചിരി പാടാണ്, പക്ഷെ അത് ബ്യൂട്ടിഫുൾ ആണ്. ആദ്യത്തെ കുറച്ച് സമയം കുറച്ച് പാടായിരിക്കും, പിന്നെ അത് ബ്യൂട്ടിഫുൾ ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചൂസ് ചെയ്യുന്നോ അതിന്റെ കോൺസിക്വൻസ് നമ്മൾ വേറെ റെഡി ആയിരിക്കണം. നമുക്ക് ആർക്കെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പലർക്കും അല്ലെ നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടായി ഏരിയസിൽ, പക്ഷെ നിങ്ങൾ വിഷമിക്കരുത്. കഴിഞ്ഞത് കഴിഞ്ഞു.
ഇന്നു മുതൽ നിങ്ങൾ നല്ല തീരുമാനം എടുക്കുക, ഞാൻ വിശുദ്ധിയിൽ ജീവിക്കും. അത് പാടാണ്, യെസ്. പിന്നെയും ട്രൈ ചെയ്യുക, പ്രാർത്ഥിക്കുക, പിന്നെ ഇടയ്ക്കൊന്ന് വീണുപോയി, ഡോണ്ട് വറി, പിന്നെ എണീറ്റ് വരിക, പ്രാർത്ഥിക്കുക, ട്രൈ ചെയ്യുക. നമ്മൾ നന്മപരമുള്ള ചാനലുകളിലൊക്കെ നമുക്ക് ഒരുപാട് വിശുദ്ധമായ ഇൻപുട്സ് കിട്ടുന്നുണ്ട്, അത് ഭയങ്കര പവർഫുൾ ആണ്. അപ്പം ഇങ്ങനത്തെ കമ്മ്യൂണിറ്റി നിങ്ങൾ വിടരുത്. ഓക്കെ, അപ്പം ഈ കമ്മ്യൂണിറ്റിയിലൊക്കെ നിങ്ങൾ നിൽക്കുക. നമ്മൾ കൂട്ടായ്മയിൽ നിൽക്കുന്നതിനെ പിശാചിനെ പിടിക്കാൻ പാടാം. ഒറ്റയ്ക്ക് നടക്കുന്നവരെ പിടിക്കും. കൂട്ടായ്മയിൽ നിൽക്കുന്നതിനെ ഇവളിനെ പിടിക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ കൂട്ടായ്മയിൽ നിന്ന് ഒരിക്കലും വിട്ടുപോകരുത്. ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്, ഉറപ്പായിട്ടും നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, ഡെയിലി കിട്ടുന്ന ഇൻപുട്സ് കിട്ടുമ്പോൾ, അച്ഛന്മാരുടെ ബ്ലെസ്സിങ് കിട്ടും, ഒരുപാട് ഹീലിംഗും ഡെലിവറൻസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പല മെത്തേഡ്സ് ഉണ്ട് ഹീലിംഗിന്. അൺബൗണ്ട്, എക്സോഡസ് 90. എക്സോഡസ് 90 എന്ന് പറഞ്ഞ ഒരു ആപ്പാണ്, 90-day ചാലഞ്ച് ആണ്. ഒരു 3-4 ആണുങ്ങൾക്കുള്ളതാണ്. ഒരുമിച്ച് ഒരു ആപ്പിലൂടെ കയറി ഡെയിലി പ്രെയർ, എക്സസൈസ്, ഫാസ്റ്റിങ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാധനമാണ്. കാരണം സൈക്കോളജി പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു സംഭവം 90 ദിവസം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹാബിറ്റ് ആയിട്ട് മാറുന്നതാണ്. അതുകൊണ്ടാണ് 90 ദിവസം ഈ ചാലഞ്ച് എക്സോഡസ് 90 ആപ്പ് വഴി ചെയ്യുന്നത്. അപ്പോൾ പല ആൾക്കാരും പോണോഗ്രഫിയിൽ നിന്നൊക്കെ വെളിയിൽ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഇതൊക്കെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾക്കുള്ള വേറൊരു മെത്തേഡാണ് മാഗ്നിഫൈ 90. അപ്പം ഡോണ്ട് വറി അബൌട്ട് എനി ഇഷ്യൂസ് എന്നുള്ളത്. ഈശോയ്ക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ പാസ്റ്റിലേക്ക് പോയി നിങ്ങളെ ഹീൽ ചെയ്യാൻ പറ്റും. അതിൽ വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈവിളിന്റെ ഏറ്റവും വലിയ ട്രിക്ക് എന്ന് പറയുന്നത് സെക്സോ, ലസ്റ്റോ, ലൈംഗികതയോ ഒന്നുമല്ല. അതൊക്കെ കർത്താവിന്റെ ഈ ഇങ്ങനെ ഒരു നിമിഷം കൊണ്ട് മാറ്റാവുന്നേ ഉള്ളൂ. നിങ്ങളുടെ ലൈംഗിക അവിശുദ്ധിയൊക്കെ ഇങ്ങനെ മാറ്റാം. പക്ഷെ ഈവിളിന്റെ ട്രിക്ക് ഡെസ്പെയർ ആണ്, ഹോപ്പ്ലെസ്നെസ്. ഞാൻ രക്ഷപ്പെടൂല, ഞാൻ ഭയങ്കര മോശമാണ്, ഞാൻ ചീത്തയാണ്, എന്നെ കൊണ്ട് കൊള്ളൂല, എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെ തീരും, ആർക്കും എന്നെ രക്ഷിക്കാൻ പറ്റത്തില്ല. ഇതാണ് ഇവളുടെ ട്രിക്ക്. നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ എത്ര വലിയ തെമ്മടിയാണ്, ദൈവം ഇത് നിങ്ങൾ ഡെസ്പെയറിലേക്ക് പോരുത്. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഡിപ്രഷനിലേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മുടെ മെയിൻ ഇന്റൻഷൻ എന്നാ? എനിക്ക് ആരോടും സംസാരിക്കണ്ട, എനിക്കൊന്നും വേണ്ട, എനിക്ക് ഒരിടത്തും പോകണ്ട. പുള്ളി ഇതേ കയറി പിടിക്കും, നിങ്ങൾ താഴോട്ട് പോവും. പല ആൾക്കാരും ആത്മഹത്യ ചെയ്തിരിക്കുന്ന ഈ സ്ഥലത്തു നിന്നാണ്. നിങ്ങൾ ഡിപ്രഷനിലേക്ക് പോകണ ഈ ഒരു സമയം ഉണ്ടല്ലോ, എനിക്ക് ആരോടും മിണ്ടാൻ തോന്നുന്നില്ല, അപ്പോഴാണ് നിങ്ങൾ മിണ്ടേണ്ടത്. കാരണം അപ്പം നിങ്ങൾ മിണ്ടിയില്ലെങ്കിൽ നിങ്ങൾ പിന്നെയും താഴോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾ എത്ര വലിയ പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കണം. ഞാനൊരു പെട്ടെന്നൊരു എക്സാമ്പിൾ പറഞ്ഞ് ഞാൻ ഒന്ന് നിർത്താം ഞാൻ. ഓക്കെ, ഇത് ലിവിങ് വാട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ മെത്തേഡിന്റെ ഒരു കോൺസെപ്റ്റ് ആണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. എനിക്കൊരു ഉൾക്കാഴ്ച എന്നൊരു കോൺസെപ്റ്റാണ്. ഫോർ എക്സാമ്പിൾ, നമുക്കെല്ലാവർക്കും പലർക്കും ഷെയിം, നാണം, ഗിൽറ്റ്, അതാണ് നമ്മളെ ആരോടും തുറന്നു പറയാൻ സമ്മതിക്കാത്തത്. ഞാനിപ്പോൾ ഒരു പോൺ അഡിക്റ്റ് ആണ്, ഞാൻ നാഷണൽ കോർഡിനേറ്റർ, എങ്ങനെ ആൾക്കാരോട് പറയും? എങ്ങനെ ആൾക്കാർ ആ ഷെയിമിലാണ് ഞാൻ നിൽക്കുന്നത്, എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഈ ഷെയിം ഈവിളുടെ നിന്ന് വരുന്ന. യേശുവിന്റെ നാമത്തിൽ നമ്മൾ ഷെയിം റിനൗൺസ് ചെയ്ത് നമ്മളൊരു കോൺഫിഡൻഷ്യൽ അക്കൗണ്ടബിലിറ്റി കമ്മിറ്റിയോട് തുറന്നു പറയുമ്പോൾ ഹീലിംഗ് തുടങ്ങും അവിടെ. ഈവിളിൽ നമ്മൾ തട്ടിക്കളയാ. അതിന്റെ കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞത് മനസ്സിലാക്കിയോ? ഇപ്പം ഞാൻ ഒരു ആങ്കൊച്ചാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ എൻ്റെ അപ്പൻ നല്ലതായിട്ട് എനിക്കൊരു സ്നേഹം തന്നിട്ടില്ലെന്നിരിക്കട്ടെ. നമ്മൾ എങ്ങനത്തെ വ്യക്തികളാണെങ്കിലും ശരി, എല്ലാ കുട്ടികൾക്കും അപ്പൻ്റെയും അമ്മയുടെയും സ്നേഹം കിട്ടിയിരിക്കണം. കിട്ടിയേ പറ്റത്തുള്ളൂ. നമുക്ക് കിട്ടാതെ വേറെ വഴിയില്ല. കിട്ടിയില്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്തുകൾ ആ കുട്ടികളുടെ ജീവിതത്തിൽ ഉണ്ടാവും. എൻ്റെ എക്സാമ്പിളിൽ ഞാൻ പറയുകയാണ്, എൻ്റെ അപ്പൻ എന്നോട് വലിയ സ്നേഹം കാണിച്ചില്ലെന്നിരിക്കട്ടെ. ഓക്കെ, അപ്പൊ ഞാൻ ഈ അപ്പൻ്റെ സ്നേഹം കിട്ടാതെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. ഓക്കെ, ആ സ്നേഹം കിട്ടുന്നില്ല, വളർന്നുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പം അങ്ങനെ ഞാൻ അറിയുന്നില്ല, പക്ഷെ എൻ്റെ ഉള്ളിൽ ദാഹം കിടക്കുക. ഓക്കെ, അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ വളർന്നു വരുമ്പോഴത്തേക്ക് എൻ്റെ സ്കൂളിലെ കോളേജിൽ വേറൊരു പയ്യൻ എന്നോട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പിലേക്ക് വരുന്നു. ഓക്കെ, അപ്പം എൻ്റെ അപ്പൻ്റെ സ്നേഹം എനിക്ക് കിട്ടാഞ്ഞത് കൊണ്ട് എൻ്റെ നീഡ് ഫോർ ലവിനെ അത് ഡിസ്റ്റോർട്ട് ചെയ്തു. അതായത് അതിനെ ഡിസ്റ്റോർഷന്റെ മലയാളം എനിക്കറിയത്തില്ല. ഡിസ്റ്റോർഷൻ എന്ന് പറഞ്ഞാൽ അതിനെ നമ്മളൊന്ന് ശരിക്കും പ്യൂർ ആയതിനെ ഇമ്പ്യൂർ ആക്കി. എൻ്റെ സ്നേഹത്തിന്റെ ആവശ്യത്തെ അത് ഇമ്പ്യൂർ ആക്കി. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിന് നമ്മളെക്കുറിച്ച് പ്ലാനും പദ്ധതിയുണ്ട്, അതുപോലെ ഈവിളിനും ഉണ്ട് നമ്മളെക്കുറിച്ച് പ്ലാനും പദ്ധതിയും. പുള്ളിയുടെ പദ്ധതി നടപ്പാക്കാൻ നോക്കും. ഓക്കെ, അപ്പം എൻ്റെ നീഡ് ഫോർ ലവിനെ ഡിസ്റ്റോർട്ട് ചെയ്തു. അപ്പോഴാണ് വേറൊരു പയ്യൻ്റെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പിന്റെ സ്നേഹം കിട്ടിയത്. അപ്പം ഞാൻ എൻ്റെ അപ്പൻ്റെ സ്നേഹം ഉള്ളിൽ നിന്ന് കൊച്ചിയ പയ്യനിലേക്ക് അങ്ങനെ ക്ലിങ്ങി. ആ സ്നേഹം എനിക്ക് ഭയങ്കര സുഖം തരും. അങ്ങനെ ഞാനൊരു ഗെയർ റിലേഷൻഷിപ്പിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പം ഞാൻ ഗെയർ റിലേഷൻഷിപ്പ് പോയെന്ന് തന്നെ ഇരിക്കട്ടെ. ഒരുത്തൻ്റെ അടുത്ത് പോയി, അത് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടി, ഞാൻ വേറൊരുത്തൻ്റെ അടുത്ത് പോയി. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് വേറെ ആൾ നോക്കുമ്പോഴത്തേക്ക് എന്നാ പറ്റുന്നത്? എനിക്ക്
ഞാൻ വേറെ ആളെ നോക്കുമ്പോഴത്തേക്ക് ഈ പയ്യനെ നോക്കിയാൽ ഡിനോയെ നോക്കി അവൻ എത്ര ഒരാളുടെ വേറെ ആളത്തേക്ക് പോകുന്നു, എന്തൊരു മോശം പയ്യനാണ് അവൻ എന്ന് വിചാരിക്കും. ഓക്കെ, പക്ഷെ ദൈവം കാണുന്ന എങ്ങനെയാണെന്ന് ആലോചിക്കണം. ദൈവം കാണുന്ന എങ്ങനെയാ നോക്കണം. ദൈവം നോക്കുന്നത് എന്റെ മകൻ ഡിനോ പാവം, അവൻ ഈ ചെയ്യുന്ന ഒന്നും ആണുങ്ങളുടെ അടുത്ത് പോകാനായിട്ട് അവൻ ശരിക്കും അവന്റെ അപ്പന്റെ സ്നേഹം നോക്കി നടക്കുന്നേ. അവന് കുഞ്ഞുനാളിൽ കിട്ടാൻ അവന്റെ അപ്പന്റെ സ്നേഹം നോക്കിയാണ് അവന് ചെയ്യുന്നതെല്ലാം. അതാണ് ദൈവത്തിന്റെ കാഴ്ചപ്പാട്. ദൈവത്തിന് അത്ര സ്നേഹത്തെ അവനെ കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെ കാണുന്ന ഒരിക്കലും ഒരു വ്യക്തിയെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് സ്നേഹത്തിലൊരു വ്യക്തി കാണാൻ പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങൾ മനസ്സിലാവും, നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ, ഓഫ് കോഴ്സ് നമ്മൾ അതിന് വി ആർ റെസ്പോൺസിബിൾ ഫോർ ആക്ഷൻസ്, പക്ഷെ അതിന്റെ റൂട്ടൊക്കെ ഒരു സ്നേഹത്തിന്റെ അഭാവത്തിൽ നിന്നായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ആരും ഷെയിമിലേക്കും ഗിൽറ്റിലേക്കും പോകരുത്. ദൈവം ഒരുപാട് സ്നേഹത്തോടെ നമ്മളെ കാണുന്നത്. ഓക്കെ, ഞാൻ ഇത് പറയുന്ന മൈൻഡപ്പ് ചെയ്യാം. ചോദ്യങ്ങൾ നോക്കാം. ഓക്കെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധന്റെയും നാമത്തിലാകാം. അമ്മയുടെ മാസേഷൻ എന്ന് പറഞ്ഞ റിമേസ്തി കർത്താവ് അങ്ങയുടെ ശ്രീലങ്കരിക്കപ്പെട്ടുള്ള ഐശ്വങ്കരിക്കപ്പെട്ടാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഓക്കെ, ഡിസ്റ്റോർഷൻ എനിക്കൊന്ന് വളച്ചൊടിക്കൽ എന്ന് ഒരാൾ പറയുന്നുണ്ട്, ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ, ചില ചോദ്യങ്ങൾ ചിലപ്പോൾ ഉത്തരം അറിയത്തില്ലായിരിക്കും. എന്തെങ്കിലും ചോദ്യങ്ങൾ അറിയാൻ മേലത്തുണ്ടെങ്കിൽ എന്തായാലും ഒരാഴ്ചത്തെ ചാനൽ ഉണ്ടല്ലോ, അതിൽ ചെക്ക് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ കുറച്ച് സമയം നമുക്കുണ്ട്, നമുക്കത് അതിലേക്ക് വേണമെങ്കിൽ കിടക്കാം. ഇതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ആരെ വേണേൽ കോൺടാക്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പെങ്കൊച്ചിനോട് സംസാരിക്കാൻ കംഫർട്ടബിൾ ആണെങ്കിൽ എസ്മിൻ എന്ന് പറഞ്ഞ ടീം മെമ്പർ ഉണ്ട്, അവളെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ. ഹലോ ചേട്ടാ, എനിക്കൊരു ചെറിയൊരു ചോദ്യം. ഇത് വന്നിട്ട് ഞാനിപ്പോ ബൈബിൾ വായിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു ചോദ്യമാണ്, സംതിങ് റിലേറ്റഡ് ടു പ്രോ ലൈഫ് ഓൾസോ. ഇത് 1 Samuel chapter 15 verses chapter 15 verses 3 ആണ്. ഇതിൽ വന്നിട്ട് ദൈവം വന്നിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ദിസ് ഇസ് വാട്ട് ദ ലോർഡ് ഓഫ് ഹോസ്റ്റ്സ് ഹാസ് ടു സേ, ഐ വിൽ പണിഷ് വാട്ട് Amalek did to Israel when he barred his way as he was coming up from Egypt. Now go attack Amalek and deal with him and all that he has under the banner. Do not spare him, but kill men and women, children and infants, oxen and sheep and camels and asses. അപ്പൊ ഈ കാര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ God is commanding Israelites to kill men, women, children and so ഇപ്പൊ സാധാരണയായിട്ട് നമ്മൾക്ക് when we are going for pro life ministry, ചിലപ്പോൾ നമുക്ക് ബൈബിള് കുറച്ച് അവിടെ ഇവിടെ ബിറ്റ്സ് ആൻഡ് പാർട്സ് ആയിട്ട് വായിക്കുന്ന ആൾക്കാര് ചിലപ്പോ ഈ ഒരു പെർട്ടിക്കുലർ വേഴ്സ് എടുത്തിട്ട് പറയായിരിക്കും, see the God of the Old Testament told to kill infants and now you are saying that you have to protect the infants. So how can we counter this argument and what is the ഇപ്പൊ ഞാൻ തിയോളജിക്കൽ ബേസിസ് അല്ലാതെ ഞാനിപ്പോ എന്താണ് ഓപ്പോസിറ്റിൽ ഇരിക്കുന്ന ആൾക്കാര് തിയോളജിക്കലായ ഒരു ആൻസർ എടുക്കാൻ പറ്റുമോന്ന് എനിക്ക് തോന്നുന്നില്ല. But then again, how can we answer at least in a logical way for this particular query, if it is possible? ഓക്കെ, അപ്പം അല്ല, അതിപ്പം ബൈബിള് വ്യാഖ്യാനിക്കുന്നത് ചർച്ചാണ്. ഓക്കെ, അപ്പം ഒരാൾ പറയണ ഇപ്പൊ ലിറ്ററൽ സെന്റൻസ് ഞാൻ എടുക്കത്തുള്ളൂ, ചർച്ചിന്റെ വ്യാഖ്യാനം ഞാൻ എടുക്കാൻ റെഡി അല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്തൊന്നും ചെയ്യാനില്ല. ഇറ്റ്സ് ഹിസ് പ്രോബ്ലം, വി കനോട്ട് ഡു എനിത്തിങ്. ഓക്കെ, church has been given the authority to define the word of God. ഓക്കെ, അതിനകത്ത് തിയോളജി ഉറപ്പായിട്ട് നമ്മൾ എടുക്കണം. നമുക്കത് പ്യുവർ ലോജിക്കോ സയൻസിലോ, ഐ എം നോട്ട് ടെലിംഗ് ബൈബിൾ ഇസ് നോട്ട് ബാക്ക് ബൈ സയൻസ് എന്നല്ല ഞാൻ പറയുന്നത്, ഓഫ് കോഴ്സ് ഉണ്ട്. പക്ഷേ പ്യുവർ ഒരു തിയോളജിക്കൽ എക്സ്പ്ലനേഷന്റെ ബാക്ക് ഇല്ലാതെ നമുക്ക് ബൈബിൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത്. ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം, പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന പല കാര്യങ്ങളും എഴുതിയ ആളുടെ വ്യാഖ്യാനമാണ് അവിടെ ഉള്ളത്. ഓക്കെ, ഇപ്പം ദൈവം പോയി കൊല്ലാൻ പറഞ്ഞു എന്ന് എഴുതുന്നത് അത് ചിലപ്പം കൊല്ലാൻ പറഞ്ഞു എന്നുള്ളതായിരിക്കത്തില്ല, ആ വാറിന്റെ ഔട്ട്കമ്മില് അവിടെ ആ വ്യക്തികൾ കൊല്ലപ്പെട്ടതായിരിക്കാം. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാതെ ലിറ്ററലി പഴയ നിയമത്തിൽ എഴുതിയ സെന്റൻസ് മേ നോട്ട് ഹാവ് ബീൻ അബ്സല്യൂട്ട്ലി ദ സെയിം വേ ദ ചർച്ച് ഈസ് എക്സ്പ്ലെയിനിങ് ഇറ്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. എനിക്കൊന്ന് അച്ഛനുണ്ടായിരുന്ന അച്ഛൻ കുറച്ചുകൂടെ നന്നായിട്ട് പറഞ്ഞാൽ അതിനെ കുറിച്ച്. ജോസ് അച്ഛനുള്ളപ്പം മേ ബി ആശിഷ് അല്ലെങ്കിൽ അച്ഛനുള്ളപ്പോൾ ഈ ഒരു ചോദ്യം കൂടെ ഒന്നുകൂടെ നമുക്ക് എടുക്കാം. അച്ഛന് കുറച്ചും കൂടെ നല്ലൊരു എക്സ്പ്ലനേഷൻ തരാൻ പറ്റിയേക്കും.
ഓക്കെ ഓക്കെ ഈ ഒരു തിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ടില് ലൈക്ക് കുറച്ച് സ്ട്രോങ് ആയിട്ട് പ്ലസ് ഈ ഒരു പെർട്ടിക്കുലർ വേഴ്സിന്റെ ഇനിയും കുറച്ച് സ്പെഷ്യൽ ബാക്ക്ഗ്രൗണ്ട് നോളജ് ഉണ്ടായാൽ തന്നെ ആൻസർ കുറച്ച് വ്യക്തമാവുള്ളൂ. അതെ അതെ അതെ. അപ്പൊ നമുക്കൊരു ഈ ഒരു ചോദ്യം നമുക്ക് അച്ഛനോടുകൂടെ ഒന്ന് ചോദിക്കാം. കാരണം എന്റെ ഒരു ബേസിക് കാര്യം ഞാൻ പറഞ്ഞതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെങ്കിലും നമുക്ക് അച്ഛന്റെ ഒരു ബാക്കപ്പിൽ ഒരു കുറച്ചും കൂടെ ഒരു നല്ലൊരു തിയോളജിക്കൽ ഒരു ഉത്തരം നമുക്ക് എടുക്കാം. നമുക്ക് വിൽ പാർക്ക് ഇറ്റ് ഫോർ അനദർ ഡേ. ഓക്കെ ഓക്കെ ഓക്കെ. വേറെ എന്തെങ്കിലും ചോദ്യം? ഹലോ. ഓക്കെ. അപ്പൊ ഞാൻ ചാറ്റിൽ ഓക്കെ. ഇതിനകത്ത് കുറെ ചോദ്യങ്ങളുണ്ട് എന്റെ പോസ്റ്റ് ചെയ്ത ലിങ്കിൽ. ഓക്കെ, ഞാനത് ഓക്കെ ഞാനിപ്പം ഞാൻ ആ ചാറ്റിലുള്ള 20 ചോദ്യങ്ങളുണ്ട്. ഞാൻ പെട്ടെന്ന് ഒന്ന് അഡ്രസ് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഓൺലൈൻ ചാറ്റ് ചെയ്യുമ്പോൾ സെക്ഷൽ ടോപ്പിക് സംസാരത്തിൽ വന്നാൽ അത് സെക്ഷൽ ടോപ്പിക് സംസാരത്തിൽ വന്ന, ഫോർ എക്സാമ്പിൾ ഞാൻ ഓൺലൈൻ വെച്ചാൽ വാട്സാപ്പ് ഓക്കെ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഞാൻ ചാറ്റിംഗ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാറില്ല. അപ്പോൾ വാട്സാപ്പിൽ ഞാൻ ചാറ്റ് ചെയ്യുമ്പോൾ ഞാൻ പലപ്പോഴും സെക്സിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. അത് എൻ്റെ മിനിസ്ട്രിയുടെ പാർട്ടായിട്ട് ഞാൻ ചെയ്യുന്നതാണ്, ആൾക്കാരെ സഹായിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അത് തെറ്റല്ല. ഓക്കെ, അതല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞാനിപ്പോൾ ഒരു ചാറ്റിംഗ് വെബ്സൈറ്റ്, അതിൽ ഞാനൊരു വ്യക്തിനെ കണ്ടു, ഞങ്ങൾ തമ്മിൽ സെക്സ് ചാറ്റ് ചെയ്തു. ഓഫ് കോഴ്സ് അത് തെറ്റാണ്, അത് ചെയ്യാൻ പാടില്ല. അതല്ല, ഞാനിപ്പോൾ ഒരു പ്രീച്ചിങ്ങിന്റെ കോണ്ടെക്സ്റ്റ് അല്ലാതെ ഞാൻ ഒരു പെങ്കൊച്ചായിട്ട് അല്ല ആൺകൊച്ചായിട്ട് ചാറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ തമ്മിൽ വാട്സാപ്പിൽ സെക്സ് ചാറ്റ് ചെയ്യുന്നത് തെറ്റാണ്, അത് ചെയ്യാൻ പാടില്ല. ഇറ്റ് ഇസ് റോങ്. അതല്ല, നിങ്ങളിപ്പോൾ കല്യാണം കഴിക്കാൻ വന്ന വ്യക്തി, നോക്കുന്ന വ്യക്തി, ഒരു നിങ്ങളുടെ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് എനിക്ക് ഐ എം നോട്ട് കംഫർട്ടബിൾ വിത്ത് ദിസ്, ഐ എം നോട്ട് കംഫർട്ടബിൾ വിത്ത് ദാറ്റ്, അല്ലെങ്കിൽ ഇത്ര കുട്ടികൾ വേണം, ഐ ഡോണ്ട് ലൈക്ക് യൂസ് കോണ്ടംസ്, അല്ലെങ്കിൽ എനിക്ക് മാസ്റ്റുർബേഷൻ ഇഷ്ടമില്ല, അങ്ങനെ ഒരു എറോസിലല്ല നമ്മൾ. ഇഫ് യു ആർ ഡിസ്കസിങ് അറ്റ് എ നോളജ് ലെവൽ, അതിൽ തെറ്റുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, പക്ഷെ ഡിസ്കസിങ് അറ്റ് എ ഇന്റിമസി ആ ലെവലിലേക്ക് ഓഫ് കോഴ്സ് ഇറ്റ്സ് എ മിസ്റ്റേക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ മാക്സിമം ഒരു കോണ്ടാക്ട് ഇല്ലെങ്കിൽ അങ്ങനത്തെ ചില അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ ഓക്കെ. എന്താ കുറെ ചോദ്യമുണ്ടല്ലോ. ഓക്കെ, ഒരു സെക്കൻഡ്. മാരേജ് കഴിഞ്ഞ് 4 year ആയി. ആദ്യ സമയങ്ങളിൽ കുഞ്ഞു വേണ്ട എന്ന തീരുമാനമായിരുന്നു, ഇപ്പോൾ ആവുന്നില്ല. എന്തെങ്കിലും ശാപമാണോ? അങ്ങനെ പലരും പറയുമ്പോൾ പേടിയാണ്. ഓക്കെ, ദൈവത്തിന് ഒരിക്കലും നമ്മളെ ശിക്ഷിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിന് നമ്മളെ ശിക്ഷിക്കാൻ പറ്റത്തില്ല. ദൈവം സ്നേഹമാണ്. പക്ഷെ നമ്മുടെ തെറ്റുകളുടെ ഭവിഷ്യത്ത്, ഒരു നാച്ചുറൽ കോൺസിക്വൻസ് നമ്മൾ ഫേസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഞാൻ എന്നാ പറയുന്നത്, ഞാൻ കള്ളു കുടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ കള്ളു കുടിച്ച് ഭയങ്കര കള്ളുകുടിയനാണ്. അപ്പൊ എനിക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ലിവർ സിറോസിസ് വന്നു. അത് ദൈവത്തിന്റെ ശാപമാണോ? അല്ല, അത് ഞാൻ കുടിച്ചതിന്റെ ഔട്ട്കം ആണ്. ഓക്കെ, ഞാൻ കള്ളു കുടിച്ചത് കൂടിപ്പോയി എനിക്ക് ലിവർ സിറോസിസ് വന്നു. അത് ഞാൻ കുടിച്ചതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. ആ കോൺസിക്വൻസ് നമുക്ക് ചിലപ്പോൾ വരും. അതിൽ നിന്നും ദൈവത്തിന് നമ്മൾ രക്ഷിക്കാൻ പറ്റും. അപ്പം ഏത് സഹോദരി അല്ല സഹോദരൻ ആരാണെങ്കിൽ മനസ്സിലാക്കണം, നിങ്ങൾ ദൈവത്തെ ശാപത്തെ കുറിച്ചൊന്നും പേടിക്കരുത്. പക്ഷെ നിങ്ങൾ ആ സമയത്ത് കുഞ്ഞ് വേണ്ടാന്ന് തീരുമാനം, അത് ഒരു ശരിയായ തീരുമാനമാണോ എന്നുള്ളത് എനിക്ക് ഡൗട്ടുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് നമ്മൾ കർത്താവിനോട് മാപ്പ് പറഞ്ഞ് കുമ്പസാരിക്കുക, പ്രാർത്ഥിക്കുക. ഉറപ്പായിട്ടും ദൈവത്തിന്റെ കാരുണ്യത്തിൽ ദൈവം നമുക്ക് അവിടെ ശാപമൊന്നുമില്ല കേട്ടോ, അങ്ങനെ നമ്മൾ വിചാരിക്കരുത്. നമ്മൾ ദൈവം കരുണയാണ്, സ്നേഹമാണ്. എന്നാൽ നമ്മൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി കുമ്പസാരിക്കണം, നമ്മൾ പ്രായശ്ചിത്തം ചെയ്യണം, നമ്മൾ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ആർമി ഫോർ ലൈഫ് ആപ്പ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു ആപ്പ് ഉണ്ട്, അതിൽ കുഞ്ഞുങ്ങളെ ദത്തെടുത്ത് പ്രാർത്ഥിക്കുക. ഓക്കെ, അങ്ങനെ ദത്തെടുത്ത് പ്രാർത്ഥിച്ച കുറച്ച് ആൾക്കാർക്കൊക്കെ കൺസെപ്ഷൻ നടന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ആർമി ഫോർ ലൈഫ് സ്പിരിച്വൽ അഡോപ്ഷൻ ആപ്പ് എന്നാണ്, അതിന് ജീസസ് യൂത്തിന്റെയാണ്. അപ്പൊ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ കുഞ്ഞുങ്ങളെ ദത്തെടുത്ത് പ്രാർത്ഥിക്കാം. അത് അബോർഷന് രക്ഷിക്കാനുള്ള പ്രാർത്ഥനയാണ്. പിന്നെ നിങ്ങൾക്ക് ഡോക്ടർ ഫിൻഡോ തൃശ്ശൂരുള്ള പുള്ളി, ഈ എസ്പെഷ്യലി ഇൻഫെർട്ടിലിറ്റി കേസസിൽ ഡോക്ടർ ഫിൻഡോ ഭയങ്കര പ്രഗത്ഭനാണ്. അത് സത്യം പറഞ്ഞാൽ പുള്ളിയുടെ കഴിവല്ല, ദൈവം പുള്ളിക്ക് കൊടുത്തിരിക്കുന്ന ഒരു കൃപയാണ്. ഇത്ര ശക്തമായിട്ട് പ്രൊലൈഫിന് വേണ്ടി നിൽക്കുന്നതുകൊണ്ട് പുള്ളി ട്രീറ്റ് ചെയ്യുമ്പോൾ പല ഇൻഫെർട്ടൈൽ കേസസും പ്രഗ്നന്റ് ആകാറുണ്ട്. ആ ദൈവം പുള്ളി കൊടുത്തൊരു ഗിഫ്റ്റാണ്. ഓക്കെ, പുള്ളിയെ ഡോക്ടറെ പോയി കാണാൻ വേണമെങ്കിൽ. മൈ ഫ്രണ്ട് ഇപ്പോ നിത്യകന്യക വ്രതം എടുത്ത ആളാണ്. അവൾ യങ് ഏജ് റിലേഷൻഷിപ്പിലായിരുന്നപ്പോൾ നേക്കഡായ ബോയ് ഫ്രണ്ടിന്റെ ഒപ്പം ആയിട്ടുണ്ട്, പ്ലസ് മാസ്റ്റുർബേഷൻ ഉണ്ടായിരുന്നു. നൗ ഷീസ് തിങ്കിങ് അവൾ വെർജിൻ അല്ല എന്ന്. ഹൗ ഡു ചർച്ച് ഡിഫൈൻ വെർജിനിറ്റി? എനിക്കിന് ഉത്തരം സത്യം പറഞ്ഞാൽ അറിയത്തില്ല.
ഓക്കെ, സോ ഞാൻ ഈ ആൻസർ ഞാൻ അടുത്ത ദിവസം ഒരു ദിവസം ഉത്തരം പറയാം. ഓക്കെ, ചർച്ചിന്റെ ഒരു ഓണസ്റ്റ്ലി ഐ തിങ്ക് അതിനകത്ത് കുഴപ്പമില്ല. ഡിപ്പെൻസ് വാട്ട് ഈസ് യുവർ ഇന്നത്തെ കോണ്ടെക്സ്റ്റ് ഓഫ് ഡിസിഷൻ, ബട്ട് ഐ ഡോണ്ട് നോ ദ കറക്റ്റ് ഉത്തരം എനിക്ക് അറിയത്തില്ല. ഞാൻ ഉത്തരം ചെക്ക് ചെയ്തിട്ട് ഐ വിൽ കം ബാക്ക്. ഓക്കെ, ഞാൻ അതിൻ്റെ ഉത്തരം ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. ഇറ്റ് ഈസ് ഹേർഡ് ദാറ്റ് നാച്ചുറൽ ഫാമിലി പ്ലാനിങ് ക്യാൻ ബി യൂസ്, ഇസ് ഇറ്റ് ട്രൂ? അറ്റ് വിച്ച് ഓൾ സിറ്റുവേഷൻസ് ക്യാൻ? ഓക്കെ, നാച്ചുറൽ ഫാമിലി പ്ലാനിങ് എന്ന് പറഞ്ഞാൽ കോൺട്രസെപ്ഷൻ അല്ല, സ്പില്ലിംഗ് ഓഫ് ദ സ്പേം സ്പില്ലിംഗ് നല്ല നാച്ചുറൽ ഫാമിലി പ്ലാനിങ്. നാച്ചുറൽ ഫാമിലി പ്ലാനിങ് അല്ല നാച്ചുറൽ ഫെർട്ടിലിറ്റി അവയർനെസ് എന്ന് പറയുന്നത് നമുക്ക് കാര്യമായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ പ്രോപ്പർ സെക്ഷൽ ഇന്റർകോഴ്സ് ഇൻഫെർട്ടൈൽ പീരിയഡ്സ് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഫെർട്ടൈൽ ആകുന്നില്ല. അതാണ് നാച്ചുറൽ ഫാമിലി പ്ലാനിങ്. ഓക്കെ, അല്ലാതെ നമ്മൾ സ്പേം വഴി സ്പില്ല് ചെയ്യുന്നതോ കോണ്ടോ ഉപയോഗിക്കുന്നതോ നാച്ചുറൽ ഫാമിലി പ്ലാനിങ് അല്ല. അത് കാര്യമായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. എന്താണ് കാരണങ്ങൾ എന്നുള്ളത് എനിക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. അത് ഓരോ വ്യക്തികളുടെയും തീരുമാനമാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ കുടുംബത്തിൽ എനിക്ക് അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് ഒരു കാര്യമായ രോഗം വന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു കുഞ്ഞിനെ സ്വീകരിക്കാനുള്ള സാവകാശമില്ല, അല്ലെ ഭയങ്കര ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായി, അല്ലെ ഒരു കോവിഡ് സിറ്റുവേഷൻ ആണ്. അപ്പം അങ്ങനെ നമുക്ക് പലർക്കും പല കാരണങ്ങളായിരിക്കാം. അത് നമ്മൾ പ്രാർത്ഥിച്ച് തീരുമാനിച്ച് ഡിസ്കസ് ചെയ്തെടുക്കേണ്ട തീരുമാനമാണ്. ഓക്കെ, ആ ഒരു കാരണമാണെങ്കിൽ ആ കാരണം കഴിയുന്നവരെ നമ്മൾ സാവകാശം വെയിറ്റ് ചെയ്യുന്നു. എങ്കിലും ആ സമയത്ത് പ്രഗ്നന്റ് ആകുകയാണെങ്കിൽ ഞാൻ ആ കുഞ്ഞിനെ സ്വീകരിക്കും എന്നുള്ള ഓപ്പൺ ടു ലൈഫ് മെന്റാലിറ്റിയാണ് നാച്ചുറൽ ഫാമിലി പ്ലാനിങ്. കേട്ടോ, it is heard, okay, even when I know some things are sins like masturbation, seeing porn, but my husband who doesn't accept it, how can I handle? ഇതൊരു ഭയങ്കര ഡിഫിക്കൽട്ട് കാര്യമാണ്. എനിക്കത് ഞാൻ പലരും എന്നോട് ചോദിക്കാറുള്ള ഇതാണ്. പക്ഷെ എനിക്ക് നമുക്ക് അതിനകത്തൊരു പെർഫെക്റ്റ് ഉത്തരം പറയാൻ പറ്റില്ല. അത് നമ്മളതൊരു ഹസ്ബൻഡ് അങ്ങനെ പറയുന്നുണ്ടെങ്കിലും അത് നമ്മളത് അവോയ്ഡ് ചെയ്യുക, നമ്മളതിന് നമ്മൾ കാണാൻ പോകാതിരിക്കുക എന്നുള്ളതാണ്. അതൊരു ടഫ് തിങ് ആട്ടോ. എനിക്കിത് ഒരു സഹനമാണത്. പിന്നെ ഹസ്ബൻഡ് നിങ്ങളെ കൊണ്ട് നിർബന്ധിച്ച് കാണിപ്പിച്ചു. അപ്പൊ നിങ്ങളുടെ മേത്തൊരു പാപം ഉണ്ടെന്ന്, അല്ലെങ്കിൽ പാപത്തിന്റെ ഒരു അംശം കുറവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പാപം എന്ന് പറയുന്നത് ഞാൻ സ്വന്തം ബോധത്തോടും നോളജോടുകൂടിയും സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതാണ് പാപം. വേറൊരു വ്യക്തി എന്നെ കൊണ്ട് ഫോഴ്സ് ചെയ്ത് ചെയ്യിക്കുന്ന ഒരു കാര്യം അതേ ലെവലിൽ പാപമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അതുകൊണ്ട് പക്ഷെ ഭർത്താവിനെ വേണ്ടി പ്രാർത്ഥിക്കുക, ഭർത്താവിന് ഇൻപുട്സ് കൊടുക്കാൻ നോക്കുക, നല്ല കമ്മ്യൂണിറ്റികളിൽ ഭർത്താവിനെ ഒരു നല്ല ആൾക്കാരോടുള്ള ഫ്രണ്ട്ഷിപ്പിൽ വളർത്താൻ നോക്കുക, പ്രാർത്ഥിക്കുക, ഒരു സാധനമായിട്ട് എടുക്കുക, ഈശോയോട് ആ സാധനം ഈശോയ്ക്ക് കൊടുക്കുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അതൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആണ്. ഓക്കെ, ബർത്ത് ഓഫ് എ ബേബി ഈസ് എൻ ആക്ട് ഓഫ് ഹോളി സ്പിരിറ്റ്. സോ ഇല്ലീഗലായിട്ട് പ്രഗ്നന്റ് ആയാൽ അവിടെ ഹോളി സ്പിരിറ്റ് വർക്ക് ചെയ്യുന്നില്ലല്ലോ. സോ ആ കൺസീവിങ് തന്നെ നോട്ട് എ ഹോളി സ്പിരിറ്റ് അല്ലേ? ഓക്കെ, ഇൻട്രസ്റ്റിംഗ് ചോദ്യമാണ്. അതായത് വിവാഹത്തിന് മുമ്പോ അല്ലെങ്കിൽ റേപ്പിലോ ഉണ്ടാകുന്ന കുട്ടികൾ ദൈവത്തിൽ നിന്നല്ല എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ. അല്ല, അത് ആ കുട്ടികളും ദൈവത്തിൽ നിന്നാണ്. എല്ലാ കുട്ടികളും ദൈവത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്, അതിനൊരു സംശയമില്ല. അപ്പൊ ഞാൻ എൻ്റെ കോൺസെപ്റ്റ് ഞാൻ പറയാം. നമ്മള് ഫോർ എക്സാമ്പിൾ എനിക്ക് ഗിഫ്റ്റ് ഓഫ് ടങ്സ് അല്ലെങ്കിൽ എന്താ ടങ്സ് പറയുന്നത്, അയ്യോ ഭാഷാവരത്തിന്റെ ഗിഫ്റ്റ് എനിക്ക് കൊണ്ടുവന്നിരിക്കട്ടെ. ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന വിശുദ്ധിയിൽ ധ്യാനം കൂടിയപ്പോൾ എനിക്ക് ഭാഷാവരം കിട്ടി. ഓക്കെ, ഞാൻ നാളെ മുതൽ ഞാൻ പോൺ കാണാൻ തുടങ്ങുക. ഞാൻ പോൺ അഡിക്റ്റ് ആയി, ഞാൻ കുറച്ച് പെണ്ണുങ്ങളായിട്ട് റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടായി. എൻ്റെ ഭാഷാവരം പോവോ? സത്യം പറഞ്ഞാൽ പോകത്തില്ല. എനിക്ക് അപ്പോഴും ഭാഷാവരം ഉണ്ടാവും. ദൈവം ഒരു ഗിഫ്റ്റ് തരുന്നത് എന്നേക്കുമായിട്ടാണ്. ആ ഗിഫ്റ്റ് ദൈവം തിരിച്ചെടുക്കത്തില്ല. പക്ഷേ ഞാൻ ചെയ്ത തിന്മയുടെ പ്രതിഫലനം ഞാൻ അനുഭവിക്കും. ഫോൺ കണ്ട് ഞാൻ അതിനുള്ള ഒരു നാച്ചുറൽ ഔട്ട്കം തിന്മയുടെ ജീവിതത്തിൽ കളിക്കും, അത് വേറെ കാര്യം. പക്ഷെ എൻ്റെ ഭാഷാവരം ഞാൻ വിശ്വസിക്കും ദൈവം ഒരു ഗിഫ്റ്റ് തിരിച്ചെടുക്കത്തില്ല. ഗിഫ്റ്റ് ഈസ് ഗിവൻ. ഓക്കെ, അപ്പം ഗിവൻ തന്നൊരു പ്രീഡിഫൈൻഡ് ഗിഫ്റ്റ് ആണ് when a sperm fuses with an ovum, a zygote അല്ലെങ്കിൽ ഒരു ബേബി ഉണ്ടാകും എന്നുള്ളത്. അതൊരു പ്രീഡിഫൈൻഡ് ഗിഫ്റ്റ് ആണ്. ദൈവം നന്മയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചതാണ്. ഏത് സിറ്റുവേഷനിലും സ്പേമും ഓവം ഫ്യൂസ് ചെയ്താലും ആ ഗിഫ്റ്റ് വർക്ക് ചെയ്യും. അതിന്റെ സിറ്റുവേഷൻ ദൈവം നോക്കത്തില്ല. ഓക്കെ, ഇറ്റ് വിൽ വർക്ക്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം റേപ്പ് ആണെങ്കിലും ഇമ്മോറാലിറ്റി ആണെങ്കിലും ദ ഗിഫ്റ്റ് വിൽ വർക്ക്. പക്ഷെ ദൈവം ആഗ്രഹിച്ചിരുന്നത് നന്മയിലായിരുന്നു. പക്ഷെ തിന്മയിലും അത് പ്രവർത്തിക്കും എന്ന് വെച്ച് ആ കുട്ടികൾ ദൈവത്തിന്റെ കുട്ടികൾ അല്ലാതാകുന്നില്ല. ആ കുട്ടി നിഷ്കളങ്കമായ കുട്ടിയാണ്. ആ ഉറപ്പായിട്ടും കുട്ടി ദൈവത്തിന്റെ കുട്ടിയായിട്ട് തന്നെ വരും. ചൈൽഡ് ഓഫ് ഗോഡ്, അതിനൊന്നും സംശയമില്ല. പക്ഷെ ഹോളി സ്പിരിറ്റിന്റെ ഇൻസ്പിറേഷനിലാണ് കൊച്ചുണ്ടായെന്ന് ആ വ്യക്തികളിൽ അല്ല. അവർ തിന്മയിലാണ് വർക്ക്. പക്ഷെ ആ ഗിഫ്റ്റ് ഓഫ് ഗോഡ് അവിടെ വർക്ക് ചെയ്തു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ,
വാട്ട് ആർ ദ സ്റ്റഡീസ് ഓഫ് ദ ചർച്ച് വിത്ത് റിഗാർഡ് IVF ഉറപ്പായിട്ടും മാരക പാപം എന്നാണ് സഭ പഠിപ്പിക്കുന്നത്. ഒരു IVF-ൽ മൾട്ടിപ്പിൾ അബോർഷൻസ് അടക്കും. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അടുത്ത ക്ലാസ്സുകൾ കേൾക്കാം. ലുക്കിംഗ് ആസ് പെർ ദ മജോറിറ്റി ഓഫ് ഔട്ട്കം, ഞാൻ കണ്ടതിൽ മജോറിറ്റി മാരേജസ് ആൻഡ് റിലേഷൻഷിപ്സ് ആർ ഫെയിലിയേഴ്സ് ആൻഡ് ഐ സി ബ്രോക്കൺ പീപ്പിൾ എമർജിങ് ഔട്ട് ഓഫ് ദാറ്റ്. സോ മാരേജ് എന്ന ഓപ്ഷന് പോവാതെ ഇരിക്കുന്നത് ഒപ്റ്റിമം ചോയ്സ് അല്ലേ? ഒരു നല്ല ചോദ്യമാണ്. കാരണം പുള്ളി വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു, കറക്റ്റ് എന്ന് പറഞ്ഞാൽ പുള്ളി ഈ എഴുതിയ വ്യക്തി കണ്ടിരിക്കുന്നത് തകർന്ന കുറെ കുടുംബങ്ങളും അങ്ങനെയാണെങ്കിൽ മജോറിറ്റി അതാണ് കണ്ടിരിക്കുന്നത് എന്ന് സത്യമായിട്ടും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കല്യാണത്തിന് പോകാതിരിക്കുന്നതല്ലേ ശരി എന്നൊരു ചോദ്യമുണ്ട്. അപ്പൊ ഞാൻ എന്നോട് ഒരു ചോദ്യം ആഡ് ചെയ്യാണ്. ഈ തകർന്ന കുടുംബങ്ങൾ എന്ന് പറയുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ദൈവം ഉണ്ടായിരുന്നു എന്നുകൂടി നമ്മൾ നോക്കണം. ഓക്കെ, നമ്മുടെ മാരേജ് ദൈവത്തിന്റെ ബിൽഡിംഗ്, അതായത് പാറമേൽ പണിയപ്പെട്ടതാണെങ്കിൽ അത് തകരില്ല. നമ്മുടെ ഇഷ്ടപ്രകാരം തോന്നിയ പോസ് അന്ന് എല്ലാ ദിവസവും കൊന്തയില്ലെന്നല്ല ഉദ്ദേശിച്ചത്. നമ്മള് ശരിക്കും ദൈവത്തെ ആശ്രയിച്ചാണ് കുടുംബം നയിച്ചിരുന്നതെങ്കിൽ അത് തകരില്ല. അതിന് മാറ്റം, സഹനങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും, പക്ഷെ നമ്മളുടെ ജീവിതം തകരില്ല. കാരണം ദൈവത്തിന്റെ പണിയപ്പെട്ട കുടുംബമാണത്. ഈ തകർച്ചകളും ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ പൊട്ടിപ്പോകുന്നതെല്ലാം ദൈവത്തിൽ നിന്ന് മാറി സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്നവരുടെ ജീവിതത്തിലാണ്. ഞാൻ കുറ്റം പറയല്ല. ഓക്കെ, അപ്പം നമ്മൾ വിശുദ്ധിയിൽ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് നല്ല ജീവിതം തന്നെ ആയിട്ട് വരും. സഹനങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ട്, എനിക്കും ഉണ്ട്. ഓക്കെ, ഉണ്ട്. അപ്പൊ വിവാഹത്തിൽ നിന്ന് ഈ ഒരു കാര്യം പറഞ്ഞ് പേടിച്ചോടുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് സ്നേഹിച്ച് പ്രാർത്ഥനയുള്ള ഒരു വ്യക്തിയെ കണ്ടുപിടിച്ച് കല്യാണം കഴിക്കണം. ഉറപ്പായിട്ടും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിവാഹ ജീവിതം നമുക്ക് കാണാൻ പറ്റും. ഹൗ ക്യാൻ വി അണ്ടർസ്റ്റാൻഡ് വൊക്കേഷൻ ഇസ് ടു മാരി? അതിന് നമുക്ക് ഡിസേൺമെന്റ് റിട്രീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അങ്ങനെ റിട്രീറ്റ്സുകളൊക്കെ പോയി പ്രാർത്ഥിച്ചൊരുങ്ങി നമ്മളിത് എടുക്കേണ്ട തീരുമാനമാണ് മാരേജിനാണോ വൊക്കേഷൻ എന്നുള്ളത്. ഞാൻ എക്സ്ലെവർ ആയിട്ട് ഫ്രഞ്ച് ഗസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു റൂമിൽ ആയാൽ എൻ്റെ അടുത്ത് കിടന്ന അയാൾ മാസ്റ്റർബേറ്റ് ചെയ്തു. വി ഡിഡ് ഇൻ ഇന്റർകോഴ്സ്. എൻ്റെ വെർജിനിറ്റി പോയോ? ആം ഐ നോട്ട് വെർജിൻ? ഓക്കെ, വെർജിനിറ്റി എന്ന് പറയുന്നത് സെക്ഷൽ ഇന്റർകോഴ്സിലാണ് അത് പോകുന്നത്. സെക്ഷൽ ഇന്റർകോഴ്സ് നടന്നിട്ടില്ലെങ്കിൽ ടെക്നിക്കലി യു ആർ എ വെർജിൻ. ഓക്കെ, അപ്പം നമ്മൾ വെർജിനിറ്റി പോയില്ലോ എന്നുള്ളതല്ല ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം. നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പം ദയവ് ചെയ്ത് ഈ തെറ്റായ റിലേഷൻഷിപ്പിൽ നിന്ന് നമ്മൾ പിന്മാറണം. അത് നമ്മുടെ ജീവിതത്തെ അവിശുദ്ധിയിലും തകർച്ചയിലേക്കും കൊണ്ടുപോകും. ഓക്കെ, ഡോണ്ട് വറി അബൌട്ട് am I a virgin, not a virgin, don't worry about that. Okay, leave it. നമ്മൾ ഇന്ന് മുതൽ വിശുദ്ധിയിൽ ദൈവത്തിന്റെ ഹിതപ്രകാരം ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം സുസ്ഥിരവും സന്തോഷമാവും. ഓക്കെ, my 10-year-old is listening, is it okay for him? ചില കാര്യങ്ങൾ അപ്രോപ്രിയേറ്റ് ആയിരിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കുട്ടികൾക്ക് അപ്രോപ്രിയേറ്റ് അല്ലാത്ത കാര്യങ്ങൾ അവർ കേൾക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഞാനത് 10-year-oldനുള്ള കാര്യങ്ങളല്ല ഞാൻ പറയുന്നത് ഇവിടെ. ഐ എം ടെല്ലിങ് സംതിങ് വിച്ച് ഇസ് അറ്റ്ലീസ്റ്റ് ടീനേജേഴ്സ്, യുനോ, ഒരു 14-15 പ്ലസ് ഉള്ള ആൾക്കാർക്കുള്ള കാര്യം ഞാൻ പറയുന്നത് ഇവിടെ. ഓക്കെ, അപ്പം ഈ ഡിസ്കഷൻ ഒരു ടീനേജേഴ്സിന് താഴെയുള്ള ആൾക്കാർ കേൾക്കാതിരിക്കുന്നതാണ് ഐഡിയൽ. ചേട്ടാ, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഈ മാസ്റ്റർബേറ്റ് ചെയ്യുന്നത് എന്തോ പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരാതിരിക്കാൻ സഹായമോ എന്നൊക്കെ ഇങ്ങനെ ഒരു ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞു. ശരിയാണ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അങ്ങനെ പല തിയറീസും ഉണ്ട്. പക്ഷെ അതൊന്നും, ഈ ഒരു തിയറി ഇറക്കുമ്പോണ്ടല്ലോ അതിന് ഒരുപാട് സയന്റിഫിക് എവിഡൻസും സ്റ്റഡീസും ടെസ്റ്റ് നടക്കണം. ഓക്കെ, അങ്ങനെ ചെയ്യാത്ത കുറെ തിയറീസ് ആണെങ്കിൽ ഒന്നാണിത്. അതിലങ്ങനെ ഞാൻ നമ്മുടെ ഡോക്ടർ മാമനായിട്ട് ഇത് കഴിഞ്ഞ ദിവസം പുള്ളി ക്ലാസ് പറയായിരുന്നു. അങ്ങനെ ഇതിനകത്ത് ഒരിക്കലും ഒരു 100% ഇങ്ങനെ ഒരു തിയറി ആരും പ്രൂവൺ ആയിട്ട് ഇറക്കിയിട്ടില്ല. ഓക്കെ, അതാണ് മെഡിക്കലായിട്ട് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും മാസ്റ്റർബേറ്റ് ചെയ്യാത്ത വ്യക്തികൾക്കൊക്കെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലായിരിക്കാം. അത് പക്ഷെ നമ്മുടെ ജീവിതത്തെ കൂടുതൽ പ്രശ്നത്തിലേക്ക് അതാക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് അങ്ങനെ ഒന്നും മെഡിക്കലി അങ്ങനെ ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ഇറ്റ് ഈസ് നോട്ട് റൈറ്റ് ടു ഡു ദാറ്റ്. അത് അവോയ്ഡ് ചെയ്യേണ്ടത് തന്നെയാണ്. ഓക്കെ, ഡിഡ് വി ലൂസ് വെർജിനിറ്റി ഓഫ് ബിക്കോസ് ഐ ഇല്ല, മാസ്റ്റർബേഷൻ ചെയ്തുകൊണ്ട് നമ്മുടെ വെർജിനിറ്റി ലൂസ് ചെയ്യുന്നില്ല. ഇന്റർകോഴ്സിലൂടെയാണ് വെർജിനിറ്റി ലൂസ് ചെയ്യുന്നത്. കുഞ്ഞുങ്ങൾ ഏത് പ്രായത്തിൽ മാറ്റിക്കിടത്തണം? നമ്മൾ സെക്സ് ചെയ്യുന്നവർ കാണാതിരിക്കാമല്ലോ. ഏത് പ്രായം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ
അവര് കാണാതിരിക്കും എന്നുള്ളതാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യം. അല്ല, എനിക്കത് കറക്റ്റ് ഉത്തരം അറിയത്തില്ല. ഞാൻ ഒന്ന് ഡോക്ടർ മാമനായിട്ട് ചെക്ക് ചെയ്തിട്ട് ഞാൻ പറയാം ഈ ഒരു ചോദ്യം. ഓക്കെ, ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം. 3rd and 4th എന്തോരം ഉണ്ടെന്ന് നോക്കട്ടെ. ഓക്കെ, 3rd and ഇവിടെ ഞാൻ ഇന്നത്തെ 3rd and 4th പഠിക്കുന്ന പിള്ളേർ മാസ്റ്റർബേറ്റ് ചെയ്യുന്നു. സ്കൂളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പേരൻസ് തമ്മിലുള്ള സെക്സ് കണ്ടു എന്ന് ഡിസ്കസ് ചെയ്യുന്നു. And they masturbate from childhood. So how we educate them? I don't know. How are they learning these methods? അവർക്ക് 3rd ഉം 4th മാസ്റ്റർബേറ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. കാരണം അതൊരു ഒരു 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 തൊട്ടൊരു പ്ലഷറിന് വേണ്ടി ഇങ്ങനെ തൊടുന്ന ഒരു സംഭവമായിരിക്കും അവിടെ ഉള്ളത്. ഞാൻ ഐ ഡോണ്ട് നോ. ഞാനത് ഒരു കുറച്ചുകൂടെ അപ്രോപ്രിയേറ്റുള്ള ആൻസർ ചെയ്യാൻ ഇതിനൊക്കെ ഡോക്ടർ മാമനാണ് ഒരു നല്ല ഉത്തരം തരുന്നത്. ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. ഒരു മിനിറ്റ്. I heard that for gents, sexual feeling will last till death. Is it true? What about ladies? ഓഫ് കോഴ്സ് ആണുങ്ങൾക്ക് കുറെ ഒരു ഫീലിംഗ് കുറെ നാളത്തേക്ക് ഉണ്ടാവും എന്നുള്ള സത്യമാണ്. ടിൽ ഡെത്ത് എന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഇപ്പം 80-ാം വയസ്സിലാണോ ഡെത്ത് എന്നുള്ള മേ നോട്ട് ബി. ഓക്കെ, ഇത് ഞാൻ ചെക്ക് ചെയ്യാം. ഓക്കെ, എനിക്കും കുറെ ചോദ്യങ്ങൾ പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടുണ്ട്. പ്രപ്പോസ് ചെയ്ത് റിജക്ഷൻ കിട്ടി, പ്യൂരിറ്റി ലോസ് ആയോ? ഒരു പ്രത്യേക ടൈം പറ്റിപ്പോയത്. പ്രപ്പോസ് ചെയ്ത് റിജക്ട് ചെയ്ത് എങ്ങനെ പ്യൂരിറ്റി പോകുന്നത്? പ്യൂരിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ലൈംഗിക ബോഡി ഒക്കെ മൈൻഡ് ഉണ്ട്. ഓഫ് കോഴ്സ് ബോഡിയുടെ വിശുദ്ധിയാണ് നമ്മൾ മെയിൻലി ഉദ്ദേശിക്കുന്നത്. ഞാനവിടെ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു, അയാളെ റിജക്ട് ചെയ്തു. ഓക്കെ, ഇപ്പം ഈ പറഞ്ഞ പ്രായത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു അഭിപ്രായം എത്തിയിട്ടില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. റിജക്ട് ചെയ്യൽ സന്തോഷിക്കാന്ന് ഞാൻ പറയുന്നുള്ളൂ. കാരണം അത്യാവശ്യം നമ്മുടെ പ്യൂരിറ്റി പോകാനുള്ള ചാൻസ് നമുക്ക് നഷ്ടപ്പെട്ടു. ഓക്കെ, അല്ല വി സേവ്ഡ് അവർ സെൽഫ്. പ്യൂരിറ്റി പോകാൻ ചാൻസ് ഉണ്ടായിരുന്നു, ആ ചാൻസ് മാറിപ്പോയി ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ പ്യൂരിറ്റി ഒന്നും പോയിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഓറൽ ഒരാളെ സ്നേഹിച്ച് അയാളെ തന്നെ എങ്കിൽ സെക്സ് ബിഫോർ മാരേജ് കുഴപ്പമുണ്ടോ? തീർച്ചയായിട്ടും കുഴപ്പമുണ്ട്. ഞാൻ ഉത്തരം ഓൾറെഡി പറഞ്ഞിരുന്നു. അത് നമ്മുടെ ഭാവി, അത് തെറ്റാണ്, മാരക പാപമാണ്, ചെയ്യാൻ പാടില്ല. മാത്രമല്ല സൈക്കോളജിക്കലി അത് നമ്മുടെ ഭാവി മാരേജിനെ ഇമ്പാക്ട് ചെയ്യും. I used to watch porn videos. Now I am doing the same. I'm not doing the same, but I have some issues like ഇപ്പോൾ പബ്ലിക് മീറ്റിംഗിൽ ഒക്കെ ഇരിക്കുമ്പോൾ സ്പീക്കേഴ്സിനെ ഒക്കെ ഇതിൽ നൂഡായിട്ട് തോന്നുന്നു. സത്യം, നമ്മൾ പോൺ കാണുന്ന പല ആൾക്കാർക്കും നമുക്ക് ഇങ്ങനെ ഒരു കാണുന്നതെല്ലാം പോണോഗ്രാഫിക് ആയിട്ട് നമുക്ക് കാണാൻ തോന്നും. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പ്രാർത്ഥിച്ച് ഓവർകം ചെയ്യേണ്ട കാര്യമാണ്. ടൈം എടുക്കും, പക്ഷേ ഇറ്റ് വിൽ ചേഞ്ച്. നമ്മളത് പ്രാക്ടീസ് ചെയ്യണം, പ്രാർത്ഥിക്കണം. ഓക്കെ, ഹൗ ടു ഹാൻഡിൽ എ പേഴ്സൺ വിത്ത് സെക്ഷൽ മൊറാലിറ്റി മോർട്ടാലിറ്റി സെക്ഷൽ മോർട്ടാലിറ്റി. ഓക്കെ, എനിക്ക് ആ ചോദ്യം മനസ്സിലാകുന്നില്ല. അപ്പൊ ആരാണ്, കല്യാണം കഴിച്ചാണോ, കഴിക്കാത്തതാണോ, കൊച്ചാണോ? ഐ ഡോണ്ട് നോ. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ചോദ്യം ഒന്നുകൂടെ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഐ വിൽ ട്രൈ ടു ആൻസർ. വാട്ട് ഇഫ് എ ഗേൾ മാരീസ് സമ്മൺ യങ്ങർ ദാൻ ഹെർ? ഇസ് ഇറ്റ് അലൗഡ് അക്കോർഡിംഗ് ടു അവർ ബിലീഫ്? അതിൽ തെറ്റില്ല. നമ്മുടെ കൾച്ചറിൽ നമ്മൾ ഒരു കുറച്ച് മെച്യൂരിറ്റിക്ക് വേണ്ടിയിട്ടും നമ്മൾ ഏജിൽ മൂത്തതാന്ന് പറയണം. നമ്മളിപ്പോൾ യൂറോപ്പിലൊക്കെ പോകണമെങ്കിൽ അങ്ങനത്തെ ക്രൈറ്റീരിയ ഇല്ല. പലപ്പോഴും ചില സമയങ്ങളിലൊക്കെ പെണ്ണുങ്ങൾ മൂത്തതായിരിക്കാം, ആണുങ്ങൾ മൂത്തതായിരിക്കാം. അപ്പം അങ്ങനൊരു ശരിക്കും ടെക്നിക്കലി പ്രായം കുറഞ്ഞൊരു ആണിനെ കല്യാണം കഴിക്കുന്നത് തെറ്റില്ല. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ അതൊരു ചെറിയൊരു അംഗീകാരക്കുറവുണ്ടാകാം. പക്ഷെ എന്ന് വെച്ച് 10 വയസ്സ് ഗ്യാപ്പൊന്നും കല്യാണം കഴിക്കരുത്. ഓക്കെ, ഒരു 2-3 വയസ്സൊന്നും ഇളയൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പം അങ്ങനെ ടെക്നിക്കലി കുഴപ്പമില്ല. ഓക്കെ, പക്ഷെ അത് നമ്മുടെ സമൂഹത്തിൽ അതൊരു പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ആണ് ഹെഡ് ഓഫ് ദ ഫാമിലി ആയതുകൊണ്ടും ആണ് ലീഡ് ചെയ്യുന്നതുകൊണ്ടും ആണിൽ കൂടുതൽ മച്യൂർഡ് ആയിരിക്കും നല്ലതാണ്. അപ്പോൾ പ്രായം കുറവാണെങ്കിൽ ആണിന്റെ മച്യൂരിറ്റി ചിലപ്പോൾ കുറച്ച് കുറവായിരിക്കാം. അപ്പം അങ്ങനെ കുറച്ച് ഫാക്ടേഴ്സിൽ പിന്നെ ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് പെട്ടെന്ന് ഏജ്ഡ് ആവും, ആണുങ്ങൾ കുറച്ചുകൊണ്ട് ലേറ്റ് ആയിട്ട് ഫേസ് ഒക്കെ സ്മാർട്ടായിട്ടിരിക്കും. അങ്ങനെ ഒരു കാര്യം മെയിൻറ്റെയിൻ ചെയ്യാനും ഒരു പെണ്ണുങ്ങൾ കുറച്ച് യങ് ആയിട്ടിരിക്കും നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്കെ, ഹൗ ടു ഹാൻഡിൽ ഓക്കെ കോൺട്രസെപ്ഷൻ അബോർഷൻ ടോപ്പിക് ആണ് അടുത്തായിട്ട് മെഡിക്കൽ ഫീൽഡിൽ ചെയ്യുമ്പോൾ ഒരു ഗൈനക്കോളജി സ്പെഷ്യലിസ്റ്റ് ആയിട്ട് എങ്ങനെ ഈ ക്ലാസ് ഹാൻഡിൽ ചെയ്യാം? ഓക്കെ, ഇത് ഞാൻ ഡോക്ടർ ഫിൻഡോയ്ക്ക് ഈ ചോദ്യം ഞാൻ കൊടുക്കാം. ഓക്കെ, നല്ലൊരു ദാമ്പത്യ ജീവിതത്തിൽ സാർ പറഞ്ഞ പോലെ വെയിറ്റ് ചെയ്ത് പിന്നെ അതിൻ്റെ സാധ്യതകൾ മങ്ങി തുടങ്ങുമ്പോൾ ഈ പറഞ്ഞ ഫിസിക്കൽ ഇൻറ്റിമസി എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് തോന്നിയാൽ അതിനെക്കുറിച്ച് സാറിൻ്റെ ഒപ്പീനിയൻ, കൺവിൻസിങ് ആയ ഒരു എക്സ്പ്ലനേഷൻ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ,
അപ്പോൾ ചോദ്യം ഇതാണ്, എനിക്ക് ഞാൻ കല്യാണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്, പക്ഷേ എനിക്ക് ലേറ്റ് ആകുന്നു. ലേറ്റ് ആകുമ്പോൾ എനിക്കത് കൂടുതൽ ഇൻട്രസ്റ്റ്, എനിക്കൊരു സെക്ഷൽ ഇൻറ്റിമസിയിലേക്കുള്ള ഇൻട്രസ്റ്റ് കൂടുതൽ വരുന്നു. അപ്പം ആശിഷ്, നമ്മൾ ഇപ്പം ഇത് ഫിനിഷ് ചെയ്താൽ മതി? എങ്ങനെയുണ്ടത്? നമ്മളിത് ചോദ്യം അഡ്രസ് ചെയ്യട്ടെ? നമ്മൾ ഇപ്പം നിർത്തേണ്ട ആവശ്യമുണ്ടോ? കുഴപ്പമില്ല. ഓക്കെ, ഫൈൻ. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ. അപ്പോൾ അതിന്റെ സാധ്യതകൾ മങ്ങി തുടങ്ങുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ഫിസിക്കൽ ഇൻറ്റിമസി എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് തോന്നിയാൽ ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കണം, നല്ലൊരു കത്തോലിക്ക വിവാഹം കഴിക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. ഓക്കെ, എന്നാൽ നമുക്ക് തോന്നിയ രീതിയിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഒരു പാടുമില്ല, പെട്ടെന്ന് കെട്ടാൻ പറ്റും. പക്ഷെ ആ കിട്ടിക്കഴിഞ്ഞാൽ പറ്റുന്ന ആ കെട്ടല് നമുക്കൊരു സമാധാനവും സന്തോഷം തരണമെന്ന് നിർബന്ധമില്ല. ഞാൻ എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്, എനിക്കറിയാവുന്ന കുറച്ച് കാര്യമാണ് പറയുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന സമാധാനവും സന്തോഷമുള്ള നല്ല കുടുംബജീവിതമാണ്. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ പഠിച്ച് നല്ല ജോലി കിട്ടി. പഠിത്തം നിങ്ങൾക്ക് എളുപ്പമായിരുന്നു? അല്ലായിരുന്നു. നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് നിങ്ങൾക്ക് നല്ല ഡിഗ്രി കിട്ടിയത്, നല്ല ജോലി കിട്ടിയത്, അല്ലേ? അപ്പം നിങ്ങൾക്ക് എന്തൊക്കെ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ടോ അതിന്റെ പുറകിലൊക്കെ ഒരു സഹനവും ഒരു എഫേർട്ടും ഒക്കെ, ഒരു വെയിറ്റിംഗ് പീരീഡ് ഒക്കെ ഉണ്ടായിരുന്നു, അല്ലേ? അതുപോലെ തന്നെ അതിനേക്കാളും എത്രയോ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് നമ്മുടെ ജീവിതത്തിലെ. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, എന്റെ പൊന്നോ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ് നല്ല കല്യാണം കഴിക്കുക എന്നുള്ളത്. അതായത് ഒരു ജോലി, പഠനം ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ അതിനേക്കാളും എത്രയോ ഇമ്പോർട്ടൻ്റ് ആണ് നല്ലൊരു വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞത്. നമ്മുടെ ജീവിതം മൊത്തം ഇമ്പാക്ട് ചെയ്യുന്ന സംഭവമാണത്. ഓക്കെ, അതുകൊണ്ട് അതുപോലെ നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാൻ, പ്രാർത്ഥിക്കാൻ, സാധനങ്ങൾ എടുക്കുകയും വേണം. നമ്മൾ എടുക്കും തോറും അതിന്റെ ബ്യൂട്ടി കൂടത്തേ ഉള്ളൂ. എൻ്റെ ഒരു കസിൻ സിസ്റ്റർ ഉണ്ടായിരുന്നു. ഓക്കെ, മിടുക്കി, കാണാൻ മിടുക്കി, നല്ല ജോലി, നല്ല കുടുംബം, നല്ല പൈസ. 25-ാം വയസ്സിൽ കല്യാണം തുടങ്ങിയതാ. കെട്ടിയത് 36-ാം വയസ്സിലാണ്. വെയിറ്റ് ചെയ്തു, പക്ഷെ കെട്ടിയപ്പോ തമ്പുരാൻ കൊടുത്ത ഒരു കിടിലൻ പയ്യനായിരുന്നു. അമേസിങ് വ്യക്തി, വളരെ സന്തോഷമായിട്ട് അവർ ജീവിക്കുന്നു. അപ്പം ഇതൊരു ഫേസ് ആണ്. നമുക്ക് വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് കാണാനും കേൾക്കാനും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിന് വേണ്ടി എനിക്ക് വിശ്വാസത്തിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷേ എനിക്ക് കാണാനും കേൾക്കാനും മനസ്സിലാക്കാനും പറ്റാത്ത കാര്യത്തെ എനിക്ക് ദൈവം തരും എന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിച്ച് വെയിറ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നതാണ് വിശ്വാസം. ഓക്കെ, എത്ര വെയിറ്റ് ആയാലും എൻ്റെ തമ്പുരാൻ എനിക്ക് നല്ലൊരു ഇണയെ തരും എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അത് വിശ്വാസമാണ്. ആ വിശ്വാസത്തെ ദൈവം അനുഗ്രഹിക്കും. ആ അനുഗ്രഹം ഭയങ്കര അനുഗ്രഹമായിരിക്കും. ഓക്കെ, ഈ ഒരു ഫസ്റ്റ് ഇൻറ്റിമസി ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ഇൻട്രസ്റ്റ് ചിലപ്പം നമുക്ക് കുറയും. പക്ഷെ അതോടെ നമ്മുടെ വലിയ മാരകപാപത്തിലേക്ക് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് പിന്നെ നമ്മുടെ ഭാവി കുടുംബജീവിതത്തിനൊക്കെ ഇത് ഇമ്പാക്ട് ചെയ്യാൻ, ഞാൻ പറഞ്ഞല്ലോ, സെക്സ് ബിഫോർ മാരേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരിക്കുള്ള സ്പൗസായിട്ട് വരുമ്പോഴത്തേക്ക് ആ ഇമ്പാക്റ്റും ഇൻറ്റിമസി ഒക്കെ അതിനെ ഇമ്പാക്ട് ചെയ്യും. അപ്പം നമ്മളത് സഹിച്ച് വെയിറ്റ് ചെയ്ത് തന്നെ വേണം. അത് ദൈവം തരും എന്നുള്ള വിശ്വാസം തന്നെ വെയിറ്റ് ചെയ്ത്, അത് ഉറപ്പായിട്ടും ദൈവം അനുഗ്രഹിക്കുകയും ബ്യൂട്ടിഫുൾ ആക്കുകയും ചെയ്യും കേട്ടോ. ഒരു മിനിറ്റ്, സെക്കൻഡ്. ഒരുപാട് ചോദ്യങ്ങളുണ്ട് എനിക്ക്. ഓക്കെ, ട്രീറ്റിംഗ് ഇൻഫെർട്ടിലിറ്റി ഈസ് IVF പോലെ ഉള്ളത് അല്ലേ? അത് സിൻ അല്ലേ? ട്രീറ്റിംഗ് ഇൻഫെർട്ടിലിറ്റി ഈസ് IVF പോലെ അല്ല. ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ പല രീതിയിലുണ്ട്. സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ. സ്പേം അപ്പൻ്റെ ആയിരിക്കണം, എഗ് അമ്മയുടെ ആയിരിക്കണം. കൺസെപ്ഷൻ നടക്കേണ്ടത് വിവാഹ ദാമ്പത്യ ബന്ധത്തിലൂടെ ആയിരിക്കണം. അമ്മ കുഞ്ഞിനെ ചുമക്കണം. ഈ 4 ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുന്ന എന്ത് ട്രീറ്റ്മെന്റ് നമുക്ക് എടുക്കാം. ഇപ്പം ഫോർ എക്സാമ്പിൾ PCOD ഉണ്ട്, അവർക്ക് ട്രീറ്റ്മെന്റ് എടുക്കാം. ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ IVF അല്ല, മരുന്ന് തരുന്ന ട്രീറ്റ്മെന്റ് ആണ്. ഒരു സർജറി ചെയ്ത് ഒരു സിസ്റ്റ് റിമൂവ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ആണ്. ഓക്കെ, അങ്ങനെ അതെല്ലാം ട്രീറ്റ്മെന്റ് ആണ്. അപ്പോൾ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടില് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് IVF ആയിട്ടാണ് കണക്കാക്കുന്നത്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ഈ ക്രൈറ്റീരിയസ് 4 ഫുൾഫിൽ ചെയ്യുന്ന എന്ത് ട്രീറ്റ്മെന്റ് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പൊ അത് IVF അല്ല എല്ലാ ട്രീറ്റ്മെന്റും. IVF തെസിനാണ് ഡെഫിനറ്റ്ലി. പറഞ്ഞോ. അറിവില്ല. ഇപ്പൊ സാർ പറഞ്ഞതിന്റെ ആൻസർ ചെയ്യുന്നുള്ള ഒരു ഡൗട്ട് വന്നാ. അതായത് ഇപ്പൊ ഒരു അമ്മയ്ക്ക്
ഒരു ക്യാരിങ് ചെയ്യാനുള്ള ആരോഗ്യമില്ല, അവർക്ക് ഒരു കുട്ടീനെ കൺസീവ് ചെയ്യാനുള്ള ആരോഗ്യമില്ല എന്നുണ്ടെങ്കിൽ ഒരു അച്ഛന്റെ അമ്മയുടെ ചേർന്ന് മറ്റൊരാളുടെ ഉദരത്തിൽ വളർത്താനുള്ള അനുവാദം എങ്ങനെ സഭ കാണുന്നത്? മനസ്സിലായില്ല. മറ്റൊരാളുടെ അതായത് നമ്മുടെ ഗർഭപാത്രം വാടകയ്ക്ക് എടുക്കുക എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, ഉണ്ട്. അതിനെ കുറിച്ചുള്ള ഒരു ഒപ്പീനിയൻ. ഓക്കെ, ഗർഭപാത്രം വാടകയ്ക്ക് എടുക്കുക എന്ന് പറയുമ്പോൾ അത് നടപ്പിലാക്കണമെങ്കിൽ IVF മാൻഡേറ്ററി ആണ്. മനസ്സിലാകുന്നുണ്ടോ? IVF ഇല്ലാതെ സറോഗസി അല്ലെങ്കിൽ ഗർഭപാത്രം വാടകയ്ക്ക് എടുക്കൽ എന്ന പ്രക്രിയ വർക്കൗട്ട് ചെയ്യില്ല. അത് ചോദിച്ച ആൾക്ക് അത് ക്ലിയർ ആയോ? അപ്പൊ അതായത് ഒരു IVF-ല് ഒരുപാട് കുഞ്ഞുങ്ങളെയാണ് കൊലപാതകം ചെയ്യുന്നത്. ഒരു IVF-ല് ഒരു കുഞ്ഞിന് കുറെ കുട്ടികൾ സൈഗോട്ട് ഫോം ചെയ്യും. അതിൽ 1-2 കുട്ടികളെ ഇംപ്ലാന്റ് ചെയ്യും. ബാക്കിയെല്ലാ കുട്ടികളെയും ഫ്രീസ് ചെയ്യും, അല്ല റിസർച്ചിന് കൊടുക്കും, അല്ല കൊന്നുകളയും. ഓക്കെ, IVF-ലൂടെ മാത്രമാണ് സൈഗോട്ടിനെ എടുത്ത് വാടകയ്ക്ക് വരുന്ന ഗർഭപാത്രത്തിൽ പ്ലേസ് ചെയ്യുന്നത്. അത് IVF ചെയ്യുന്നത് മാരകപാപമാണ്, ഒന്നാമത്തെ കാര്യം. 2, ഒരു അമ്മയ്ക്ക് ചുമക്കാനുള്ള ശക്തി ഇല്ലെങ്കിൽ അവർ അഡോപ്ഷനാണ് ചെയ്യേണ്ടത്, IVF അല്ലെങ്കിൽ ഗർഭപാത്രം വാടകയ്ക്ക് എടുക്കൽ അല്ല ചെയ്യേണ്ടത്. കുഞ്ഞ് എന്ന് പറയുന്നത്, സഭയുടെ കാഴ്ചപ്പാടിൽ കുഞ്ഞ് എന്ന് പറയുന്നത് ഒരു പേരന്റിന്റെ അവകാശമല്ല, ദൈവത്തിന്റെ ദാനമാണ്. ദൈവം തരുന്ന ദാനങ്ങളാണ് കുഞ്ഞുങ്ങൾ, അല്ലാതെ എൻ്റെ റൈറ്റ് അല്ല. ഓക്കെ, അപ്പം നമുക്ക് ഗർഭപാത്രം താങ്ങാനുള്ള ശേഷിയില്ലെങ്കിൽ അഡോപ്ഷന് പോവുക, കുഞ്ഞുങ്ങളെ ദത്തെടുത്ത് വളർത്തുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്കിപ്പോ സ്വന്തമായിട്ട് നമ്മുടെ ചോദ്യം തന്നെ ഒരു കുട്ടി വേണം, നമ്മുടെ സ്വന്തം DNA ഒരു കുട്ടി വേണം എന്നൊരു താല്പര്യം എല്ലാവർക്കും ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഈ അഡോപ്ഷൻ എന്ന് പറയുന്ന സംഭവം ഓക്കെയാണ്, നമ്മളൊരു കുട്ടിയെ വളർത്തുന്ന നല്ല കാര്യമാണ്. പക്ഷെ എങ്കിലും നമ്മളൊരു ബ്ലഡ് റിലേഷനിലുള്ള ഒരു കുട്ടി വരുന്ന പോലെ നമുക്ക് ചിലപ്പോൾ അവർ ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ലല്ലോ. തീർച്ചയായിട്ടും ഇല്ല. മനസ്സിലായി. അപ്പം നമ്മൾ ആലോചിക്കേണ്ട, നമുക്ക് ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന എല്ലാം കിട്ടാറുണ്ടോ? അതില്ല. ഇല്ല. പലർക്കും പറഞ്ഞോ. നമുക്ക് പലർക്കും ജീവിതത്തിൽ പല ആഗ്രഹങ്ങളും ഉണ്ട്. അതിലൊരു വലിയ ആഗ്രഹം തന്നെയാണ് നമ്മുടെ സ്വന്തം കുഞ്ഞെന്നുള്ളതും. ഓക്കെ, അത് ഡൗട്ടും ഇല്ല. പക്ഷെ ചില വ്യക്തികൾക്ക് അതൊരു സഹനമാണ്. അത് ഇപ്പം ഈ ലോകത്തില് ഇൻഫെർട്ടൈൽ ആയിട്ടുള്ള എത്രയോ കപ്പിൾസ് ഉണ്ടാവും, അല്ലേ? ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. അതൊരു സഹനം തന്നെയാണ്. അതിന് പല കാരണങ്ങളുണ്ടാകും. അവരുടെ ഹെറിഡിറ്ററി ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസീസ് ആയിരിക്കാം, whatever it is. അപ്പം നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിക്കണം എന്നുള്ളത് ഒരു ആഗ്രഹം മാത്രമാണ്, അതൊരു റിയാലിറ്റി അല്ല. ഓക്കെ, എൻ്റെ ആഗ്രഹം സാധിക്കാനായിട്ട് ഞാൻ എൻ്റെ തന്നെ വേറൊരു കുഞ്ഞിനെ കൊല്ലുന്നത് ശരിയാണോ? അല്ല. IVF-ൽ അത് സംഭവിക്കും. അതായത് എൻ്റെ ഒരു കുഞ്ഞിനെ കിട്ടാനായിട്ട് എൻ്റെ തന്നെ അനേകം കുഞ്ഞുങ്ങളെ ഞാൻ കൊല്ലണം. IVF ഇല്ലാതെ നമുക്ക് സർക്കസ് ചെയ്യാൻ പറ്റില്ല. പറഞ്ഞോ. IVF ഇല്ലാതെ നമുക്ക് സർക്കസ് ചെയ്യാൻ പറ്റത്തില്ല. മറ്റൊരു ചോദ്യം, നമ്മുടെ നാട്ടിൽ ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. നമ്മളിപ്പോ ഈ ഓൺലൈനിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസ് ഒക്കെ ത്രൂ അറിയുന്ന ഒരു ഇൻഫോർമേഷൻ, അതായത് സ്പേം ഡൊണേഷൻ എന്ന് പറയുന്ന സംഭവം കേരളത്തിൽ ഉള്ളതായിട്ട് അറിയില്ല. എങ്കിലും അതിനെ കുറിച്ചുള്ള ഒരു നിലപാട് എന്താ? ഉറപ്പായിട്ടും തെറ്റാ, ഒരു സംശയമില്ല. സ്പേം ഡൊണേഷൻ ചെയ്യുന്നത് എന്തിനാണ്? IVF-നാണ്. അല്ല, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അതിലൊരു നല്ല വശം എനിക്ക് തോന്നിയ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു കുട്ടികളില്ലാത്ത ഒരാൾക്ക് കുട്ടികൾ ഉണ്ടാകാനുള്ള ഒരു പോസിബിലിറ്റി, അവര് തമ്മിലൊരു ബന്ധമില്ല, നമ്മൾ അവരെ അറിയുന്നില്ല എങ്കിൽ നമ്മൾക്ക് അവർക്കൊരു സന്തോഷം കിട്ടുന്നതല്ലേ. അപ്പം നമ്മൾ പറയുന്നത് മനസ്സിലായി. അപ്പൊ നമ്മളിലൂടെ അവർക്ക് ഒരു കുഞ്ഞിനെ കൊടുക്കുകയും അനേകം കുഞ്ഞുങ്ങളെ കൊല്ലുകയും ചെയ്യുന്നു എന്നല്ല പറഞ്ഞേ? അതെ. അപ്പൊ അനേകം കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് ശരിയാണോ? അല്ല, ഇപ്പൊ നമുക്ക് എല്ലാ കുഞ്ഞുങ്ങളും ഒരുമിച്ച് എടുക്കാൻ പറ്റും. നമ്മളിപ്പോ സ്പേം ഓവമായിട്ട് ചെയ്യുമ്പോ പോലും അതിൽ ഒരു സ്പേം അല്ലേ ഈ എഗ്ഗിന്റെ ഉള്ളിൽ കയറുന്നുള്ളൂ, ബാക്കിയൊക്കെ അതും ഓരോ ലൈഫ് ആണല്ലോ. അങ്ങനല്ല. ഒരിക്കലും IVF-ല് ഒരു കുഞ്ഞിനായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അവര് ഒരു ബഞ്ച് ഓഫ് എഗ് എടുക്കും, ബഞ്ച് ഓഫ് സ്പേം എടുക്കും, അത് ഫ്യൂസ് ചെയ്യും. മൾട്ടിപ്പിൾ ഫ്യൂഷൻസ് നടക്കുന്ന അവിടെ.
ഓക്കെ, മൾട്ടിപ്പിൾ സൈഗോട്സ് ഉണ്ടാവും. ഓക്കെ, അതിപ്പം അങ്ങനെ നോർമലി പല അബോർഷൻസ് നടക്കും. അതില്ലെന്ന് തന്നെ ഇരിക്കട്ടെ, ഒരു സ്പേം ഒരു എഗ് തന്നെ ഇരിക്കട്ടെ, ആണെങ്കിൽ പോലും ഈ സ്പേം ഡൊണേഷൻ എങ്ങനെ ചെയ്യുന്നത്, എങ്ങനെ സ്പേം കിട്ടുന്നത് പറഞ്ഞേക്കട്ടെ. അത് യൂഷ്വലി മാസ്റ്റുർബേഷൻ ത്രൂ ആയിരിക്കണം. മാസ്റ്റുർബേഷൻ മാരകമാവല്ലേ? അല്ല, ഞാൻ ചോദിക്കുന്നത് അതിലൊരു നല്ല വശം ഇല്ലേ എന്നുള്ളതായിരുന്നു എന്റെ കോൺസെപ്റ്റ്. എന്റെ ചർച്ചിന്റെ മനസ്സിലായി, ചർച്ചിന്റെ ടീച്ചിങ് ആണ്, മനസ്സിലായി. അത് ഞാൻ പറഞ്ഞോട്ടെ, ചർച്ചിന്റെ ടീച്ചിങ് ആണ് ദ എൻഡ് ഡസ് നോട്ട് ജസ്റ്റിഫൈ ദ മീൻസ്. എന്റെ ഉദ്ദേശം നന്മയാണെങ്കിലും ഞാൻ ചെയ്യുന്ന വഴികൾ തെറ്റാകാൻ പാടില്ല. ദ എൻഡ് ജസ്റ്റ് നോട്ട് ജസ്റ്റിഫൈ ദ മീൻസ്. അപ്പൊ എന്റെ ഉദ്ദേശം നന്മയാണെങ്കിലും മാസ്റ്റുർബേഷൻ മാരകമാണ്. അത് എന്ത് നന്മയ്ക്കാണെങ്കിലും ചെയ്യാൻ പാടില്ല. സ്വന്തം ഭാര്യ ഭർത്താവിന്റെ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് പോലും സംഭവം ചെയ്യാൻ പാടില്ല. വേറെ രീതിയിലാണ് സ്പെം കളക്ട് ചെയ്യേണ്ടത്. ആ സംഭവം പഠിപ്പിക്കുന്നത്. അല്ല, അങ്ങനെ സ്പെം കളക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ ഹ്യൂമൻ ബോഡിക്ക് ഇല്ലല്ലോ. ഉണ്ട്. ഞാൻ പറഞ്ഞുതരാമല്ലോ. ഒരു ഇന്റർകോഴ്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇന്റർകോഴ്സ് ഭാര്യയായിട്ട് നമുക്ക് അപ്പോഴാണ് സ്പെമിന്റെ ആവശ്യമുള്ളൂ. ഇന്റർകോഴ്സ് ചെയ്തതിനു ശേഷം ഭാര്യയായിട്ട് ഇന്റർകോഴ്സിന് ശേഷം വെളിയിൽ വരുന്ന സ്പെം കളക്ട് ചെയ്ത് കൊടുക്കാം. അല്ല പെർഫറേറ്റഡ് കോണ്ടം എന്ന് പറയും. അതായത് അത് സ്പെസിഫിക്കലി ഈ സിറ്റുവേഷനിലാണ്. കോണ്ടം വാങ്ങിച്ച് ആ കോണ്ടത്തിൽ മൾട്ടിപ്പിൾ ഹോൾസ് ഇടുക, മനഃപൂർവ്വം തുളകൾ ഇടുക. തുള ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ സ്പെം പാസ് ചെയ്യാനായിട്ടാണ് ഇടുന്നത്. ഇന്റർകോഴ്സ് ചെയ്യുമ്പോഴത്തേക്ക് ആ കുറെ സ്പെം ആ കോണ്ടത്തിൽ കളക്ട് ആവും. അത് കളക്ട് ചെയ്യാം. മൂന്നാമത്തെ ടെക്നിക്കാണ് പോസ്റ്റ് കോയിറ്റൽ മെത്തേഡ്. ഇന്റർകോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഒരു ഗൈനക്കോളജിസ്റ്റ് അടുത്ത് പോകണമെങ്കിൽ ഭാര്യയുടെ യൂട്ടറസിൽ വജൈനയിൽ നിന്ന് ഗൈനക്കോളജിസ്റ്റ് സ്പെം കളക്ട് ചെയ്യും. അങ്ങനെ പല മെത്തേഡ്സ് ഉണ്ട്. പക്ഷെ ഇതാരും ഫോളോ ചെയ്യാറില്ല. എല്ലാവരും മാസ്റ്റുർബേഷൻ ചെയ്യാറുള്ളൂ. അതാണ് സത്യം. അതെ, എനിക്കറിയാം. നമുക്കറിയാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഒരു സെക്കൻഡ്. നമ്മൾ ഇനി ഒരു അരമണിക്കൂർ നിങ്ങൾക്ക് പോണ്ടവർക്ക് പോവാം എന്തായാലും. ആൻഡ് ബ്ലൂ ബോൾസ് പോലെ ഒരു അവസ്ഥ വന്നാൽ അതിനെ എങ്ങനെ ഓവർകം ചെയ്യും? ബ്ലൂ ബോൾസോ? സത്യമായിട്ട് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ബ്ലൂ ബോൾസ് ഉള്ളത്. ഞാൻ ചെക്ക് ചെയ്ത് പറയട്ടോ. എനിക്ക് വാട്ട് ഇസ് ബ്ലൂ ബോൾസ്? ഓക്കെ, കുഞ്ഞ് ഇപ്പോ വേണ്ട, കുറച്ച് കഴിഞ്ഞ് മതി, വെച്ച സ്റ്റെറിലൈസേഷൻ ഓർ കോൺട്രസെപ്ഷൻ ചെയ്ത് പാർട്ടോ സ്റ്റെറിലൈസേഷൻ ഓർ കുഞ്ഞിപ്പോ വേണ്ട, കുറച്ച് കഴിഞ്ഞ് മതിന്ന് വെച്ചാൽ സ്റ്റെറിലൈസേഷൻ കോൺട്രസെപ്ഷൻ ചെയ്യാൻ ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. കുഞ്ഞിപ്പോ വേണ്ട, പിന്നെ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത് വന്ധീകരണമാണ്. സർജിക്കലി നമ്മളുടെ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാക്കുകയാണ് നമ്മൾ. കോൺട്രസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ മെത്തേഡ്സ് ഉപയോഗിച്ച് നമ്മൾ സ്പേം പാസ് ചെയ്യുന്നില്ല. അതാണ്. അല്ലെങ്കിൽ കോപ്പർട്ടി ഉപയോഗിച്ച് നമ്മളുടെ ഉണ്ടാകുന്ന സൈഗോട്ടിനെ നമ്മൾ പുഷ് ചെയ്ത് താഴെ കളയുന്നു. അതാണ് കോൺട്രസെപ്ഷൻ സ്റ്റെറിലൈസേഷൻ. കുഞ്ഞിപ്പോൾ വേണ്ട എന്ന് വെക്കുന്നത് അതിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കണം. നമുക്ക് ആ പാടെ സബാൻ വയ്ക്കുന്ന നാച്ചുറൽ ഫെർട്ടിലിറ്റി അവയർനെസ് ആണ്. അത് കാര്യമായ കാരണം കൊണ്ടെങ്കിൽ മാത്രം. സെക്സ് എന്ന് പറയുമ്പോൾ ഹ്യൂമൻ നീഡ് ആണല്ലോ. കോണ്ടം യൂസ് ചെയ്താൽ സെക്സ് ചെയ്താൽ കുറെ കാര്യങ്ങൾ കുട്ടികൾ ഉണ്ടാകില്ല. ഓക്കെ, ഈ ക്വസ്റ്റ്യനൊക്കെ ഞാൻ എൻ്റെ കഴിഞ്ഞ യൂട്യൂബ് ചാനൽ സാക്രമെന്റ് ഓഫ് മാരേജിൽ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ അത് കാണുക. ഇഫ് എ ഹസ്ബൻഡ് അബ്യൂസ്ഡ് എ ഗേൾ ബിഫോർ മാരേജ് ആൻഡ് സഫറിങ് വിത്ത് ഡിപ്രഷൻ നൗ, ഹൗ ടു ഹാൻഡിൽ ദാറ്റ് പേഴ്സൺ? ഹി ഡോണ്ട് നോ ദാറ്റ് വൈഫ് നോസ്. ഓക്കെ, അപ്പം അബ്യൂസ്ഡ് എ ഗേൾ ആൻഡ് സഫറിങ് വിത്ത് ഡിപ്രഷൻ നൗ, ഹൗ ടു ഹാൻഡിൽ ദാറ്റ് പേഴ്സൺ? ഇപ്പൊ ഡിപ്രഷൻ നടക്കുന്ന ഹസ്ബൻഡിനാണോ അത് അബ്യൂസ് ചെയ്ത ഗേളിനാണോ? എനിക്ക് ആരെന്ന് മനസ്സിലാകുന്നില്ല. പക്ഷെ ആരാണെങ്കിലും അവര് ഇപ്പം കല്യാണത്തിന് മുമ്പ് അവളുടെ സംഭവം ആയതുകൊണ്ട് ഭാര്യയോട് ശരിക്കും പറഞ്ഞാൽ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മളത് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ പെങ്കൊച്ചിനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ അവരൊരു ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്പിരിച്വൽ ആയിരിക്കാം, ഒരു ഹീലിംഗ് മെത്തഡോളജി ആയിരിക്കാം. ഞാൻ പറഞ്ഞ ഈ അൺബൗണ്ട് ലിവിങ് വാട്ടേഴ്സ് ഒക്കെ അതിന് ഭയങ്കര പവർഫുൾ മെത്തേഡ്സ് ആണ്. അങ്ങനത്തെ മെത്തേഡ്സിലൂടെ പോയി നമുക്ക് അതിനെ ഹെൽപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഓറൽ സെക്സ് ചെയ്യാമോ എന്നുള്ളത്. ഞാൻ ഈ ഓറൽ സെക്സിന്റെ കോൺസെപ്റ്റും എന്നോട് ഇപ്പോൾ പേഴ്സണലി ഈ മാരിഡ് ലൈഫിൽ ഓറൽ സെക്സ് ഗുഡ് ഓർ ബാഡ്, അത് ഞാൻ അതിന്റെ ഉത്തരം ക്ലിയർ ആയിട്ട് കഴിഞ്ഞ ഒരു ടോക്ക് ആയിരിക്കും, അത് ആശിഷ് അപ്ലോഡ് ചെയ്തിട്ടില്ല. ആ ടോക്കിനകത്ത് ആ ഉത്തരം കൊടുത്തിട്ടുണ്ട് ഓറൽ സെക്സിനെ കുറിച്ചുള്ളത്. അത് അവർ അപ്ലോഡ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. പക്ഷെ ടെക്നിക്കലി ഓറൽ സെക്സ് എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം അവിടെ ഇജാക്കുലേഷൻ ഓഫ് ദ സ്പേം വരുന്നുണ്ട്. അത് ചെയ്യാൻ പാടില്ല. പക്ഷെ ഓറൽ സ്റ്റിമുലേഷൻ തെറ്റില്ല. അതായത് ഒരു ഇന്റർകോഴ്സിന്റെ കോണ്ടെക്സ്റ്റിൽ നമ്മുടെ ഫോർപ്ലേയുടെ പാർട്ടായിട്ട് ഭാര്യ ഭർത്താവിന് ഓറൽ സ്റ്റിമുലേഷൻ കൊടുത്ത് അത് ഇജാക്കുലേഷൻ ആകാതെ അതിനു മുമ്പ് പ്രോപ്പറായിട്ട് ഇന്റർകോഴ്സ് ചെയ്ത്
ഫൈനൽ ഇജാക്കുലേഷൻ വജൈനക്കുള്ളിൽ വരികയാണെങ്കിൽ തെറ്റില്ല. പക്ഷെ അതേ സമയത്ത് ഇജാക്കുലേഷൻ നടക്കുന്ന ഭാര്യയുടെ വായിലാണെങ്കിൽ അത് മാരകപാപമാണ്, മോർട്ടൽ സിൻ ആണ്. കാരണം സ്പേം വജൈനയുടെ ഉള്ളിൽ മാത്രമേ ഡെപ്പോസിറ്റ് ചെയ്യാവുള്ളൂ. അതേസമയത്ത് ഭർത്താവ് ഭാര്യയ്ക്ക് ഓറൽ സെക്സ് ചെയ്ത് കൊടുക്കുന്നതിൽ തെറ്റില്ല, കാരണം ഭാര്യയ്ക്ക് ഇജാക്കുലേഷൻ ഇല്ല. പക്ഷേ ഇത് രണ്ടും ഒരു ഇന്റർകോഴ്സിന്റെ കോണ്ടെക്സ്റ്റിലായിരിക്കണം ചെയ്യുന്നത് എന്നുള്ളതാണ് കറക്റ്റ്. ഓക്കെ, നമ്മൾ ഓർഗാസം അച്ചീവ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി ഇൻ ദ ഇന്റർകോഴ്സ്, ആ ഒരു കോണ്ടെക്സ്റ്റിലായിരിക്കണം. If husband, okay, many questions about virginity, how church defines about the same. I need to take decision about priesthood or not. Hope it will help me. ഇല്ല, ഇപ്പം ചോദിച്ച വ്യക്തിയിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് പ്രീസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഡോണ്ട് വറി അബൌട്ട് യുവർ പാസ്റ്റ്, അതൊന്നും കാര്യമല്ല. ഇന്നു മുതൽ പ്രാർത്ഥിച്ച് നിങ്ങൾ തീരുമാനം എടുത്ത്, ഇഫ് യു തിങ്ക് യു ഷുഡ് ബിക്കം പ്രീസ്റ്റ്, ഓഫ് കോഴ്സ് നമ്മൾ ചെയ്തിട്ടുകൾ കുമ്പസാരിക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം. എന്നിട്ട് പക്ഷെ കഴിഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങളുടെ പ്രീസ്റ്റ്ഹുഡ് ആകാൻ ബ്ലോക്ക് ചെയ്യുന്ന കാര്യങ്ങളല്ല. നിങ്ങളുടെ കോൾ അതാണെങ്കിൽ, നമ്മളെല്ലാവരും തെറ്റ് ചെയ്തിട്ടുണ്ട്. അത് പശ്ചാത്തപിച്ച് പ്രാർത്ഥിച്ച് മാപ്പ് അപേക്ഷിച്ച് നമ്മൾ നമ്മുടെ കോളിങ്ങിലേക്ക് പോകുക എന്നുള്ളതാണ് ശരിയായിട്ടുള്ള കാര്യം. അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. എന്ന് വെച്ച് തെറ്റ് കണ്ടിന്യൂ ചെയ്യണമെന്നല്ല ഉദ്ദേശിച്ചത്. പ്രാർത്ഥിക്കുക, പശ്ചാത്തപിക്കുക, കുമ്പസാരിക്കുക, ഡിസേൺ ഫോർ വൊക്കേഷൻ ആൻഡ് പ്രൊസീഡ്. Okay. Okay. It is heard that healthy sperms or of another person are used in IVF. ഉറപ്പായിട്ടും ഓൾറെഡി പറഞ്ഞു, നമുക്ക് സ്പേം ഡൊണേഷൻ അല്ലെങ്കിൽ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. IVF-ൽ ഡോണർ സ്പേം ആയിരിക്കാം, ഡോണർ എഗ് ആയിരിക്കാം. ഈതർ വേസ് അത് തെറ്റാണ്. ഓക്കെ, IVF is wrong, നമുക്ക് ചെയ്യാൻ പാടില്ല. ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് കളക്ടിങ് സ്പേംസ് പറഞ്ഞല്ലോ. വാട്ട് ഈസ് ദ നീഡ്? ഓൺലി വി ക്യാൻ സ്പിൽ സ്പേം ഇൻ വജൈന അല്ലേ? കറക്റ്റ്. നമുക്ക് സ്പേം വജൈനയ്ക്കുള്ളിൽ സ്പിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ, ശരിയാണ്. പക്ഷേ വജൈനയുടെ ഉള്ളിൽ നിന്ന് ഉറപ്പായിട്ടും കുറച്ച് സ്പേം വെളിയിലേക്ക് ഒഴുകി വരും. മാത്രമല്ല നമ്മുടെ പെനീസിൽ ഉറപ്പായിട്ടും കുറച്ച് സ്പേം ബാക്കി കാണും. അതല്ലെങ്കിൽ പെർഫറേറ്റഡ് കോണ്ടം മെത്തേഡ് ഉപയോഗിക്കാം. അങ്ങനെ സ്പേം കളക്ട് ചെയ്ത് ടെസ്റ്റിങ്ങിന് കൊടുക്കാം. അതിന്റെ ഉദ്ദേശം ഇതാണ്, നമുക്ക് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ടെസ്റ്റിങ്ങിന് വേണ്ടി മാത്രമാണ് ഈ മെത്തേഡ് പറഞ്ഞിരിക്കുന്നത്. We know that after delivery, ovulation periods will be irregular. So for such situation, how will you use natural family planning? Okay, ഇതൊരു ടഫ് ചോദ്യമാണ്. കാരണം നമ്മൾ നന്നായിട്ട് ഫീഡ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഉണ്ടാകാറില്ല. യൂഷ്വലി കുറച്ച് നാളത്തേക്ക് ഇൻഫെർട്ടൈൽ ആയിരിക്കും, ഓവുലേഷൻ ഉണ്ടാകത്തില്ല. പക്ഷേ ആ ഫസ്റ്റ് ഓവുലേഷൻ നടക്കുന്നതിന് വരെ, നമുക്കൊരു ഫസ്റ്റ് പീരീഡ് നടക്കുന്നതിന് വരെ ഒരു ടഫ് പീരീഡ് ആണ്. നമുക്ക് ഉറപ്പ് പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ്. ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ അബ്സ്റ്റൻസ് ചെയ്യേണ്ടി വരും. പിന്നെ നിങ്ങൾക്ക് ചെയ്യുന്ന കാര്യം ബില്ലിങ്സ് മെത്തേഡ് ആണ്. ബില്ലിങ്സ് മെത്തേഡ് ഓഫ് ഓവുലേഷൻ, അതായത് നിങ്ങളുടെ വജൈനയ്ക്കുള്ളിൽ കൈയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു മ്യൂക്കസ്, അതിന്റെ സെക്രീഷന്റെ ഇലാസ്റ്റിസിറ്റിയും ട്രാൻസ്പെറൻസി അനുസരിച്ച് ഓവുലേറ്റിംഗ് ആണോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അത് നിങ്ങൾ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്യരുത്. നിങ്ങൾ പ്രഗ്നൻസിക്ക് മുമ്പേ നിങ്ങൾ നിങ്ങളുടെ ബോഡീനെ പഠിച്ച് മനസ്സിലാക്കി ചാട്ടി, അതൊരു പ്രോസസ്സാണ്. അത് നിങ്ങളൊരു ട്രെയിനറുടെ അടുത്ത് പോയി തന്നെ ട്രെയിൻ ചെയ്ത് പഠിക്കണം. ഓക്കെ, എന്നാലും ഒരു ഫസ്റ്റ് മെൻസ്ട്രേഷൻ ആഫ്റ്റർ ഡെലിവറി വരെ ഇച്ചിരി പാടായിരിക്കും. അത് നിങ്ങൾ അബ്സ്റ്റൈൻ ചിലപ്പോൾ ചെയ്യേണ്ടി വരുമായിരിക്കും. ഓക്കെ, NF ആ സമയത്ത് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ. I have done sterilization, but I cannot do recanalization without my husband's consent. How can I handle it? പ്രാർത്ഥിക്കുക എന്നുള്ളൂ. അപ്പൊ നിങ്ങളുടെ ഹസ്ബൻഡിന്റെ സമ്മതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ആഗ്രഹിക്കുക, അതേ ചെയ്യാനുള്ളൂ. പിന്നെ ഓൾറെഡി സ്റ്റെറിലൈസേഷൻ ചെയ്ത് കുമ്പസാരിക്കുക, പശ്ചാത്തപിക്കുക. ഹസ്ബൻഡിന്റെ നിങ്ങളുടെയും രണ്ടുപേരുടെ ആഗ്രഹത്തിന് അത് മാറാൻ വേണ്ടി റീകാനലൈസേഷൻ ചെയ്യാനുള്ള ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുക. അതാണ് ചെയ്യേണ്ടത്. ഹൗ ടു സ്റ്റോപ്പ് മാസ്റ്റുർബേഷൻ? Any challenges to do? How to overcome temptation? ഇത് ഞാൻ പറഞ്ഞല്ലോ, പല മെത്തേഡ്സ് നമുക്ക് ഉപയോഗിക്കാം. ഉറപ്പായിട്ടും സാക്രമെന്റ്സ്, ഡെയിലി പ്രെയർ, സാക്രമെന്റ്സ് എല്ലാം വളരെ ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, ഒരു ഗൈഡൻസ് ഓഫ് സംബഡി, മെന്റർ ഹെൽപ്ഫുൾ ആണ്. ഒരു സ്മോൾ അക്കൗണ്ടബിലിറ്റി ഗ്രൂപ്പ്, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന നമ്മുടെ പ്രായം അല്ലെങ്കിൽ ഉള്ള ഒരു അക്കൗണ്ടബിലിറ്റി ഗ്രൂപ്പ്, അവരോട് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഡിസ്കസ് ചെയ്ത്, തെറ്റായിട്ടുള്ള നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്ത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എക്സറസ് 90 ആപ്പ്, അല്ലെങ്കിൽ അൺബൗണ്ട്, അല്ലെ ലിവിങ് വാട്ടേഴ്സ്, ഇങ്ങനെ പല മെത്തേഡ്സ് ഇതിൽ നിന്ന് നമ്മൾ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ടൂൾസ് ആണ്. ഞാനിതൊന്നും ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നില്ല, അതിന് വേറെ ഉത്തരങ്ങളുണ്ട്. ഞാൻ വളരെ ക്രിസ്പായിട്ട് പറഞ്ഞു പോകാട്ടോ. Stand of church usually evolves over time. Will it change over time, which may result in difficulty in then old couple? Stand of church usually evolves over time. Will it change over time, which may result in difficulty in then old couple? എനിക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. ഓക്കെ, എന്ത് ഡിഫിക്കൽറ്റി ആണെന്നുള്ളത് വ്യക്തമാക്കുന്നില്ല. പക്ഷേ ചർച്ചിന്റെ സ്റ്റാൻഡ് ഓൺ മൊറാലിറ്റി ആൻഡ് വാല്യൂസ് വിൽ നെവർ ചേഞ്ച്. ചില കാര്യങ്ങളൊക്കെ
ഇവോൾവ് ചെയ്യും. ഓഫ് കോഴ്സ് നമുക്ക് കുർബാനയ്ക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നുള്ളതൊക്കെ പറ്റുമായിരിക്കാം, അല്ല ഇന്ന ദിവസം അതൊക്കെ മാറും. പക്ഷേ സെക്ഷൽ മൊറാലിറ്റി, ടീച്ചിങ്സ് ഓഫ് ദ ബേസിക് വാല്യൂസ് ആൻഡ് മോറൽസ് ഓഫ് ദ ചർച്ച് ഒരിക്കലും മാറത്തില്ല. അത് കാരണം അത് ക്രിസ്തു സ്ഥാപിച്ചാണ്, അത് ആർക്കും മാറ്റാൻ പറ്റത്തില്ല. ഓക്കെ. ഭർത്താവ് എന്നെയും ഗർഭസ്ഥ ശിശുവിനെയും നോക്കിയില്ലെങ്കിൽ കുഞ്ഞ് വേണ്ടെന്ന് വൈകിട്ട് ശരി. ഭർത്താവ് എന്നെയും ഗർഭസ്ഥ ശിശുവിനെയും നോക്കിയില്ലെങ്കിൽ കുഞ്ഞ് വേണ്ടെന്ന് വയ്ക്കുന്നത് ശരിയാണോ? ഭർത്താവ് ഭാര്യനെയും കുഞ്ഞിനെയും നോക്കുന്നില്ലെങ്കിൽ വേണ്ടെന്ന് നോക്കുന്നത് ശരിയാണോ? ഇപ്പം നിങ്ങളുടെ സിറ്റുവേഷൻ, ഇപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന കുഞ്ഞിന് വേണ്ടി, പക്ഷെ നിങ്ങളുടെ സിറ്റുവേഷനിൽ നിങ്ങളുടെ ഭർത്താവ് ഒരു സ്നേഹം ഇപ്പൊ കാണിക്കുന്നില്ല, അല്ല ഡിഫിക്കൽട്ട് മാരേജ് ആണ്, നിങ്ങൾക്കത് കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ അത് ശരിക്കും നിങ്ങളുടെ കുടുംബത്തിന് സ്ട്രഗിൾ ആവും. ഓക്കെ, അത് ഇപ്പോൾ ഒരു നല്ല എൻവയറമെന്റ് അല്ല കുടുംബത്തിലുള്ളത് എന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ പ്രോബബ്ലി നിങ്ങളൊരു NFP ഫോളോ ചെയ്യുന്നതിൽ തെറ്റില്ലായിരിക്കാം, തൽക്കാലത്തേക്ക്. എന്നേക്കുമല്ല, തൽക്കാലത്തേക്ക്. ഓക്കെ, കാരണം നിങ്ങളുടെ സിറ്റുവേഷൻ ഒരു കുഞ്ഞിനെ സ്വീകരിക്കാൻ അത്ര കൺവീനിയന്റ് അല്ല. ഓക്കെ, പക്ഷെ അത് നിങ്ങൾ പ്രാർത്ഥിച്ച് ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ്. പക്ഷെ ഇങ്ങനെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ നിങ്ങളുടെ ഒരു കുഞ്ഞ് വന്നാൽ അത് പല കാരണങ്ങൾ കൊണ്ട് ആ കുഞ്ഞിനൊരു നല്ല എൻവയോൺമെന്റ് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് തോന്നുകയാണെങ്കിൽ NFP ഫോളോ ചെയ്യാം. പക്ഷേ പ്രഗ്നന്റ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ടും കണ്ടിന്യൂ ചെയ്യണം. ഒരിക്കലും നമുക്ക് കുഞ്ഞിനെ അബോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ബ്രദർ, ഒരു ഡോക്ടറുടെ കാര്യം പറഞ്ഞല്ലോ, ആ ഡോക്ടറുടെ നെയിം പറയാമോ? യെസ്, ഡോക്ടർ പറയാം. ഫിൻറ്റോ ഫ്രാൻസിസ്, ഭയങ്കര ഫേമസ് ആയ ഡോക്ടറാണ് ഡോക്ടർ ഫിൻറ്റോ ഫ്രാൻസിസ്. മരിയ തെരേസ ഹോസ്പിറ്റൽ, കുഴുക്കാട്ടുശ്ശേരി, മാള, ഇരിഞ്ഞാലക്കുട. ഓക്കെ, ഡോക്ടർ ഫിൻറ്റോ ഫ്രാൻസിസ്. ഓക്കെ. ഗിവിംഗ് ബർത്ത് ടു എ ബേബി ഈസ് ഗോഡ്ലിനെസ്, വൈ ഈസ് ചർച്ച് നോട്ട് അക്സെപ്റ്റിംഗ് IVF? ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു അതിൻ്റെ കാര്യം. ഭർത്താവിന് കുഞ്ഞിന് ഉണ്ടാവാൻ ഇഷ്ടമല്ല, പക്ഷേ സ്പേം കളയുന്നത് ശരിയാണോ? ഒരിക്കലുമല്ല. അത് കോൺട്രസെപ്ഷൻ ആണ്. സ്പേം ഞാൻ എൻ്റെ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞു, സ്പേം എജാക്കുലേറ്റ് ചെയ്ത് വജൈനയ്ക്കുള്ളിൽ കളയുന്നത് കോൺട്രസെപ്ഷൻ ആണ്. അത് മാരകപാപമാണ്. അത് ചെയ്യുന്നത് ശരിയല്ല. മാരകപാപം എന്ന ഡെഫിനേഷൻ വരുമോ? യെസ്, വരും. NFP സഭ അംഗീകരിച്ചതാണോ? തീർച്ചയായിട്ടും സഭ അംഗീകരിച്ചിട്ടുണ്ട്. എപ്പോഴും ചെയ്യാമെന്നല്ല, വാലിഡ് ആയിട്ടുള്ള കാരണങ്ങൾ ഉണ്ടെങ്കിൽ NFP ഫോളോ ചെയ്യാമെന്ന് സഭ പഠിപ്പിക്കുന്നുണ്ട്. കുറച്ച് കാലത്തേക്ക് കുഞ്ഞ് വേണ്ടെന്ന് വെക്കുമ്പോൾ എനിക്ക് NFP ചെയ്യാൻ പറ്റുമോ? യെസ്, ഉറപ്പായിട്ടും. നിങ്ങൾക്ക് കാര്യമായ കാരണമുണ്ട്, അല്പം കുറച്ച് നാളത്തേക്ക് ഒരു കുഞ്ഞിനെ സ്പേസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ NFP ഫോളോ ചെയ്യുക. ആ കാരണം വാലിഡ് ആണെങ്കിൽ NFP ഫോളോ ചെയ്യുന്നതിൽ തെറ്റില്ല. ഈവൻ when I knew there are sins, I am not in a situation where I cannot come out of it. What should I do, or how can I manage it? അതൊരു എനിക്കത് സിറ്റുവേഷൻ അറിയാൻ ഉത്തരം പറയാൻ പറ്റത്തില്ല. ഉറപ്പായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞ ഒരു മെൻറ്ററിന്റെ ഒരു ഗൈഡ് വേണം, ഒരു ഹെൽപ്പ് ചോദിക്കണം. ഈ പറഞ്ഞ ടൂൾസും മെത്തേഡ് ടെക്നിക്സ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണ് എന്നെ കോൺടാക്ട് ചെയ്യുക. ഐ ക്യാൻ ജസ്റ്റ് ഗൈഡ് യു എങ്ങനെയാണ് പ്രൊസീഡ് ചെയ്യേണ്ടതെന്നുള്ളത്. ഞാനും ഒരു പെർഫെക്റ്റ് ഉത്തരവല്ല കേട്ടോ, അതൊരു ജേർണിയാണ്. ഇത് നിങ്ങൾ ഇന്ന് എന്നോട് സംസാരിച്ച് നാളെ ഒന്നും മാറത്തൊന്നുമില്ല. നമ്മളതൊരു പ്രോസസ്സിൽ കൂടെ കടന്നുപോയി പ്രാർത്ഥിച്ച് പ്രിപ്പയർ ചെയ്ത് മാറുന്ന കാര്യമാണ്. അപ്പൊ ഇത് എന്താണ് സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, അപ്പൊ എന്നോട് യു ആർ ഏബിൾ ടു ടെൽ മീ ഓർ കംഫർട്ടബിൾ വിത്ത് മീ ഓർ യസ്മിൻ, ഓക്കെ, വേണമെങ്കിൽ വി ക്യാൻ ട്രൈ ടു ഹെൽപ്പ് യു. പ്രെയർ കൂടാതെ സെക്സ് ചെയ്തുകൊണ്ട് കുഴപ്പമുണ്ടോ? ഇല്ല, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. നിങ്ങളെ ഭാര്യയും ഭർത്താവുമാണ്, നിങ്ങൾ സെക്സ് പ്രാർത്ഥിക്കാതെ സെക്സ് ചെയ്തു, അതിലൊരു കുഴപ്പമില്ല. പ്രാർത്ഥിച്ചിട്ട് ചെയ്യണം, നല്ലതാണെന്നുള്ളൂ. ഓക്കെ, പ്രാർത്ഥിക്കാതെ ചെയ്യുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഓക്കെ, എനിക്കിത് ഇവിടെ ഇതിൽ വന്ന ചോദ്യങ്ങളൊക്കെ ഉത്തരം ചെയ്തു. ഓക്കെ, ഓക്കെ, ബാക്കി ചാറ്റിലുള്ള പെട്ടെന്ന് ഓടിച്ചു പോട്ടെ. പോണോഗ്രഫി, ഇതിനോടുള്ള ഭയം വിശുദ്ധി പാലിക്കാൻ പറ്റുമോ എന്നുള്ള പേടി എങ്ങനെ മാറ്റും? അത് ഓക്കെ, അത് എങ്ങനെയാ ഒറ്റ സ്ഥലത്തിൽ ഒന്ന്, പോണോഗ്രഫി, ഇതിനുള്ള ഭയം വിശുദ്ധി പാലിക്കാൻ പറ്റുമോ? നമ്മൾ പേടിക്കരുത്. പേടി ദൈവത്തിൽ നിന്നല്ല. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുക, ആശ്രയിക്കുക, പ്രാർത്ഥിക്കുക, എഫേർട്ട് ഇടുക, നമ്മൾ സ്ട്രോങ് ഡിസിഷൻ എടുക്കുക, ഞാൻ ഈ പറഞ്ഞ ടൂൾസ് ആൻഡ് ടെക്നിക്സ് എടുക്കുക. ഓക്കെ, ഡോണ്ട് വറി അബൌട്ട് എനിത്തിങ്. നമ്മളിപ്പോൾ വീണാലും ഡോണ്ട് വറി, ദൈവം നമ്മളെ സ്നേഹിക്കുന്നു, നമ്മളെ പിന്നെ രക്ഷിക്കുന്നു.
ആ വിശ്വാസത്തിൽ വളരുക. ഓക്കെ, ഡോണ്ട് ഗോ ഇൻ ടു ഡെസ്പയർ. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യും, ആ ടൂൾസ് ഉപയോഗിക്കാൻ നോക്കുക. പിന്നെ ഓക്കെ, okay, we are going towards a future where humans may be made as clones. Are clones also will by God? No, definitely not. ക്ലോൺസ് ദൈവം ആഗ്രഹിക്കുന്നതല്ല, അതൊരു എഗൻസ്റ്റ് നേച്ചർ, നാച്ചുറൽ ലോ ഓഫ് ലൈഫ് ആണ്. എനിക്ക് ദൈവം തരുന്ന മക്കളെ സ്വീകരിക്കാനും ആണ്, പക്ഷെ ഹസ്ബൻഡ് ആൻഡ് മദർ ഒക്കെ രണ്ടും മതി എന്നുള്ളല്ലോ കോൺസെപ്റ്റാണ്. എന്താ ചെയ്യുക? അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് പ്രാർത്ഥിക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം, അവർക്ക് പറ്റുന്ന ഇൻപുട്സ് കൊടുക്കാൻ നോക്കാം, ശ്രമിക്കാം. നല്ലൊരു കമ്മ്യൂണിറ്റി, നന്മമരം പോലുള്ള കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ കമ്മ്യൂണിറ്റികളിൽ കൊണ്ടുപോകാം, ബാക്കിയുള്ളവരുടെ ടെസ്റ്റിമണീസ് കേൾപ്പിക്കാം, പ്രാർത്ഥിക്കാം എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഔട്ട്ഡോർ കാസ്റ്റ് നല്ലതാണോ? മനസ്സിലായില്ല. അപ്പൊ ഔട്ടർ കാസ്റ്റ് മാരേജ്, വേറെ കാസ്റ്റിൽ നിന്ന് കല്യാണം കഴിക്കുക നല്ലതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേഴ്സണലി ഞാൻ പ്രിഫർ ചെയ്യാറില്ല. ഞാൻ കാത്തലിക് മാരേജ് ആണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം നമ്മുടെ കൾച്ചറൽ ഡിഫറൻസസ് ഉണ്ടാകും എന്നാണ് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ അങ്ങനെ നടക്കാനേ പറ്റത്തില്ല എന്നാണോ ചർച്ച അനുവദിക്കുന്നുണ്ട് ചില സാഹചര്യങ്ങളിൽ. പക്ഷേ എൻ്റെ റെക്കമെൻഡേഷൻ കാത്തലിക്സത്തിനെ കല്യാണം കഴിക്കുന്നതായിരിക്കും നല്ലത്.